ഹല്ലേലൂയ. നമ്മൾ രാവിലെ കേട്ടതായ ഒരു കാര്യം, ഗിരിപ്രഭാഷണത്തിൽ കർത്താവ് സംസാരിക്കുമ്പോൾ പൂർവന്മാരോട് അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, എന്നാൽ ഞാനോ നിങ്ങളോട് പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് ഉപയോഗിക്കുന്നതായ, അല്ലെങ്കിൽ നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയുന്ന നീതി ആയിരിക്കണം. ശാസ്ത്രിമാർ ഉണ്ടാക്കിയെടുത്ത ഓറൽ ലോയെക്കുറിച്ചാണ് ശരിക്കും പൂർവന്മാരോട് അരുളിച്ചത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്ന് പറയുന്നത്. കാരണം വേദപുസ്തകത്തിൻ്റെ അല്ലെങ്കിൽ പഴയ നിയമത്തിൻ്റെ ഉദ്ധരണികളൊക്കെ കർത്താവ് പറയുമ്പോൾ ഇറ്റ് ഈസ് റിട്ടേൺ, ഇങ്ങനെ എഴുതിയിരിക്കുന്നുവല്ലോ എന്നാണ് പറയുന്നത്. എന്നാൽ ഈ ഒരു പ്രത്യേകമായ സാഹചര്യത്തിൽ എന്താ പറയുന്നത്? പൂർവന്മാരോട് അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അതിൻ്റെ അർത്ഥം ഈ ശാസ്ത്രിമാർ എന്ത് ചെയ്തിരിക്കുന്നു? ദൈവത്തിൻ്റെ വചനം അതിൻ്റെ വള്ളിയും പുള്ളിയും ഒക്കെ മാറ്റി, ശരിക്കും വള്ളിയും പുള്ളിയും അല്ല മാറ്റിയിരിക്കുന്നത്, അതിൻ്റെ ആശയവും അതിലെ ദൈവത്തിൻ്റെ ഹൃദയവും മാറ്റിയിട്ട് അവരുടെ മാനുഷികമായ വ്യാഖ്യാനങ്ങൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നത് കൊണ്ട് സ്വാഭാവികമായും നിങ്ങൾക്ക് യഥാർത്ഥമായ ദൈവവചനത്തിലേക്ക് മടങ്ങി വരേണ്ടത് ആവശ്യമുണ്ട്. ആ യഥാർത്ഥമായ ദൈവവചനത്തിലേക്ക് മടങ്ങി വരുന്നതിന്, അല്ലെങ്കിൽ ന്യായപ്രമാണത്തെ നീക്കാനല്ല, അതിൻ്റെ നിവൃത്തി എന്താണെന്ന് പറയുവാനാണ് ഞാൻ വന്നത് എന്ന് കർത്താവ് പറഞ്ഞ് അതിനെ വ്യാഖ്യാനിച്ചു കൊടുക്കുകയാണ്. ഞാനോ നിങ്ങളോട് പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ദൈവവചനത്തിൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൻ്റെ ശാസ്ത്രിമാരുടെ വ്യാഖ്യാനവും അതിനെ അനുസരിക്കാനായിട്ട് വളരെ കഷ്ടപ്പെട്ട് പരിശ്രമിക്കുന്നതായ പരീശന്മാരും, ഇവർ രണ്ടുപേരും ദൈവരാജ്യത്തിന് അന്യരാണെന്നും നിങ്ങളുടെ നീതി അവരുടെ നീതിയെ കവിയുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ദൈവരാജ്യത്തിൽ കടക്കാൻ കഴിയത്തില്ലെന്നുമാണ് നമ്മൾ കണ്ടത്. നമ്മൾ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 4-ാം വാക്യത്തിൽ കർത്താവിൻ്റെ പരീക്ഷയുടെ സമയത്തും അതിൻ്റെ 7-ാം വാക്യത്തിൻ്റെ 10-ാം വാക്യത്തിൽ അവിടെ എല്ലാം നമ്മൾ കാണുന്നത് എന്താണ്? ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് ആസ് യു ഹാവ് ഹേർഡ് എന്നല്ല പറഞ്ഞിരിക്കുന്നത്, ആസ് ഇറ്റ് ഈസ് റിട്ടൺ. നിങ്ങൾ കേട്ടിരിക്കുന്നത് പോലെ എന്നല്ല, എഴുതിയിരിക്കുന്നത് പോലെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിലും 26-ാം അധ്യായത്തിൻ്റെ 31-ാം വാക്യത്തിലും തിരുവെഴുത്ത് നിവൃത്തിയാകേണ്ടതിന് തിരുവെഴുത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ എന്നാണ് പറയുന്നത്. അല്ലാതെ പൂർവന്മാരോട് അരുളി ചെയ്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് ആ ഓറലായിട്ടുള്ള കാര്യത്തെക്കുറിച്ചല്ല പറയുന്നത്. അപ്പോൾ ഈ ശാസ്ത്രിമാരുടെ ഓറൽ ട്രഡീഷൻ അല്ല, പ്രത്യേകത എന്താണ് ഫോളോ ചെയ്യേണ്ടത്? യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ മനസ്സ് എന്താണോ അതാണ്. ന്യായപ്രമാണം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മനസ്സാണ്. ദൈവം നമുക്ക് വേണ്ടി നൽകിയിരിക്കുന്ന അവൻ്റെ ഹൃദയമാണ്. അവൻ്റെ കൽപ്പനകൾ എന്ന് പറയുന്നത് നമ്മളെ ഭാരപ്പെടുത്താനായിട്ട്, നമ്മളുടെ മുകളിലൊരു വലിയ ഭാരം വെച്ച് നമ്മളെ ഉഴാനായിട്ടല്ല. പ്രത്യേകത എന്താണ്? ന്യായപ്രമാണം ആർക്ക് വേണ്ടിയുള്ളതാണ്? നമ്മുടെ നന്മയ്ക്ക് വേണ്ടി എന്ന് പറഞ്ഞിരിക്കുന്നത്. ഞാനിന്ന് നിങ്ങളോട് കൽപ്പിക്കുന്ന പ്രമാണങ്ങൾ നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി കൽപ്പിക്കുന്ന പ്രമാണങ്ങൾ. ഇറ്റ് ഈസ് ഫോർ അവർ ഗുഡ്, ദൈവത്തിന് വേണ്ടിയല്ല, ഇറ്റ് ഈസ് ഫോർ അവർ ഗുഡ്. അപ്പോൾ നമ്മുടെ നന്മയ്ക്ക് എന്താണ് അത്യാവശ്യമെന്ന് നമുക്കറിയാൻ വയ്യാത്ത ഒരു സാഹചര്യത്തിൽ, അതാണല്ലോ വാസ്തവത്തിൽ നിയമം ഉണ്ടാക്കുന്നത്. ഇപ്പോൾ കുഞ്ഞുങ്ങളോട് നമ്മളൊരു കാര്യം, മോനെ അത് ചെയ്യരുതെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അത് ചെയ്താൽ കുഴപ്പമുണ്ടോ ഇല്ലയോ എന്നുള്ളത് ആർക്കറിയത്തില്ല, കുഞ്ഞിനറിയത്തില്ല. അതുകൊണ്ട് അപ്പനെന്ത് ചെയ്യുന്നു? മോനെ അത് ചെയ്യാൻ പാടില്ല. അത് ചെയ്യാൻ പാടില്ലെന്ന് പറയുന്നത് ഇവൻ എന്നെ അനുസരിക്കോ ഇല്ലയോ നോക്കട്ടെന്നല്ലോ ഓർത്താണോ? ഒന്നുമല്ല, അവനോടുള്ള സ്നേഹത്തിൻ്റെ പ്രതിഫലനമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ കൽപ്പന നമുക്ക് നൽകിയിരിക്കുന്നത് ദൈവത്തിൻ്റെ സ്നേഹമാണ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ വെളിപ്പാടാണ്. അപ്പോൾ അതിന് നമ്മൾ എങ്ങനെയാണ് മറുപടി പറയുന്നത്? അനുസരണം കൊണ്ട് മറുപടി പറയുമ്പോൾ ശരിക്കും നമ്മുടെ സ്നേഹം കൊണ്ടാണ് മറുപടി പറയുന്നത്. അപ്പോൾ കൽപ്പനയും സ്നേഹമാണ്, അനുസരണവും സ്നേഹമാണ്. ഇതാണ് നമ്മൾ രാവിലെ കേട്ടതായ കാര്യം. എന്നാൽ ഇനി മുന്നോട്ട് പോകുന്നതായ സമയത്ത് കർത്താവ് പറഞ്ഞ ഈ വാക്കുകൾക്ക് ശരിക്കും ഞാനോ നിങ്ങളോട് എന്ന് പറയുന്ന ഈ വാക്കിൽ ന്യായപ്രമാണത്തിന് ശാസ്ത്രിമാർ കൊടുത്ത വ്യാഖ്യാനത്തെ കർത്താവ് നിഷേധിക്കുകയും ന്യായപ്രമാണം നൽകുമ്പോഴും ദൈവത്തിൻ്റെ മനസ്സെന്തായിരുന്നുള്ളതെന്ന് പറയാൻ അവനുള്ള അധികാരത്തെ അവൻ പ്രകാശിപ്പിക്കുകയും. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 28-ഉം 29-ഉം വാക്യങ്ങളിൽ ഈ ഗിരിപ്രഭാഷണം അവസാനിക്കുമ്പോൾ ആളുകൾ അവൻ്റെ ഉപദേശത്തിൽ വിസ്മയം കൊണ്ടിട്ട് പറയുന്നത്, ഇവൻ ശാസ്ത്രിമാരെ പോലെ അല്ല, അധികാരമുള്ളവനായിട്ടാണ് സംസാരിക്കുന്നത്. ഹി ഈസ് സ്പീക്കിംഗ് വിത്ത് അതോറിറ്റി. മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 22-ാം വാക്യത്തിലും ഇതേപോലെ തന്നെ നമ്മൾ കാണുന്നുണ്ട്. അവൻ്റെ വാക്കുകൾ അതോറിറ്റി ഉള്ളതാണ്. അതോറിറ്റി എന്താണ് എന്ന് ചോദിച്ചാൽ അവൻ ഒരിക്കലും പറയുന്നത് ഇന്നാര് പറഞ്ഞതുപോലെ എന്നല്ല, നിങ്ങൾ കേട്ടതുപോലെ എന്നല്ല, ഞാനോ നിങ്ങളോട് പറയുന്നത് എന്നാണ്. ദാറ്റ് മീൻസ് അവൻ്റെ വേർഡ്സ് ന്യായപ്രമാണത്തിൽ നിന്ന് ഒരു അണുവിട പോലും മാറാത്തതും വ്യത്യസ്തമല്ലാത്തതുമാണ്.
പഴയ നിയമത്തെ മാറ്റാൻ വേണ്ടിയല്ല അവൻ പുതിയ വാക്കുകൾ ഉപയോഗിക്കുന്നത്, പഴയ നിയമത്തെ നിവർത്തിക്കുവാൻ വേണ്ടിയാണ് അവൻ വാക്കുകൾ ഉപയോഗിക്കുന്നത്. ശാസ്ത്രിമാർ അങ്ങനെ ആയിരുന്നില്ല. ശാസ്ത്രിമാർ ഒരു പക്ഷേ അവരുടെ ഓറൽ ട്രഡീഷനിൽ അവർ ഉണ്ടാക്കിയിട്ടുള്ള ട്വിസ്റ്റ് ഉണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ മത്തായിയുടെ സുവിശേഷം തന്നെ 5-ാം അധ്യായത്തിന് 38-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്ന് പൂർവ്വന്മാർ അരുളി ചെയ്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, ഞാനോ നിങ്ങളോട് പറയുന്നത് എന്ന് പറയുന്ന ഭാഗം ശരിക്കും OT-യിൽ ഇതിന് ഇക്വലൻ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്ന അതേ ഭാഗം തന്നെയാണ്. നമ്മൾ പുറപ്പാട് പുസ്തകം 21-ാം അധ്യായം 24-ാം വാക്യത്തിലും, ലേവ്യ പുസ്തകം 24-ാം അധ്യായം 19-20 വാക്യങ്ങളും, ആവർത്തന പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോഴെല്ലാം അവിടെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, അല്ലേ? കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്. അപ്പോൾ ഇത് തന്നെ ശാസ്ത്രിമാർ പറഞ്ഞാൽ എന്താണ് പ്രശ്നമെന്ന് നമുക്ക് പെട്ടെന്ന് നോക്കി ഇത് പറഞ്ഞ കാര്യമാണല്ലോ. വാട്ട് ഇസ് ദ ഡിഫറൻസ്? പക്ഷേ പഴയ നിയമത്തിൽ, പ്രത്യേകിച്ച് ആവർത്തന പുസ്തകം 19-ാം അധ്യായം വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്, കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്ന് പറയുന്നത് പേഴ്സണൽ റിവെഞ്ചിന് വേണ്ടിയുള്ള കാര്യമല്ല, അത് സിവിൽ കോർട്ടിലെ ലോയാണ്. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കണം. ഒരു സിവിൽ കോർട്ടിൽ ഒരു ന്യായാധിപൻ വിചാരണ ചെയ്ത് തീരുമാനമെടുക്കേണ്ട നിയമമാണ് കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്നുള്ളത്. ഇവൻ നമ്മളൊരു കൊലപാതകം നടത്തി പോലീസ് പിടിച്ചു, നേരെ ജയിലിൽ കൊണ്ടുപോയി കഴിഞ്ഞ് വിചാരണ വന്നു കഴിഞ്ഞിട്ട് ഏറ്റവും ഒടുവിൽ ജഡ്ജി അവന് വധശിക്ഷയ്ക്ക് വിധിക്കുന്നു. അതെന്താണ്? സിവിൽ കോർട്ടിലെ ലോയാണ്. എന്നാൽ ആത്യന്തികമായി ഇതാണല്ലോ സംഭവിക്കാൻ പോകുന്നത്. എന്തോ ഇവനെ പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ആത്യന്തികമായിട്ട് എവിടെ ചെല്ലും? ഇവൻ ഒടുവിൽ തൂക്കിക്കൊല്ലപ്പെടും. എന്നാൽ പിന്നെ ഇവനെ ഇപ്പോഴേ അങ്ങ് തൂക്കിക്കൊന്നേക്കാമെന്ന് വെച്ച് നമ്മൾ ചെയ്താലോ? ഞാൻ പറഞ്ഞ ഡിഫറൻസ് മനസ്സിലാക്കണം. അപ്പോൾ സിവിൽ കോർട്ടിലെ ലോ പേഴ്സണൽ റിവെഞ്ചിന് വേണ്ടി ഉപയോഗിക്കുവാൻ ശാസ്ത്രിമാർ എന്ത് ചെയ്തിരിക്കുകയാണ്? അനുവാദം കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് കർത്താവ്, യു അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറൻസ്? അപ്പോൾ അതിൻ്റെ ട്വിസ്റ്റാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നതെല്ലാം. ആവർത്തന പുസ്തകം വായിക്കുമ്പോൾ അത് വ്യക്തിപരമായ പ്രതികാരത്തിൻ്റെ കാര്യമേ അല്ല എന്ന് തന്നെയല്ല, വ്യക്തിപരമായ, ഇപ്പം നമ്മൾ പറയുന്നത് ഒരു ഓൾഡ് ടെസ്റ്റമെൻറ്റിൽ ഇതൊരു പ്രതികാരത്തിൻ്റെ ദൈവമൊന്നും അല്ല. ഐ ഡോണ്ട് നോ, സംവേർ എന്നാ കേട്ട ഒരു കാര്യമാണ്. ഒരു കൊച്ചു പറഞ്ഞത്, ഓൾഡ് ടെസ്റ്റമെൻറ്റ് ഗോഡ് വാസ് എ വെരി ക്രൂവൽ ഗോഡ് ആൻഡ് ഹി ബിക്കെയിം എ ക്രിസ്ത്യൻ വെൻ ന്യൂ ടെസ്റ്റമെൻറ്റ് കെയിം. പഴയ നിയമത്തിലെ ദൈവം ഒരു ഭയങ്കര ക്രൂരനായ ദൈവമായിരുന്നു. പുതിയ നിയമം വന്നപ്പോഴാണ് അദ്ദേഹം എന്തോ ആയത്, ഒരു ക്രിസ്ത്യാനി ആയത്. അതൊരു തെറ്റായ ധാരണയാണ്. ഇറ്റ് ഈസ് എ സെയിം ഗാഡ്. അതുകൊണ്ട് പഴയ നിയമത്തിലും ഈ പേഴ്സണൽ റിവെഞ്ചിന് യാതൊരു പ്രാധാന്യവും ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് പഴയ നിയമത്തിൽ ഇല്ലാത്ത കാര്യമല്ല ഇത്. ടേക്ക് ദ കേസ് ഓഫ് ലേവ്യ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ 19-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ, ഐ ആം ട്രൈങ് ടു റീഡ് ഇറ്റ്, 18-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത്, പ്രതികാരം ചെയ്യരുത്, നിന്റെ ജനത്തിൻ്റെ മക്കളോട് പക വയ്ക്കരുത്, കൂട്ടുകാരനെ പോലെ തന്നെ സ്നേഹിക്കണം. നോക്ക്, ഇത് യേശു കർത്താവല്ല ആദ്യം പറയുന്നത്. യു അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറൻസ്? നമ്മൾ ചിന്തിക്കും കൂട്ടുകാരനെ നിന്നെ പോലെ സ്നേഹിക്കണമെന്ന് പറയുന്നത് ആര് പറഞ്ഞതാണ്? യേശു പറഞ്ഞാണ്? അല്ല, കൂട്ടുകാരനെ നിന്നെ പോലെ സ്നേഹിക്കണമെന്ന് പറയുന്നത് ഇവിടുത്തെ നിയമമാണ്. ഇറ്റ് ഈസ് ആൻ ഓൾഡ് ടെസ്റ്റമെന്റ് ലോ. ഇപ്പോൾ പഴയ നിയമത്തിൽ മുഴുവൻ പ്രതികാരമാണെന്നല്ല. പക വയ്ക്കരുതെന്ന് പറയുന്നത് ന്യൂ ടെസ്റ്റമെൻറ്റിൽ മാത്രമല്ല ഉള്ളത്, ഇവിടെയുണ്ട്, ഓൾഡ് ടെസ്റ്റമെൻറ്റിലും ഉള്ളതാണ്. അതുകൊണ്ട് പഴയ നിയമത്തിലെ ദൈവത്തിന് വന്ന ഒരു രൂപാന്തരമല്ല പുതിയ നിയമത്തിൽ എന്നുള്ളത് നമ്മൾ അറിയണം. അതുപോലെ പ്രോവർബ്സ് സദൃശ്യ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ 20-ാമത്തെ അധ്യായം 22-ാമത്തെ വാക്യത്തിൽ അവിടെ നമ്മൾ കാണുന്നത്, ഞാൻ ദോഷത്തിന് പ്രതികാരം ചെയ്യുമെന്ന് നീ പറയരുത്. നോക്ക്, ഓൾഡ് ടെസ്റ്റമെന്റ് ലോയാണ്. പക്ഷെ ഇവിടെ പറയുന്നത് എന്താണ്? ഞാൻ ദോഷത്തിന് പ്രതികാരം ചെയ്യുമെന്ന് നീ പറയരുത്, യഹോവയെ കാത്തിരിക്കുക, അവൻ നിന്നെ രക്ഷിക്കും. ഇറ്റ് ഈസ് നോട്ട് റിട്ടൺ ഇൻ ദ ന്യൂ ടെസ്റ്റമെന്റ്, ഇറ്റ് ഈസ് റിട്ടൺ ഇൻ ദി ഓൾഡ് ടെസ്റ്റമെന്റ്. പക്ഷേ ശാസ്ത്രിമാർ കൊടുത്ത ട്വിസ്റ്റിലാണ് ഈ പ്രോബ്ലംസ് ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് യേശു കർത്താവ് വളരെ നിശിതമായി ശാസ്ത്രിമാരുടെ വ്യാഖ്യാനത്തെ എതിർത്തുകൊണ്ട് അവരെ പോലെ നിങ്ങളാകരുത് എന്ന് പറയുന്നത്. ഞാനോ നിങ്ങളോട് പറയുന്നത് പൂർവന്മാരോട് അരുളി ചെയ്ത് തെറ്റായിട്ടല്ല, അതിൻ്റെ മാനുഷിക വ്യാഖ്യാനമാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. പൂർവന്മാരോട് അരുളി ചെയ്ത് കറക്റ്റാണ്, കൊല ചെയ്യരുത് എന്ന് പൂർവന്മാരോട് അരുളി ചെയ്തു. കർത്താവ് വന്നിട്ട് ഇനിയും നമ്മളെന്തുവാ ഇനി കൊല ചെയ്യാമെന്നാണ് കർത്താവ് പറഞ്ഞത്. കൊല ചെയ്യരുത് എന്ന പൂർവന്മാരോട് അരുളി ചെയ്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, ഞാനോ നിങ്ങളോട് പറയുന്നത് ഇനി മേലാൽ അത് പ്രശ്നമല്ല, കൊല ചെയ്യാമെന്നാണ് പറയുന്നത്. അല്ല, അതിനപ്പുറത്തോട്ടാണ്. ഇനി മുതൽ കൊല ചെയ്യാമെന്നല്ല, ഞാനോ നിങ്ങളോട് പറയുന്നത് നിന്റെ സഹോദരനോട് കോപിക്കാൻ പോലും പറ്റത്തില്ലെന്നാണ്. അല്ലാതെ കൊല ചെയ്യാമെന്നല്ല. എന്താ കൊലപാതകം
എന്ന് പറയുന്ന ആ ഔട്ട്വേർഡ് ആക്ഷൻ അപ്പുറത്ത് തന്നെയുള്ള ഇൻവേർഡ് ആയിട്ടുള്ള ഇൻറ്റേർണൽ ആയിട്ടുള്ള അതിൻ്റെ നിവൃത്തി. കൊല ചെയ്യരുത് എന്ന് കർത്താവ് പഴയ നിയമത്തിൽ അരുളി ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന ആ ദൈവ മനസ്സിൻ്റെ നിവൃത്തി എന്താണെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് യേശുവിൻ്റെ വ്യാഖ്യാനം പ്രസക്തമാകുന്നത്. നമ്മൾ ആ ഭാഗം വായിക്കുമ്പോൾ അവിടെ കാണുന്ന ഒരു പ്രോസസ്സ് തന്നെയുണ്ട്. വേഴ്സ് 5:21 നമ്മൾ വായിക്കുമ്പോൾ, കൊല ചെയ്യരുതെന്നും ആരെങ്കിലും കൊല ചെയ്താൽ ന്യായവിധിക്ക് യോഗ്യനാകുമെന്നും പൂർവ്വന്മാർ അരുളിച്ചത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, സഹോദരനോട് കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും. സഹോദരനോട് നിസാര എന്ന് പറഞ്ഞാലോ ന്യായാധിപ സഭയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും. മൂഢ എന്ന് പറഞ്ഞാലോ അഗ്നി നരകത്തിന് യോഗ്യനാകും. അത് വളരെ ആഴത്തിലേക്ക് ഇറങ്ങിപ്പോവുകയാണ്. അവിടുത്തെ ഒരു പ്രത്യേകത, പുറമേ കാണുന്ന കാര്യങ്ങളുടെ ഇൻറ്റീരിയർ അല്ലെങ്കിൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ വികാരങ്ങളെയും കർത്താവിടെ അനലൈസ് ചെയ്യുകയാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഒരു പ്രോസസ്സാണെന്ന് പറയാൻ കാര്യം ഇതാണ്. ഓസ്വാൾഡ് ചേമ്പേഴ്സ് വാസ്തവത്തിൽ ഈ പുറമേ ഉള്ള കാര്യങ്ങളും അകമേ ഉള്ള കാര്യങ്ങളും വിശദീകരിക്കാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്കുണ്ട്, ദി ആക്ച്വൽ ആൻഡ് ദ റിയൽ. ആക്ച്വൽ ആൻഡ് ദ ഫോൾസ് അല്ല, ദി ആക്ച്വൽ ആൻഡ് ദ റിയൽ. രണ്ടും കേട്ടാൽ ഒരുപോലെ ഇരിക്കും, ഇല്ലേ? ദി ആക്ച്വൽ ആൻഡ് ദ റിയൽ. എന്താണ് ആക്ച്വൽ ആൻഡ് റിയൽ എന്ന് അദ്ദേഹം പറയാൻ ഉദ്ദേശിക്കുന്നത്? ഒരു പരിധി വരെ നമ്മൾ 2 Corinthians chapter 4 വായിക്കുന്ന ഒരു വാക്യവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് അദ്ദേഹം അത് പറഞ്ഞിരിക്കുന്നത്. 2 കൊരിന്ത്യർ അതിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ അവിടെ പോള് ഉപയോഗിച്ചിരിക്കുന്നതായ ഒരു വാക്ക്, കാണുന്നതിനെയല്ല കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. ഈ വേദഭാഗം വെച്ചാണ് അദ്ദേഹം അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പരിശ്രമിക്കുന്നത്. സോ 2 കാര്യങ്ങൾ, കാണുന്നതും കാണാത്തതും. കാണുന്നതാണ് ആക്ച്വൽ, കാണാത്തതാണ് റിയൽ എന്നാണ് അദ്ദേഹം പറയുന്നത്. ശ്രദ്ധിക്കണം നിങ്ങൾ. കാണുന്നത് ആക്ച്വൽ, ബിക്കോസ് നമ്മുടെ ശരീരത്തിന്, നമ്മുടെ കണ്ണുകൾക്കും അല്ലെങ്കിൽ നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക്, ഇന്ദ്രിയ ഗോചരം എന്ന് നമ്മൾ സാധാരണ പറയുമല്ലോ വാക്ക്, അല്ലാതെ ഇന്ദ്രിയങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതായ ഒരു പ്രവൃത്തിയാണ് ഇവിടെ കാണുന്നത് എന്നുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ ആക്ച്വൽ എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത്. ആക്ച്വലായിട്ട് എനിക്ക് അറിയാൻ കഴിയുന്നുണ്ട്, കൊലപാതകം ഞാൻ കാണുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ അറിയുന്നുണ്ട്. അതല്ലെങ്കിൽ ഒരു കൊലപാതകയെ കാണുമ്പോൾ അവൻ ചെയ്ത കാര്യം എന്താണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ദാറ്റ് ഹാപ്പൻസ് ഇൻ ദി ആക്ച്വൽ വേൾഡ്. യു അണ്ടർസ്റ്റാൻഡ്? അപ്പോൾ ഈ ആക്ച്വൽ വേൾഡിലെ കാര്യങ്ങൾ മാത്രമാണ് ശാസ്ത്രിമാരുടെ മനസ്സിലുണ്ടായിരുന്നത്. അത്രയുമൊക്കെ സാധാരണക്കാരൻ്റെ മനസ്സിലും വരത്തുള്ളൂ. കാരണം റിയൽ എന്ന് പറയുന്ന, കാണാത്തത് നിത്യം എന്ന് പറയുന്ന ആ നിത്യമായ കാര്യങ്ങളിലേക്ക് സാധാരണ രീതിയിൽ എന്താണ് കാണുന്നത് യാഥാർത്ഥ്യം, കാണാത്തത് മായ അല്ലെങ്കിൽ നിത്യമല്ലാത്ത നമുക്ക് തോന്നുന്നു. അങ്ങനല്ല. The real thing is not the actual thing. The real thing is something that you cannot see, but that is the reality. Unseen. അദൃശ്യമായ ലോകത്തിൽ, അദൃശ്യമായ നിലയിൽ നടക്കുന്ന കാര്യങ്ങൾ. ഇത് ഇൻഫാക്റ്റ് ഇവിടെ പോൾ ഉപയോഗിക്കുന്ന ഭാഗം എന്ന് പറയുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വരാൻ പോകുന്ന ലോകത്തിൽ അതിൻ്റെ, അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ ലോകവും വരാൻ പോകുന്ന ലോകവും തമ്മിലുള്ള ബന്ധമാണ് ശരിക്കും അവിടെ പറയുന്നത്. പക്ഷെ വരാൻ പോകുന്ന ലോകത്തിൻ്റെ ബന്ധം എന്നുള്ള നിലയിലല്ല ഓസ്വാൾഡ് ചേമ്പേഴ്സ് ഇവിടെ പറയുന്നത്. വാട്ട് ഹാപ്പൻസ് ഇൻ യുവർ ഹാർട്ട്, നോ വൺ ഈസ് സീയിങ് ഇറ്റ്, ആൻഡ് ദാറ്റ് ഈസ് ദ റിയൽ തിങ്. നിങ്ങളുടെ ഹൃദയത്തിൽ നടക്കുന്നതായ കാര്യങ്ങൾ. പക്ഷെ അത് കുറച്ചുകൂടെ വിശദമാക്കുമ്പോഴത് നമുക്കത് കുറച്ചുകൂടെ അർത്ഥ തലത്തിലേക്ക് ഇറങ്ങാൻ പറ്റും. നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ പോലുമല്ല, അതിനപ്പുറത്തുള്ള കാര്യങ്ങൾ. ഓക്കെ, അത് നമ്മൾ വരുന്നുണ്ട്. എന്നാൽ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെ സെൻസസിൽ നമ്മൾ കാണുന്നതായ കാര്യങ്ങളുടെ പുറകിലുള്ള കാര്യങ്ങൾ വിധിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. നടക്കുന്ന കാര്യങ്ങൾ മാത്രമേ വിധിക്കപ്പെടുന്നുള്ളൂ. When somebody is murdering a person, then what happens? അവൻ മർഡർ ചെയ്തത് അതാണ് ആക്ച്വൽ വേൾഡിൽ നടന്നത്. അതിന് കുറ്റം വിധിക്കാൻ, അതിന് ശിക്ഷ വിധിക്കാൻ ഇവിടെ നിയമങ്ങളുണ്ട്. നമ്മുടെ ഇന്ത്യൻ പീനൽ കോഡ് ആണെങ്കിലും അത് തന്നെയാണ്. എനിക്കൊരാളെ കൊല്ലണമെന്ന് തോന്നി എന്ന് പറഞ്ഞ് എന്നെ പിടിച്ചാൽ ആരുടെ ജയിലിലിടുമോ? ഇല്ല. എന്ത് ചെയ്തേ പറ്റുള്ളൂ? കൊലപാതകം എന്നുള്ള പ്രവൃത്തി ആക്ച്വൽ വേൾഡിൽ നടന്നു കഴിയുമ്പോൾ മാത്രമാണ്
ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ച് തന്നെ ഞാൻ ശിക്ഷയ്ക്ക് യോഗ്യനായിത്തീരുന്നു, അല്ലെങ്കിൽ ആകത്തില്ല. എനിക്ക് എൻ്റെ മനസ്സിൽ എന്ത് തോന്നിയാലും, എനിക്ക് 1000 പേരെ കൊള്ളണമെന്ന് തോന്നിയാലും 1000 പേരെ കൊന്നെന്ന് പറഞ്ഞുകൊണ്ട് ആരും എന്ത് ചെയ്യത്തില്ല, എന്നെ ശിക്ഷയ്ക്ക് വിധിക്കത്തില്ല. പക്ഷെ കർത്താവ് നിയമത്തെ ഇൻ്റർപ്രറ്റ് ചെയ്യുമ്പോഴത്തേക്ക് കുറെ കൂടെ ആഴത്തിലേക്ക് കയറി കൊല ചെയ്യരുത് എന്ന് പറയുമ്പോൾ അത് ആക്ച്വൽ വേൾഡിൽ നടക്കുന്നതാണെന്നും അതിൻ്റെ പിന്നിൽ സെൻസസിനപ്പുറത്ത് ഹൃദയത്തിൽ നടക്കുന്ന 3 കാര്യങ്ങളും കൂടെ പറയുകയാണ്. ഹൃദയത്തിനുള്ളിൽ നടക്കുന്ന 3 കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ, ഒന്ന്, ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ് ഈസ് എന്താണ്, കോപിക്കുക എന്ന് പറയുന്നതാണ്. സഹോദരനോട് കോപിക്കുന്നവനൊക്കെയും. അപ്പോൾ നാച്ചുറൽ മാൻ സീസ് ഓൺലി ദി ആക്ച്വൽ തിങ്. ഒരു സ്വാഭാവിക മനുഷ്യൻ എന്ത് മാത്രമേ കാണുന്നുള്ളൂ? കാണുന്ന ലോകത്തിലെ കാര്യങ്ങൾ മാത്രമേ ഒരു നാച്ചുറൽ മാൻ മനസ്സിലാക്കുന്നുള്ളൂ. കാണാത്ത ലോകത്തിലെ കാര്യങ്ങൾ മറഞ്ഞിരിക്കുകയാണ്. പക്ഷെ കാണാത്ത ലോകത്തിലേക്കാണ്, അഥവാ ഹൃദയത്തിൻ്റെ ലോകത്തിലേക്കാണ് യേശു കർത്താവ് കടന്നു ചെല്ലുന്നത്. അപ്പം നിയമത്തിന്, പ്രത്യേകിച്ച് ന്യായപ്രമാണത്തിന്, കാണുന്ന ലോകത്തിലുള്ള പ്രത്യേകതകൾക്കും അപ്പുറത്ത് കാണാത്ത ഹൃദയത്തിൻ്റെ ആഴത്തിലുള്ള അതിൻ്റെ എന്താ ആ പാപത്തിൻ്റെ ലോകത്തിൽ നമ്മൾ എത്രത്തോളം ആഴത്തിലുണ്ടെന്നുള്ളത് മനസ്സിലാക്കാനാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഈ കാര്യങ്ങളെ കർത്താവ് വ്യാഖ്യാനിക്കുമ്പോൾ he is explaining what happens in the real world. ഇത് രണ്ടും ഒരുപോലെ പ്രസക്തമാണ്. ആക്ച്വൽ വേൾഡിലെ കാര്യങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല. ഒഴിവാക്കാൻ പറ്റത്തില്ലെന്നല്ല, എൻ്റെ ഹൃദയത്തിൽ എനിക്ക് ദോഷം, എനിക്ക് കോപമൊന്നും ഉണ്ടായില്ല, പക്ഷെ ഞാനങ്ങ് കൊന്നെന്നുള്ളതേ ഉള്ളൂ എന്ന് പറയാൻ പറ്റും. അപ്പോൾ ആക്ച്വൽ അല്ലെങ്കിൽ എന്താണ്, ആക്ച്വൽ വേൾഡിലും റിയൽ വേൾഡിലും ഒരുപോലെ സഞ്ചരിക്കണമെങ്കിൽ റിയൽ വേൾഡിലെ കാര്യം അനുഭവിക്കാൻ അല്ലെങ്കിൽ അറിയാൻ കഴിയുന്നത് ആർക്കാണെന്നറിയാമോ? ഒരു റീജനറേറ്റഡ് മാന് മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ. വീണ്ടും ജനിക്കാത്ത ഒരു വ്യക്തിക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, റിയൽ വേൾഡിൽ അല്ലെങ്കിൽ ആത്മതലത്തിൽ, ആത്മാവിൻ്റെ ലോകത്ത്, ഹൃദയത്തിൻ്റെ ആഴത്തിൽ നടക്കുന്ന കാര്യങ്ങളെ ഗ്രഹിക്കുവാൻ ആർക്ക് മാത്രമേ പറ്റുള്ളൂ? ഒരു റീജനറേറ്റഡ് അല്ലെങ്കിൽ വീണ്ടും ജനിച്ചവനായ ഒരു വ്യക്തിക്ക് മാത്രമേ പറ്റുള്ളൂ. നാച്ചുറൽ മാൻ അങ്ങോട്ട് കിടക്കുന്നില്ല. എന്ത് മാത്രമേ അവൻ ചെയ്യുന്നുള്ളൂ? കാണുന്ന ലോകത്തിലെ കാര്യങ്ങൾ മാത്രമേ അവൻ അറിയുന്നുള്ളൂ. അപ്പോൾ ചിലപ്പോൾ നമ്മൾ സ്പിരിച്വൽ ആകുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു പക്ഷേ ആക്ച്വൽ വേൾഡിലെ കാര്യങ്ങളായിരിക്കത്തില്ല കാണുന്നത്, റിയൽ വേൾഡിലെ കാര്യങ്ങൾ തന്നെയായിരിക്കും. ഒരു നാച്ചുറൽ മാൻ കാണുന്നത് ആക്ച്വൽ വേൾഡിലെ കാര്യങ്ങൾ മാത്രമായിരിക്കും, റിയൽ വേൾഡിലെ കാര്യങ്ങൾ അവനൊരിക്കലും കാണത്തില്ല. പക്ഷേ യേശുവിൻ്റെ പ്രത്യേകത, അതിന് ഓസ്വാൾഡ് ചേമ്പേഴ്സ് പറഞ്ഞിരിക്കുന്നത്, ഹി വാസ് ദി ഓൺലി മാൻ വിത്ത് നോർമൽ സെൻസ്. ശരിക്കും നല്ല സെൻസോടുകൂടെ ഭൂമിയിൽ ജീവിച്ച ഒരേ ഒരു വ്യക്തിയേ ഉള്ളൂ. അതാരാണ്? യേശു കർത്താവാണ്. യു നോ വൈ? അവൻ ആക്ച്വലിനെയും റിയലിനെയും ഫ്യൂസ് ചെയ്ത ആളാണ്. യു അണ്ടർസ്റ്റാൻഡ്? ഹി വാസ് ഗാഡ്, ഹി വാസ് ബോൺ ഓഫ് ദ സ്പിരിറ്റ് ആൻഡ് ഹി വാസ് എ മാൻ. സോ യേശു എന്ത് ചെയ്തില്ല? ആക്ച്വൽ വേൾഡിനെ ഉപേക്ഷിച്ചില്ല, പക്ഷേ റിയൽ വേൾഡിലേക്ക് കടന്നു ചെല്ലുകയും ചെയ്യുന്നു. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടല്ലോ. അപ്പോൾ ഇത് രണ്ടും കൂടെ ഫ്യൂസ് ചെയ്യുമ്പോൾ മാത്രമേ നമ്മൾ യഥാർത്ഥത്തിൽ ഒരു നിയമത്തിലെ ദൈവത്തിൻ്റെ മനസ്സെന്താണെന്നുള്ളത് ഗ്രഹിക്കുന്നുള്ളൂ. ദാറ്റ്സ് വാട്ട് ഐ വാസ് ട്രൈങ് ടു എക്സ്പ്ലെയിൻ. 1 കൊരിന്ത്യർ 2-ാം അധ്യായം 14-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, നാച്ചുറൽ മാൻ ഡസ് നോട്ട് റിസീവ് ദ തിങ്സ് ഓഫ് ദ സ്പിരിറ്റ് ഓഫ് ഗാഡ്. പ്രാകൃത മനുഷ്യൻ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നില്ല? തിരിച്ചറിയുന്നില്ല. എന്തുകൊണ്ട്? ഫോർ ദേ ആർ ഫൂളിഷ്നെസ് ടു ഹിം. അത് അവനെ സംബന്ധിച്ചിടത്തോളം ഭോഷത്വമാണ്. The fanatic see only the real and ignores the actual. And a materialist looks at the actual and he ignores the real. ഒരു ഫെനാറ്റിക് എന്താ ചെയ്യുന്നുള്ളൂ? He see only the real and ignores the actual. And the materialist looks at the actual and he ignores the real. എന്നാൽ യേശുവിൻ്റെ കാര്യത്തിൽ എന്താണ്? അവൻ ഇത് രണ്ടും, he was the only sane man. അതുകൊണ്ട് Jesus is the only sane man who lived on the face of this planet earth, and to him the actual and the real were one. നമ്മൾ സ്പിരിച്വൽ ആകുമ്പോൾ സംഭവിക്കുന്ന ഇതാണ്, ആക്ച്വൽ വേൾഡും റിയൽ വേൾഡും അല്ലെങ്കിൽ കാണുന്നതും കാണാത്തതും നമുക്ക് ഒരുപോലെ ആയിത്തീരും. കാണുന്ന ലോകവും കാണാത്ത ലോകവും ഒരുപോലെ ആയിത്തീരുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ സ്പിരിച്വൽ ആകുന്നത്. അതൊരു ബോൺ അഗെയിൻ മനുഷ്യന് മാത്രം കഴിയുന്നതായ ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഈ ഗിരിപ്രഭാഷണം മനസ്സിലാക്കണമെങ്കിൽ തന്നെ അടിസ്ഥാനപരമായി നമുക്കുണ്ടായിരിക്കേണ്ട യോഗ്യത, നമ്മൾ എങ്ങനെയുള്ളവരായിരിക്കണം?
റീജനറേറ്റഡ് ആയിരിക്കണം, വീണ്ടും ജനിച്ചവരായിരിക്കണം, ആത്മാവിൽ ജനിച്ചവരായിരിക്കണം, സ്പിരിച്വൽ ആയിരിക്കണം, ആത്മികരായിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഇത് മനസ്സിലാക്കാനായിട്ട് കഴിയത്തുള്ളൂ. അതുപോലെ ഈ സെർമൺ ഓൺ ദ മൗണ്ടിൽ വാസ്തവത്തിൽ യേശു കർത്താവ് ചെയ്യുന്നത് ആക്ച്വലിനെയും റിയലിനെയും ഒന്ന് കൂട്ടി യോജിപ്പിക്കുകയാണ്. അങ്ങനെ ആക്ച്വലിനെയും റിയലിനെയും, അതായത് കാണുന്ന ലോകത്തെയും കാണാത്ത ലോകത്തെയും, പ്രത്യക്ഷത്തിൽ നടക്കുന്ന കാര്യങ്ങളെയും ഹൃദയത്തിൽ നടക്കുന്ന കാര്യങ്ങളെയും യോജിപ്പിച്ച് അതിൽ രണ്ടിലും പ്യൂരിറ്റി ഉണ്ടാക്കുമ്പോഴാണ് നിങ്ങൾ എന്തായിത്തീരുന്നത്? സൽഗുണപൂർണർ ആകുന്നത്. അപ്പോൾ ഇത് മുഴുവൻ പറയുന്നത് എന്തിനു വേണ്ടിയാണ്? നമ്മൾ വായിച്ച ഭാഗം അതാണ്. എന്താണ് ഇത് മുഴുവൻ? നിങ്ങളുടെ പിതാവ്, സ്വർഗസ്ഥ പിതാവ് സൽഗുണപൂർണൻ ആകുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണൻ ആകുവിൻ. അതിന് മുന്നിലുള്ള പാസേജായി പറയുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ആ സൽഗുണപൂർണതയിലേക്ക്, പ്യൂരിറ്റിയിലേക്ക് നയിക്കപ്പെടണമെങ്കിൽ പ്യൂരിറ്റി ഏത് തലത്തിൽ മാത്രം പോരാ? ആക്ച്വൽ വേൾഡിൽ മാത്രം പോരാ, കാണുന്ന ലോകത്ത് മാത്രം പോരാ. പിന്നെ എന്തുകൂടെ വേണം? കാണാത്ത ലോകത്ത് റിയൽ വേൾഡിലും എന്തുണ്ടെങ്കിലേ പറ്റുള്ളൂ? പ്യൂരിറ്റി ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. ഇത് രണ്ടും കൂടെ ഫ്യൂസ് ചെയ്യുമ്പോഴാണ് നമ്മൾ നമ്മുടെ സ്വർഗസ്ഥ പിതാവ് സൽഗുണപൂർണനാകുന്നത് പോലെ നമ്മളും സൽഗുണപൂർണരാകുന്നത്. വി നീഡ് ടു ഫ്യൂസ് ദി ആക്ച്വൽ വിത്ത് ദ റിയൽ. കാണുന്നതിനെയും കാണാത്തതിനെയും കൂട്ടി ഇണക്കുമ്പോഴേ നമ്മൾ പ്യുവർ ആകുന്നുള്ളൂ, പെർഫെക്റ്റ് ആകുന്നുള്ളൂ. ഇവിടെയാണ് ശാസ്ത്രിമാരുടെ പരാജയം. ഇവിടെയാണ് യേശു തൻ്റെ പുതിയ വ്യാഖ്യാനത്തിലൂടെ, അല്ലെങ്കിൽ ആത്മാവിൻ്റെ വ്യാഖ്യാനത്തിലൂടെ, അല്ലെങ്കിൽ ദൈവികമായ വ്യാഖ്യാനത്തിലൂടെ ദൈവത്തിൻ്റെ നിയമങ്ങളെ നമ്മുടെ മുമ്പിൽ എത്തിക്കുന്നത്. എന്തിനു വേണ്ടിയാണ്? ശാസ്ത്രിമാർ തെറ്റാണെന്ന് പറയാൻ വേണ്ടി മാത്രമല്ല. എന്തിനു വേണ്ടിയാണ്? നമ്മളെ പിതാവിനെ പോലെ സൽഗുണപൂർണർ ആക്കുവാനാണ്. അതുകൊണ്ടാണ് ഇത് വളരെ പ്രസക്തമായിരിക്കുന്നത്. അല്ലാതെ ഇന്നാരിന്നാര് തെറ്റാണെന്ന് പറയാൻ വേണ്ടിയല്ല. പക്ഷേ ഇന്നാരിന്നാര് തെറ്റാണ്, അല്ലെങ്കിൽ ശാസ്ത്രിമാരുടെ വ്യാഖ്യാനം തെറ്റാണെന്ന് പറയാനുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇനി നിങ്ങൾ ഈ ശാസ്ത്രിമാരുടെ വ്യാഖ്യാനത്തിൻ്റെ പിന്നാലെ പോയാൽ നിങ്ങൾക്കൊരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല? നിങ്ങളുടെ സ്വർഗസ്ഥ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങൾക്ക് സൽഗുണപൂർണനാകുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് ശാസ്ത്രിമാരുടെ വ്യാഖ്യാനത്തെ വിടുക. ആക്ച്വൽ വേൾഡിൽ നിന്നും ആക്ച്വൽ വേൾഡിനോട് ചേർത്ത് നിങ്ങൾ എന്തുകൂടെ വേണം? റിയൽ വേൾഡിനെ കൂടെ കൂട്ടിയിണക്കി വേണം കാര്യങ്ങൾ പഠിക്കുവാനായിട്ട്. കൊല ചെയ്യരുത്, ഇത് നടക്കുന്നത് ആക്ച്വൽ വേൾഡിലാണ്. കൊല സംഭവം നടന്നില്ലെങ്കിൽ ഒരു പ്രശ്നമില്ല. പ്രവൃത്തിപഥത്തിൽ എത്തുന്നത് വരെ ഒരുത്തൻ കൊലപാതകയല്ല. പ്രവൃത്തിപഥത്തിൽ എത്തുക എന്ന് പറഞ്ഞാലും തമാശയുണ്ട്. ഞാനൊരുത്തനെ കുത്തിയാലും ഞാൻ കൊലപാതകനാകണമെന്നില്ല. ഞാനൊരുത്തനെ കുത്തി കൊല്ലാൻ വേണ്ടി കുത്തിയതാണ്, പക്ഷേ എൻ്റെ പിച്ചാത്തിക്ക് നല്ല മൂർച്ചയില്ലായിരുന്നു, അവൻ ചത്തില്ല, ഞാൻ കൊലപാതകയല്ല. അല്ലെങ്കിൽ അവനെ നല്ല ആരോഗ്യം ഉണ്ടായിരുന്നു, അവനങ്ങോട്ട് പോകുന്ന കൂട്ടത്തിൽ നീ എന്നെ കുത്താൻ വരികയാണെന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചു പിടിച്ച് എൻ്റെ കൈക്കകത്തുനിന്ന് പിച്ചാത്തി വാങ്ങിച്ച് എറിഞ്ഞ് വെച്ച് എൻ്റെ കൈ പിടിച്ച് തിരിച്ചോടിച്ച് വെച്ച് പോടാന്ന് പറഞ്ഞുകൊണ്ട് ഓടിച്ചു കിട്ടും. എനിക്ക് കൊലപാതകയാകാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ പഴയ നിയമത്തിലൊരു കൊലപാതകയാകണമെങ്കിൽ എന്ത് പ്രയാസമായിരുന്നു. പഴയ നിയമത്തിൽ നമുക്കൊരു കൊലപാതകയാകണമെങ്കിൽ തന്നെ എന്തോരം പ്രയാസം അല്ലേ. കൊല ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കാര്യമൊന്നുമല്ല. കാര്യം ഞാൻ മാത്രം നിശ്ചയിച്ചാൽ നടക്കുന്ന കാര്യമല്ല കൊലപാതകം എന്ന് പറയുന്നത്. എന്തെല്ലാം സാഹചര്യങ്ങൾ ഒത്തിണങ്ങിയാൽ മാത്രമേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഒരു കൊലപാതകനാകാൻ പറ്റുള്ളൂ. പക്ഷേ പുതിയ നിയമത്തിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. വീട്ടിലിരുന്ന് വേണമെങ്കിലും കൊലപാതകം ചെയ്യാം. ആളറിയണമെന്ന് പോലുമില്ല. ചത്ത വ്യക്തി അറിയണമെന്ന് പോലുമില്ല. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൊലപാതകം നടത്താൻ പറ്റും. ഇനി പറ, പഴയ നിയമത്തിലെ നിയമമാണോ വലുത്, പുതിയ നിയമത്തിലെ നിയമമാണോ? പഴയ നിയമത്തിൽ നമ്മൾ പറയുമല്ലോ, പഴയ നിയമമാണെങ്കിൽ ഭയങ്കര പ്രയാസമായിരുന്നു. പക്ഷേ പഴയ നിയമമാണെങ്കിൽ ഭയങ്കര സുഖമായിരുന്നു. കാര്യം ഞാൻ പറഞ്ഞ പഴയ നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാസ്ത്രിമാരുടെ വ്യാഖ്യാനത്തിൽ അധിഷ്ഠിതമായ പഴയ നിയമം, റിയൽ പഴയ നിയമമല്ല. ഇറ്റ് ഈസ് നോട്ട് ദ ലോ ഓഫ് ഗാഡ്. അതുകൊണ്ടാണ് ഞാൻ ഇതിനെ രണ്ടായിട്ട് ഭയങ്കരമായിട്ട് മാറ്റി പറയുന്നത്. അതായത് കർത്താവ് കൃത്യതയോടുകൂടെ പറഞ്ഞു, എന്താണ്? ഞാൻ ന്യായപ്രമാണത്തെ നീക്കാനല്ല, എന്തിനാണ് വന്നിരിക്കുന്നത്? അതിനെ നിവർത്തിക്കുവാനാണ് വന്നിരിക്കുന്നതെന്ന് കർത്താവ് കൃത്യതയോടെ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ഒരിക്കലും ഓൾഡ് ടെസ്റ്റമെൻറ്റ് നമുക്ക് ഒരു രണ്ടാം കിട സാധനമായിട്ട് തള്ളിക്കളയാനായിട്ട് പറ്റത്തില്ല. ഓൾഡ് ടെസ്റ്റമെൻറ്റ് ഈസ് ഗാഡ്സ് ലോ, ദെർ ഇസ് നോ ഡൗട്ട്. പക്ഷെ അതിൻ്റെ നിവൃത്തിയെക്കുറിച്ച് പഠിക്കുമ്പോഴാണ് അതെത്ര പ്രസക്തമാണ് നമ്മൾ അറിയുന്നത്. അതിൻ്റെ സ്ക്രൈബൽ ഇൻ്റർപ്രിട്ടേഷനിലാണ് നമുക്കത് ഈസി ആയിട്ടാണ് തോന്നുന്നത്, അല്ലെങ്കിൽ പ്രയാസമില്ലാത്തതായിട്ട് തോന്നുന്നത്. സ്ക്രൈബൽ ഇൻ്റർപ്രിട്ടേഷൻ അനുസരിച്ച് എനിക്കൊരു പക്ഷേ ആക്ച്വൽ വേൾഡിൽ നടന്നില്ലെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാമായിരുന്നു? സന്തോഷമായിട്ട് ഏതാണെങ്കിൽ ഞാൻ കുത്തിയില്ലല്ലോ, ചത്തില്ലല്ലോ എന്ന് പറയാമായിരുന്നു. വ്യഭിചാരം ഞാൻ ചെയ്തില്ലല്ലോ എന്ന് പറയാമായിരുന്നു. നമ്മൾ ചെയ്തില്ലെങ്കിൽ അത്
പ്രവൃത്തിപഥത്തിൽ വന്നില്ലെങ്കിൽ നമ്മൾ ഫ്രീ ആയിരുന്നു. പക്ഷേ കർത്താവ് പറയാണ്, ഞാനോ നിങ്ങളോട് പറയുന്നത് ആക്ച്വൽ വേൾഡിൽ നിന്ന് റിയൽ വേൾഡിലേക്ക് കയറാനാണ്. സോ ജീസസ് ഈസ് ആസ്കിങ് യു ടു ക്ലൈംബ് ഇൻ ടു ദി റിയൽ വേൾഡ്, നോട്ട് ജസ്റ്റ് സ്റ്റാൻഡ് സംവെയർ ഓൺ ദ റോഡ് സൈഡ് ഓഫ് ദി ആക്ച്വൽ വേൾഡ്. കാണുന്ന ലോകത്തിൻ്റെ ഏതെങ്കിലും വഴിയോരത്ത് നിന്ന് കഴിഞ്ഞിട്ട് ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തെ നിങ്ങൾ ശാസ്ത്രിമാരുടെ വിശകലനത്തിലൂടെ മനസ്സിലാക്കി കുഴപ്പമില്ല എന്ന് പറയുന്നതിന് മുമ്പ് നിങ്ങൾ ആത്മാവിൻ്റെ ലോകത്തിലേക്ക്, ഹൃദയത്തിൻ്റെ ലോകത്തിലേക്ക്, അല്ലെങ്കിൽ എന്താണ് റിയാലിറ്റിയുടെ ലോകത്തിലേക്ക് നിങ്ങളൊന്ന് കയറ്. അവിടെ കയറുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുന്നത്? ഞാനോ നിങ്ങളോട് പറയുന്നത് സഹോദരനോട് കോപിക്കരുത്, സഹോദരനെ നിസാര എന്ന് ഹൃദയത്തിൽ പറയരുത്, സഹോദരനെ മൂഢ എന്ന് വിളിക്കരുത്. ഇതെന്ത് ചെയ്താലും കൊലപാതകത്തേക്കാൾ വലിയ ശിക്ഷയാണ് വരുന്നത്. ഇതിനകത്ത് വളരെ രസകരമായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ കർത്താവ് പറയുന്നു, നിങ്ങൾ കൊല ചെയ്യരുത് എന്ന് പൂർവന്മാരോട് അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. കൊല ചെയ്താൽ എന്തോ സംഭവിക്കും? അവിടെ എഴുതിയിരിക്കുന്ന ഭാഗം നമ്മൾ വായിക്കുമ്പോൾ എന്താ? കൊല ചെയ്താൽ നിങ്ങൾ ന്യായവിധിക്ക് യോഗ്യനാകും എന്ന് അറിയുന്നല്ലോ. അപ്പോൾ കൊല ചെയ്താൽ നമ്മൾ എന്തോ സംഭവിക്കും? ന്യായവിധിക്ക് യോഗ്യനാകും. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊല ചെയ്യുന്ന വ്യക്തികൾ അവിടുത്തെ ലോക്കൽ കോർട്ടാണ്. വാസ്തവത്തിൽ ന്യായവിധി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഒരു കോമൺ ജഡ്ജ്മെൻ്റ് എന്ന് വെച്ചു. സ്വാഭാവികമായി നിയമപ്രകാരം, പഴയ നിയമം വെച്ചിട്ട് ആ നിയമപ്രകാരമുള്ള ഒരു വാട്ട് യു സേ അവരുടെ കോർട്ടിൽ അതിൻ്റെ ആദ്യത്തെ കോമൺ ജഡ്ജ്മെൻറ്റ്, നമ്മളുടെ ഇവിടുത്തെ എന്തുവാ മുൻസിഫ് കോർട്ട് എന്നൊക്കെ പറയുന്ന പോലെ, അവിടെ തന്നെ കാര്യങ്ങൾ തീരുകയാണ്. അതിന് പിന്നെ മറ്റുള്ള കാര്യങ്ങളിലേക്കൊന്നും പോകേണ്ടി വരുന്നില്ല. അവിടെ നിങ്ങൾ പോയി നിൽക്കേണ്ടി വരും, നിങ്ങൾ ആരെയെങ്കിലും കൊല ചെയ്താൽ. പക്ഷേ ഞാനോ നിങ്ങളോട് പറയുന്നത് സഹോദരനോട് കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും. നിങ്ങൾ മനസ്സിലാക്കണം പറയുന്നത്. കൊല ചെയ്യുന്നവൻ എവിടെ പോയി നിൽക്കേണ്ടി വരുമോ അവിടെ ഇപ്പോൾ ആരാ പോയി നിൽക്കുന്നത്? സഹോദരനോട് കോപിക്കുന്നവൻ. അത്രയും മതി. അല്ലാതെ കൂടുതൽ മുന്നോട്ടൊന്നും പോകണ്ട. തുടക്കം തന്നെ എവിടെയാണ്? ഈ പറഞ്ഞ കോർട്ടിലാണ്. കൊലപാതകിക്ക് നോർമൽ കോർട്ട് കൊടുക്കുന്ന ശിക്ഷയാണ് ദൈവത്തിൻ്റെ കോടതിയിൽ കോപിക്കുന്നവന്, സഹോദരനോട് കോപിക്കുന്നവന് കൊടുക്കുന്നത്. ഇനി കുറെ കൂടെ അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ എന്താ? ആക്ച്വൽ വേൾഡിൽ ഒന്നും സംഭവിച്ചില്ല. ഞാൻ വെറുതെ കോപിച്ചതേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. വെറുതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കോപം എന്ന് ഉപയോഗിക്കുന്ന വാക്ക് കുറച്ച് കഠിനമായ വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ദാറ്റ് മീൻസ് വളരെ നിലനിൽക്കുന്നതായ കോപം എന്നുള്ള നിലയിലുള്ള ഒരു വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. നിന്റെ സഹോദരനോട് നിരന്തരമായി അല്ലെങ്കിൽ നിലനിൽക്കുന്നതായ കോപം വെച്ച് പുലർത്തുന്ന വ്യക്തി, പഴയ നിയമത്തിൽ സ്ക്രൈബൽ ഇൻ്റർപ്രിട്ടേഷൻ അനുസരിച്ച് ഒരു മനുഷ്യനെ കൊന്ന വ്യക്തിക്കുള്ള ശിക്ഷയാണ് സഹോദരനോട് നിരന്തരം കോപിക്കുന്നവന് കർത്താവ് നൽകുന്നത്. അതായത് he is asking you to check the motive behind your deed or action. നിങ്ങളുടെ പ്രവൃത്തിക്കും അപ്പുറത്ത് പ്രവൃത്തിയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന മോട്ടിവേഷൻ. ആ മോട്ടിവേഷൻ ആണ് അവിടെയാണ് നിങ്ങൾ പ്യൂരിറ്റി ഉണ്ടാക്കേണ്ടത്. അവിടെ പ്യുവർ ആകുമ്പോഴാണ് നിങ്ങൾ സ്വർഗസ്ഥ പിതാവിൻ്റെ പ്യൂരിറ്റിയോട് അടുക്കുന്നത്. പക്ഷേ പ്രശ്നം അവിടെ അവസാനിക്കുന്നില്ലെന്നുള്ളതാണ്. പ്രവൃത്തിയുടെ പിന്നിലെ മോട്ടിവേഷനെ കുറിച്ച് പറഞ്ഞിട്ട് കർത്താവ് അടുത്ത് പറഞ്ഞതെന്നറിയാമോ? സഹോദരനോട് കോപിക്കുന്നവൻ എല്ലാവരും ന്യായവിധി സഭയ്ക്ക് മുമ്പാകെ നിൽക്കേണ്ടി വരും. അടുത്തതെന്താണ്? സഹോദരനോട് നിസാര എന്ന് പറഞ്ഞാലോ ന്യായാധിപ സഭയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും. കൊലപാതകം ചെയ്യുന്നവന് സാധാരണ യഹൂദമതം നിശ്ചയിച്ചിരിക്കുന്നത് സഹോദരനോട് കോപിക്കുന്നവന് തന്നെ കൊടുത്തിരിക്കുകയാണ്. പക്ഷേ ഇവിടെ കർത്താവ് എന്താ ചെയ്യുന്നറിയാമോ? കുറെ കൂടെ ആഴത്തിലേക്ക് പോവുകയാണ്. എന്താണ്? എന്തുകൊണ്ട് കോപിച്ചു? ബിക്കോസ് യു കൺസിഡർ ഹിം ആസ് സംബഡി ഹൂ ഈസ്, അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് റാഖ എന്ന് പറയുന്ന ഒരു വാക്കുണ്ട്. അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അഗ്ലി എന്നുള്ള വാക്കാണ്. ശരിക്കും പറഞ്ഞാൽ അത്രേ ഉള്ളൂ. അഗ്ലി, യു ആർ അഗ്ലി. സഹോദരനോട് നിസ്സാര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ആർ അഗ്ലി, അത്രേ ഉള്ളൂ. ഞാൻ എന്തുകൊണ്ടാണ് അവനോട് കോപിക്കുന്നത്? ബിക്കോസ് ഈസ് എൻ്റെ സഹോദരൻ എന്ന് വിളിക്കപ്പെടുവാനുള്ള യോഗ്യതയുള്ള ഒരു വ്യക്തിയല്ല അവൻ. ദാറ്റ് ഈസ് മൈ അണ്ടർസ്റ്റാൻഡിങ്. നോക്കെ, ഞാൻ എന്തുകൊണ്ടാണ് കോപിക്കുന്നത്?
അവനെ എങ്ങനെ എനിക്ക് സഹോദരനാക്കാൻ പറ്റുന്നത്? ഹീ ഈസ് അഗ്ലി. അഗ്ലി റാഖ എന്ന് പറഞ്ഞ വാക്കിൻ്റെ പ്രത്യേകത ഏതാണ്? അവൻ നിസാരൻ. അവൻ എൻ്റെ സഹോദരനാകത്തക്ക രീതിയിലുള്ള യോഗ്യതയുള്ള വ്യക്തി അല്ല. അപ്പോൾ അവിടെ എന്താ വരുന്നതെന്നറിയാമോ? കോപത്തിന് പിന്നിൽ വീണ്ടും കുറെ കൂടെ ആഴത്തിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ പറയുകയാണ്, ഹീ ഈസ് നോട്ട് വർതി ടു ബി കോൾഡ് ആസ് മൈ ബ്രദർ ബിക്കോസ് ഹീ ഈസ് സംബഡി ഹു ഈസ് നോട്ട് വർതി. അവൻ യോഗ്യനല്ല, അവൻ അഗ്ലിയാണ്, അവൻ എന്നാണ്, നിസാരനാണ്. കൊലയ്ക്ക് പിന്നിൽ കോപമാണ് കാരണമെങ്കിൽ കോപത്തിന് പിന്നിൽ ഇപ്പോഴത്തെ കാരണം എന്നറിയാമോ? അഹങ്കാരമാണ്, കണ്ടംപ്റ്റ് ആണ്, വേണമെങ്കിൽ അങ്ങനെ പറയാം. അഹങ്കാരമാണ്. ബിക്കോസ് ഐ ആം സംബഡി ബിഗ് ആൻഡ് ഹീ ഈസ് നോട്ട് ആസ് ബിഗ് ആസ് മീ. അതുകൊണ്ട് അവൻ എന്തുണ്ടാകുന്നു? അവൻ പറയുന്നു ഈസ് അഗ്ലി. അപ്പോൾ ഇവിടെ എന്താണ്? ആക്ഷന് പിന്നിലെ മോട്ടിവേഷൻ മാത്രമല്ല, മോട്ടിവേഷന് പിന്നിലെ മോട്ടിവേഷനാണ്. കർത്താവ് പിന്നെ പുറകോട്ട് പോകുന്ന കാണുന്നു. നമ്മൾ മാക്സിമം ഇത്രയും നാൾ പരിശ്രമിച്ചുകൊണ്ടിരുന്നത് എന്താണ്? ആക്ഷന് പിന്നിലെ മോട്ടിവേഷൻ എന്താണെന്ന് ചിന്തിച്ചിട്ടുള്ളൂ. പക്ഷേ കർത്താവ് പറയാണ്, നിന്റെ മോട്ടിവേഷന് പിന്നിലെ മോട്ടിവേഷൻ എന്താണെന്ന് നോക്കണമെന്ന്. നിന്നെ ഒരു പ്രവൃത്തിയിലേക്ക് നയിക്കുന്നതിൻ്റെ പിന്നിലെ മോട്ടിവേഷൻ എന്താണെന്ന് അത് നമ്മളെപ്പോഴും പറയും. ഏത്? നമ്മൾ ഒരു പ്രവൃത്തി മാത്രം നോക്കിയാൽ പോലെ പ്രവൃത്തിക്ക് പിന്നിലെ മോട്ടിവേഷൻ എന്താണ്? പക്ഷേ കർത്താവ് ഇവിടെ കുറച്ചുകൂടെ ആഴത്തിൽ പറയുന്നത് നിന്റെ മോട്ടിവേഷന് പിന്നിലെ മോട്ടിവേഷൻ എന്താണ്, അല്ലെങ്കിൽ നിന്റെ പ്രവൃത്തിയിലേക്ക് നിന്നെ നയിക്കുന്ന നിന്റെ ചിന്തയുടെ മോട്ടിവേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? അതിലേക്ക് നയിക്കുന്നതായ നിന്റെ ധാരണയുടെ പിന്നിലെ പ്രേരക ശക്തി എന്നാണ്. അപ്പോൾ കോപമാണ് ഒരുത്തനെ കൊല്ലാൻ നിന്നെ പ്രേരിപ്പിക്കുന്നതെങ്കിൽ കോപിക്കാൻ നിന്നെ പ്രേരിപ്പിക്കുന്നത് എന്താണ്? എപ്പോഴും കോപിക്കാൻ പ്രേരിപ്പിക്കുന്നത് അവൻ നിന്റെ മുമ്പിൽ നിന്നോട് ചേർന്ന് നിൽക്കാൻ യോഗ്യനല്ലാത്തതുകൊണ്ടാണ്. നമ്മളെക്കാൾ യോഗ്യനായ ഒരു വ്യക്തിയോട് നമ്മൾ എന്ത് ചെയ്യത്തില്ല? കോപിക്കത്തില്ല. അവൻ യോഗ്യനല്ലെന്ന് ചിന്തിക്കുമ്പോൾ നീ അഹങ്കാരിയായിത്തീരുകയാണ്. അപ്പോൾ അഹങ്കാരിയായിത്തീരുമ്പോൾ അവൻ ചെന്ന് നിൽക്കേണ്ടത് ന്യായാധിപ സഭയിലല്ല, ന്യായവിസ്താര സഭയിലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കുറേ കൂടെ മാറി എന്താ, നമ്മളുടെ ഇവിടുത്തെ നോർമൽ കോർട്ടിൽ നിന്ന് ഹൈക്കോർട്ടിലേക്ക് പോകുന്ന പോലെയായി. പക്ഷേ അവിടെ കൊണ്ടും കാര്യങ്ങൾ അവസാനിക്കുന്നില്ല. റാഖ എന്ന് പറയുന്നതും കൊണ്ടും കാര്യം അവസാനിക്കുന്നില്ല. നിസാരം എന്ന് പറയുന്നത് കൊണ്ടും കാര്യം അവസാനിക്കുന്നില്ല. പിന്നെയും പറയുകയാണ്, സഹോദരനെ മൂഢ എന്ന് വിളിച്ചാലോ നീ എവിടെ ചെന്ന് ചേരും? അഗ്നി നരകത്തിന് യോഗ്യനാകും. നോക്ക്, പിന്നെയും കർത്താവ് പുറകോട്ട് പോവാം. എന്തൊരു കഷ്ടമാണെന്ന് പറയാം. ഒരു പരിധി വരെ കോപവും അഹങ്കാരവും ഒക്കെ മാറ്റിയിട്ട് പിന്നെ പറയാണ്, നീ എന്തുകൊണ്ടാണ് അവനെ നിസാരെന്ന് കണക്കാക്കുന്നത്? അപ്പം ആദ്യം എന്തുകൊണ്ടാണ് നീ കൊല്ലുന്നത്? കാരണം നിനക്ക് അവനോട് എന്തുണ്ട്? കോപമുണ്ട്. കർത്താവ് ചോദിക്കുക, അതുപോലെ പുറകോട്ട് പോകും, എന്തുകൊണ്ടാണ് നീ കോപിക്കുന്നത്? അപ്പം നിനക്കെന്തുണ്ട്? നീ അവനെ നിന്റെ സഹോദരൻ എന്ന് വിളിക്കത്തക്ക രീതിയിൽ യോഗ്യനായിട്ട് നീ അവനെ കാണുന്നില്ല. നീ അവനെ അഗ്ലി എന്നാണ് പറയുന്നത്, റാഖ. നീ നിസാരനാണ്. നീ എന്തുകൊണ്ട് അവനെ നിസാരൻ എന്ന് കണക്കാക്കുന്നത്? ബിക്കോസ് നിന്റെ മനസ്സിൽ അവനൊരു മൂഢനാണ്. അപ്പം നിന്നയായി. യു അണ്ടർസ്റ്റാൻഡ്? ഒരാളെ നിന്ദിക്കുന്നത് കൊണ്ടാണല്ലോ അവൻ മൂഢനാണെന്ന് പറയുന്നത്. ഈസ് എ ഫൂൾ. ഫൂൾ എന്ന് പറയുന്നത് കുറച്ചുകൂടെ ആഴമുള്ളൊരു വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. മോറലി അവൻ ഫൂളാണെന്ന്, അല്ലെങ്കിൽ അവൻ എന്താണ്, ഒരു മോറൽ ഡിഫൈൽമെൻ്റ് അവിടെ. അവൻ്റെ സ്വഭാവത്തെ, അവൻ്റെ ജീവിത രീതിയൊക്കെ നമ്മൾ കണ്ടം ചെയ്യുകയാണ്, നമ്മൾ വിധിക്കുകയാണ്. അവൻ ഒരു പക്ഷേ, ഞാൻ പറയുന്നത് അവൻ മോറലി സ്റ്റാൻഡേർഡുള്ള ഒരാളല്ല. അവൻ്റെ സ്വഭാവത്തെ അല്ലെങ്കിൽ സ്വഭാവത്തെ നമ്മൾ എന്ത് ചെയ്യുകയാണ്? കണ്ടം ചെയ്യുകയാണ്. മറ്റുള്ളവരുടെ മുമ്പിൽ അവൻ്റെ പേര് നമ്മൾ എടുത്ത് കളയാണ്. ഈസ് നോട്ട് ഗുഡ്, ഈസ് മോറലി, ഈസ് എ ഫൂൾ. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് അതായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ വീണ്ടും ആഴത്തിലേക്ക് പോവുകയാണ്. അങ്ങനെ വരുമ്പോഴത്തേക്ക് കൊല ചെയ്യുന്നവൻ ന്യായവിസ്താര സഭയിൽ നിന്നാൽ മതി, കോപിക്കുന്നവനും ന്യായവിസ്താര സഭയിൽ നിൽക്കണം. സെയിം കാര്യം. സഹോദരനെ നിസാര എന്ന് വിളിക്കുമ്പോഴത്തേക്ക് ന്യായവിസ്താര സഭയിൽ പോരാ, ഇന്നർ കോർട്ടിലേക്ക് പോകണം, ഹൈക്കോർട്ടിലേക്ക് പോകണം. ഇനി അവനെ കണ്ടം ചെയ്യുകയോടെ ചെയ്തു കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ, സുപ്രീം കോർട്ടിൽ ഫൈനൽ ജഡ്ജ്മെൻറ്റ് വന്നിരിക്കുകയാണ്. പിന്നെ ഒരു കാര്യമില്ല, അഗ്നി നരകത്തിന് അവൻ യോഗ്യനായിത്തീരുകയാണ്. അപ്പോൾ അവിടം തൊട്ടാണ് പ്യൂരിറ്റി ഉണ്ടാകേണ്ടത്. അല്ലാതെ എൻ്റെ പ്രവൃത്തി മാത്രം പ്യുവറായാൽ പോരാ, അതിൻ്റെ പിന്നിലെ മോട്ടിവേഷൻ പ്യുവറായാൽ പോരാ, മോട്ടിവേഷന് പിന്നിലെ മോട്ടിവേഷൻ പ്യുവറാകണം. കുറച്ചുകൂടെ പറഞ്ഞാൽ മോട്ടിവേഷൻ്റെ പിന്നിലെ മോട്ടിവേഷൻ പ്യുവറാണ്. എന്നാലേ നിങ്ങൾക്ക് എന്താകാൻ പറ്റുള്ളൂ?
നിങ്ങൾക്ക് സൽഗുണപൂർണ്ണനാകണമെങ്കിൽ, പിതാവിനെ പോലെ ആകണമെങ്കിൽ, കർത്താവിനെ പോലെ ആകണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്തേ പറ്റുള്ളൂ? ആഴത്തിൻ്റെ ആഴത്തിൽ, ഹൃദയത്തിൻ്റെ ആഴത്തിൽ ഏറ്റവും താഴേക്ക് ഇറങ്ങിച്ചെന്ന് നമ്മളുടെ ചിന്തകളുടെ അങ്ങേ തലയ്ക്കൽ ചെന്ന്, ചിന്തയുടെ അങ്ങേ തലയ്ക്കൽ എന്ന് പറയുമ്പോൾ ഞാൻ കോപിക്കുന്നത് കൊണ്ടാണ് ഞാൻ കൊലപാതകത്തിന് മുതിർന്നതെന്ന് വരെയൊക്കെ എനിക്ക് മനസ്സിലറിയാൻ പറ്റും. പക്ഷേ മനസ്സിലുള്ള അറിവ് മാത്രമല്ല, അതിനും അപ്പുറത്ത് എൻ്റെ അബോധ മനസ്സിൽ കിടക്കുന്ന ചിന്തകൾ അല്ലെങ്കിൽ കണ്ടംപ്റ്റ് നിന്ന അവിടം തൊട്ട് ഞാൻ പ്യൂരിഫൈ ചെയ്തേ പറ്റുള്ളൂ. ഇറ്റ്സ് നോട്ട് ആൻ ഈസി തിങ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കർത്താവിൻ്റെ ന്യായപ്രമാണം എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ പഴയ നിയമത്തിൽ ഭയങ്കര പ്രയാസമായിരുന്നു, പുതിയ നിയമത്തിൽ നല്ല കുഴപ്പമില്ലാതെ പോകാമെന്നല്ല. പുതിയ നിയമത്തിൽ വളരെ പ്രയാസമാണ് ഈ കാര്യങ്ങളെ ചെയ്യാൻ. ഹ്യൂമൻ വേയിൽ അത് ചെയ്യാൻ കഴിയത്തുമില്ല. ഞാൻ അതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് പറയാം. 139 സങ്കീർത്തനം 1-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ അവിടെ ഈ നമ്മളുടെ ഹൃദയത്തെ പ്യുവറാക്കാനുള്ളൊരു മാർഗം അവിടെ പ്രാർത്ഥനയാണ്. യഹോവേ, നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു, എൻ്റെ നിരൂപണം നീ ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്നു, എൻ്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു, എൻ്റെ വഴികളൊക്കെയും നിനക്ക് മനസ്സിലാക്കിയിരിക്കുന്നു. യഹോവേ, നീ മുഴുവനും അറിയാതെ ഒരു വാക്കും എൻ്റെ നാവിൽ ഇല്ല. ഉള്ളിലേക്ക് കയറിപ്പോവുകയാണ്. നീ മുഴുവനും അറിയാതെ ഒരു വാക്കും എൻ്റെ നാവിലില്ല, എൻ്റെ അന്തരിന്ദ്രിയങ്ങൾ. അതുകൊണ്ടാണ് നമ്മളുടെ കള്ളത്തരങ്ങൾ പലതും നമുക്ക് തന്നെ അറിയാൻ വയ്യാത്ത ഒരു സ്റ്റേജുണ്ട്. പ്യൂരിറ്റിയാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ആ ഏറ്റവും ആഴത്തിലേക്ക്, പാപമെന്ന് ഞാൻ പോലും അറിയാതെ എൻ്റെ ഉള്ളിൽ ഒളിഞ്ഞും കിടക്കുന്ന പാപങ്ങൾ, അത് പാപമാണെന്ന് ഞാൻ പോലും അറിയുന്നില്ല, ഞാൻ ചിന്തിക്കുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, നീ എന്തുകൊണ്ട് അവനെ കൊന്നെന്ന് ചോദിച്ചാൽ എനിക്ക് ഭയങ്കര ദേഷ്യം വന്നു, അതുകൊണ്ടാണ് കൊന്നെന്ന് വരെ നമ്മൾ ഒരുപക്ഷെ സമ്മതിച്ചേക്കും. നമ്മുടെ ഏത് പ്രവൃത്തിക്കും പിന്നിലുള്ള നമ്മുടെ മനസ്സിൽ കിടക്കുന്ന ഒരു പാപം വരെയൊക്കെ നമുക്ക് കണ്ടെത്താൻ പറ്റിയേക്കും. പക്ഷേ ഒരു പാപത്തെക്കുറിച്ചും ബോധമില്ലെങ്കിൽ പോലും ഞാൻ പ്യുവറല്ല. കാരണം എൻ്റെ ബോധം തന്നെ പ്യുവറല്ലല്ലോ. എൻ്റെ മനസാക്ഷി, ഞാൻ എൻ്റെ മനസാക്ഷി അനുസരിച്ചാണ് ജീവിക്കുന്നത്. എൻ്റെ മനസാക്ഷിക്ക് വിരുദ്ധമായി ബ്രദറെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ലെന്ന് ഒരാൾ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ മനസാക്ഷി തന്നെ കറപ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ മനസാക്ഷി അനുസരിച്ച് ജീവിച്ചാലെന്നൊന്ന് സ്വർഗത്തിൽ ചെല്ലാമെന്ന് ആരും ചിന്തിക്കേണ്ട. കാര്യം നമ്മുടെ മനസാക്ഷി തന്നെ, ഒരു നോർമൽ മനുഷ്യൻ്റെ മനസാക്ഷി തന്നെ എന്താണ്? ലോകം അതിനെ കറപ്റ്റ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് ഇത് തെറ്റാണ്, ഇത് ദൈവികമല്ല. തെറ്റെന്ന് പറയുമ്പോഴത്തേക്ക് തെറ്റും ശരിയും പോലും നമ്മൾ നിശ്ചയിക്കുന്നത് എന്താണ്? നമ്മുടെ സൊസൈറ്റി നമ്മളോട് പറഞ്ഞ തെറ്റും ശരിയാണ് നമ്മുടെ മനസ്സിൽ ഇപ്പോഴും കിടക്കുന്ന തെറ്റും ശരിയും. ആ തെറ്റും ശരിയും മനസ്സിലാക്കി ശരിയായിട്ട് ജീവിച്ചാൽ പോലും നിങ്ങളുടെ സ്വർഗസ്ഥ പിതാവിനെ പോലെ സൽഗുണപൂർണ്ണനാകത്തില്ല. നിങ്ങളുടെ സ്വർഗസ്ഥ പിതാവിനെ പോലെ സൽഗുണപൂർണ്ണനാകണമെങ്കിൽ നിങ്ങളുടെ അബോധ മനസ്സിൽ പോലും ഒളിഞ്ഞു കിടക്കുന്ന സകല പാപങ്ങളെയും എന്ത് ചെയ്യണം? പ്യൂരിഫൈ ചെയ്യാനായിട്ട് ദൈവത്തെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു അവസ്ഥ. എൻ്റെ കാഴ്ചപ്പാടിലെ പാപങ്ങളുടെ ലിസ്റ്റിൽപ്പെട്ട ചിന്തകളിൽ നിന്ന് മാത്രമല്ല, ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ അത് തെറ്റാണെങ്കിൽ ദൈവത്തിൻ്റെ ദൃഷ്ടിയിലെ പാപങ്ങളുടെ ലിസ്റ്റാണ് നോക്കേണ്ടത്. അല്ലാതെ എൻ്റെ മനസാക്ഷിയിലെ പാപങ്ങളുടെ ലിസ്റ്റല്ല നമ്മൾ നോക്കേണ്ടത്. എൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ ഒളിഞ്ഞു കിടക്കുന്ന അത് ഒരിക്കലും എനിക്ക് പറ്റത്തില്ല. അതുകൊണ്ടാണ് എനിക്കറിയാവുന്ന എൻ്റെ പാപങ്ങളുണ്ട്. നമ്മൾ സങ്കീർത്തനത്തിൽ കഴിഞ്ഞ ദിവസം വായിച്ചല്ലോ, ഞാൻ എൻ്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നുവെങ്കിൽ കർത്താവ് കേൾക്കുകയില്ലായിരുന്നു. അപ്പോൾ ആ അകൃത്യം കരുതി എന്ന് പറഞ്ഞാൽ എനിക്ക് തന്നെ അറിയാം എൻ്റെ ഹൃദയത്തിൽ എന്തോ ഉണ്ടെന്ന്, അകൃത്യമുണ്ടെന്ന്. പക്ഷേ സിൻസിയറായിട്ടുള്ള പല വിശ്വാസികളുടെയും പ്രശ്നം എന്നാണെന്നറിയാമോ? അവരുടെ ഹൃദയത്തിൽ അകൃത്യം ഒളിഞ്ഞു കിടക്കുന്നത് അവർ തന്നെ അറിയുന്നില്ല. അതറിയണമെങ്കിൽ കർത്താവെ നീ എന്നെ ശോധന ചെയ്താലേ പറ്റുള്ളൂ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് ഒഴികെ നമ്മളുടെ ഒരു അനാലിസിസിലൂടെയോ നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മൾ എത്ര കടന്നു കയറിയാലോ, ഒരു സൈക്യാട്രി പഠിച്ചിട്ട് ഒരാൾ നോക്കിയാലോ, ഹിപ്നോട്ടൈസ് ചെയ്താലോ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റുന്നതല്ല. ഹിപ്നോട്ടൈസ് ചെയ്താൽ ഒരു പക്ഷേ നിങ്ങളുടെ കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾക്കുണ്ടായിട്ടുള്ള ചില മുറിവുകളൊക്കെ ചിലപ്പോൾ ഒക്കെ നിങ്ങൾ ഉറക്കത്തിൽ പറഞ്ഞെന്നിരിക്കും. പക്ഷേ അതിനും അപ്പുറത്താണ് നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്നതായ പാപത്തിൻ്റെ മോഹം എന്ന് പറയുന്നത്. കാര്യം അത് പാപമാണെന്നെങ്കിലും എൻ്റെ മനസ്സിലുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അതിൽ നിന്ന് എനിക്കൊരു വിമോചനം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ദാറ്റ്സ് ദ റീസൺ വൈ യു നീഡ് ടു അലൗ ജീസസ് ടു സെർച്ച് യുവർ ഇന്നർ ഹാർട്ട്. 51-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്ന ഒരു കാര്യം അതാണ്, അന്തർഭാഗത്തിലെ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നത്, അല്ലാതെ എന്താ എൻ്റെ ഹൃദയത്തിലെ സത്യം മാത്രമല്ല, അന്തർഭാഗത്ത് മൈ ഇന്നർ ഹാർട്ട്, ഏറ്റവും ആഴത്തിൽ
അവിടെയാണ് ശുദ്ധീകരണം നടക്കേണ്ടത്. അവിടെ ശുദ്ധീകരണം നടക്കുമ്പോഴാണ് അതെങ്ങനെ പറ്റുള്ളൂ. ഇറ്റ് ഈസ് ഓൺലി വെൻ യു ആർ സറണ്ടറിങ് യുവർ സെൽഫ് ടു ദ ഹോളി സ്പിരിറ്റ് ആൻഡ് ഗോസ് ആൻഡ് ദ സ്പിരിറ്റ് റിയലി സെർച്ച് യുവർ ഇന്നർ ഹാർട്ട്. അതുകൊണ്ടാണ് കർത്താവ് എന്നെ നീ നന്നായി ശോധന ചെയ്യണമെന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ 130 സങ്കീർത്തനത്തിൽ വായിക്കുന്ന അതാണ്. എൻ്റെ നിരൂപണം നീ ദൂരത്ത് ഗ്രഹിക്കുന്നു, എൻ്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു, എൻ്റെ വഴികളൊക്കെയും നിനക്ക് മനസ്സിലായിരിക്കുന്നു. യഹോവേ, നീ മുഴുവനും അറിയാതെ ഹൃദയത്തിൻ്റെ ആഴത്തിലേക്ക് ഞാൻ ഇരിക്കുന്നത് എഴുന്നേൽക്കുന്നത് നീ അറിയുന്നു. എൻ്റെ ഹൃദയത്തെ നീ ശോധന ചെയ്യുന്നു, എൻ്റെ അന്തരേന്ദ്രിയങ്ങളെ നീ ശോധന ചെയ്യുന്നു. അപ്പോഴെന്താ, അതിൽ നിന്ന് നമുക്ക് ഒടുവിൽ കർത്താവിനെ അത് അനുവദിക്കുമ്പോൾ നമ്മൾ ജെറമയായുടെ പുസ്തകം 9-ാം അധ്യായത്തിൽ പറഞ്ഞൊരു വാക്കുണ്ടല്ലോ, എന്താണ്? ഹൃദയത്തിൻ്റെ പരിച്ഛേദന. ജോവലിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് വസ്ത്രങ്ങളെയല്ല ഹൃദയങ്ങളെ തന്നെ കീറി ഒരു ഹാർട്ട് സർജറി നടക്കണം. കാരണം നമ്മുടെ നോർമൽ ബുദ്ധിക്ക് ആക്ച്വൽ വേൾഡിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ മാത്രം, അതാണ് നാച്ചുറൽ മാൻ്റെ പ്രശ്നം. അതാണ് സ്വാഭാവിക മനുഷ്യൻ എന്താണ് ആക്ച്വൽ വേൾഡിൽ നടക്കുന്ന പാപങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുമ്പോൾ, ഒരു സ്പിരിച്വൽ മാൻ എന്ത് ചെയ്യുന്നു? ആക്ച്വൽ വേൾഡിൽ നടക്കുന്നതല്ല, റിയൽ വേൾഡിൽ നടക്കുന്ന പാപങ്ങളുടെ അല്ലെങ്കിൽ അവൻ്റെ ഹൃദയത്തിൻ്റെ, അതാണ് റിയൽ വേൾഡ്. ആ റിയൽ വേൾഡിലേക്ക് ഇറങ്ങിച്ചെന്ന് ഏറ്റവും ആഴത്തിൽ പരിശുദ്ധാത്മാവ് അവനെ മാറ്റുന്ന ഒരു കാര്യം അവൻ്റെ അവൻ്റെ പ്രവൃത്തിയല്ല. ഓഫ് കോഴ്സ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആക്ച്വൽ വേൾഡിനെയും റിയൽ വേൾഡിനെയും നമ്മൾ ഫ്യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത്. ഓഫ് കോഴ്സ് പ്രവൃത്തി എന്ന് പറയുന്നതിന് വലിയ പ്രശ്നമാണ്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. ഇല്ലെന്ന് പറയുന്നെങ്കിൽ നമ്മൾ വെറും ഒരു വിഡ്ഢിയാണ്. എന്തായി ആക്ച്വൽ വേൾഡിൽ നടക്കുന്നൊന്നും കാര്യങ്ങളൊന്നും വിഷയമല്ല. വാട്ട് ഹാപ്പൻസ് ഇൻ യുവർ ഇന്നർ വേൾഡ്. ഇനി ഇന്നർ വേൾഡിൽ നടക്കുന്ന അല്ലെങ്കിൽ റിയൽ വേൾഡിൽ നടക്കുന്നതിൻ്റെ നാച്ചുറലായിട്ടുള്ള ഒരു കോൺസിക്വൻസ് അല്ലെങ്കിൽ റെസ്പോൺസ് മാത്രമാണ് വാസ്തവത്തിൽ ആക്ച്വൽ വേൾഡിൽ നടക്കുന്നത്. പ്യൂരിറ്റി ഉണ്ടാകേണ്ടത് എവിടെയാണ്? റിയൽ വേൾഡിലാണ്. റിയൽ വേൾഡിൽ പ്യുവർ ആണെങ്കിൽ ആക്ച്വൽ വേൾഡിൽ നിങ്ങൾക്ക് ഒരു പ്രതിസന്ധി ഉണ്ടാകുന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ കൊലപാതകത്തെക്കുറിച്ച് പറയുന്നതായ ഈ ഭാഗത്ത് കർത്താവ് നമ്മളെ എന്ത് ആവശ്യപ്പെടുന്നത്? ഹൃദയത്തിൻ്റെ ആഴത്തിലേക്ക്. അപ്പോൾ ഗിരിപ്രഭാഷണത്തിലെ തത്വങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ, പ്രത്യേകിച്ച് ശാസ്ത്രിമാരുമായുള്ള ബന്ധത്തിൽ പറയുമ്പോൾ അവിടെ പറയുന്നത്, ഞാൻ വന്നത് നിങ്ങൾക്ക് ആക്ച്വൽ വേൾഡിൽ നിങ്ങളെ പ്യുവറാക്കാൻ മാത്രമല്ല, ഐ ആം ലുക്കിംഗ് ഫോർ എ പ്യുവർ ഹാർട്ട് ഓർ ദി ഇന്നർ ബീയിങ്. നിങ്ങളുടെ അന്തരേന്ദ്രിയത്തിൽ ഏറ്റവും ആഴത്തിൽ നിങ്ങളുടെ റിയൽ വേൾഡിലേക്ക് കടന്നു വന്ന് നിങ്ങളെ ശുദ്ധീകരിക്കാനാണ്. അതിനാണ് നമുക്ക് നിയമം കർത്താവ് തന്നിരിക്കുന്നത്. ഇപ്പം മനസ്സിലാക്കുക എത്ര ആഴത്തിലാണ് നമ്മൾ കാര്യങ്ങൾ അറിയേണ്ടതെന്ന് നിങ്ങൾ തിരിച്ചറിയുക. പ്രവൃത്തിയുടെ പിന്നിലെ കോപവും, കോപത്തിന് പിന്നിലെ അഹങ്കാരവും, അഹങ്കാരത്തിന് പിന്നിലെ നിന്ദയും. ഒരു ചെറിയ ഉദാഹരണം അവിടെ പറഞ്ഞുള്ളൂ, ഒറ്റ കാര്യം. പക്ഷെ അവിടെ ആ ഒരൊറ്റ ഉദാഹരണം കൊണ്ട് തന്നെ കർത്താവ് എന്ത് ചെയ്യുകയാണ്? നമ്മളുടെ ഓരോ നിയമത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടിൽ നമ്മൾ ആലോചിക്കേണ്ടതാണ്. ദൈവത്തിൻ്റെ മനസ്സെന്താണ്? ദൈവം നൽകുന്ന നിയമങ്ങളിൽ ദൈവത്തിൻ്റെ മനസ്സെന്താണ്? എത്രത്തോളം ആഴത്തിലുള്ള പ്യൂരിറ്റി കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്? എത്രത്തോളം ആഴത്തിലേക്ക് പോയാൽ നമുക്ക് സ്വർഗസ്ഥ പിതാവിൻ്റെ പ്യൂരിറ്റിയിലേക്ക് വന്നു ചേരാൻ കഴിയും? ഒരിക്കലും ആക്ച്വൽ വേൾഡിൽ പ്യുവർ ആയതുകൊണ്ട് നമുക്ക് എന്താകാൻ പറ്റത്തില്ല, സ്വർഗസ്ഥ പിതാവിൻ്റെ പ്യൂരിറ്റിയിലേക്ക് വരാൻ കഴിയത്തില്ല. നിങ്ങളുടെ പിതാവ് ആയിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണ്ണർ ആകേണ്ടതിന്. അതുകൊണ്ടാണ് കർത്താവ് നമ്മളെ പണിയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് ഗിരിപ്രഭാഷണത്തിൽ പറയുന്ന ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ച് നോക്കാം. അടുത്ത 5-ാം അധ്യായത്തിൻ്റെ 23 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഒന്ന്, ഇവിടെ ഇന്നർ വേൾഡിലുള്ള ഹൃദയത്തിൻ്റെ ആഴത്തിലുള്ള നമ്മുടെ കാപട്യങ്ങളെല്ലാം പൊളിച്ചു കാട്ടാനായിട്ട് കർത്താവ് ഉപയോഗിച്ചതായ ഒരു സന്ദേശമാണത്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഹൃദയത്തിൽ ഈ പറയുന്ന പ്യൂരിറ്റി ഉള്ളവർ അല്ല. അതുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ ഹൃദയത്തിൻ്റെ പ്യൂരിറ്റിയാണ്. അടുത്തത്, നമ്മൾ പലപ്പോഴും നമുക്കുണ്ടാകാൻ പറ്റുന്ന ഒരു അപകടമാണ് യാഗം അല്ലെങ്കിൽ ആരാധന എന്ന് പറയുന്ന കാര്യത്തിലെ അമിതമായി നമ്മൾ അതിന് കൊടുക്കുന്നതായ അല്ലെങ്കിൽ പ്രയോറിറ്റി സെറ്റിങ്ങിൽ എന്താണ് ഏറ്റവും വലുതെന്നുള്ളത്. ഇവിടെ നമ്മൾ 23-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ, ആകയാൽ നിന്റെ വഴിപാട് യാഗപീഠത്തിൽ കൊണ്ടുവരുമ്പോൾ സഹോദരന് നിന്റെ നേരെ വല്ലതും ഉണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ നിന്റെ വഴിപാട് അവിടെ യാഗപീഠത്തിൻ്റെ മുമ്പിൽ വെച്ചേച്ച് ഒന്നാമത് ചെന്ന് സഹോദരനോട് നിരന്നുകൊള്ളുക. നോക്ക്,
നിന്റെ പ്രതിയോഗിയോടുകൂടെ വഴിയിലുള്ളപ്പോൾ തന്നെ വേഗത്തിൽ അവനോട് ഇണങ്ങിക്കൊള്ളുക, അല്ലാഞ്ഞാൽ പ്രതിയോഗി നിന്നെ ന്യായാധിപനും ന്യായാധിപൻ ചേവകനും ഏൽപ്പിച്ചിട്ട് നീ തടവിലാകും. ഒടുവിലത്തെ കാശ് പോലും കൊടുത്തു തീരുവോളം നീ അവിടെ നിന്ന് പുറത്തു വരികയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. മറ്റൊരു പാസേജാണ്. ഇവിടെ ഇത് പറയുമ്പോൾ ഒരുപക്ഷെ കർത്താവിൻ്റെ മനസ്സിലെന്താണ്, അല്ലെങ്കിൽ യഹൂദന്മാരായ ശിഷ്യന്മാരോട് പറയുമ്പോഴത്തേക്ക് ഒരു പക്ഷേ അവർക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നൊരു കാര്യമുണ്ട്. ഇത് പാഷ്കൽ ലാമ്പ് അല്ലെങ്കിൽ പെസഹ കുഞ്ഞാറിനെ ഇറക്കാനായിട്ട്, യാഗം അർപ്പിക്കാനായിട്ട് ഒരു പുരോഹിതൻ്റെ അടുത്ത് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ, നമ്മൾ ഓൾഡ് ടെസ്റ്റമെന്റിലെ ഒരു നിയമമുണ്ട്, അവിടെ കൊണ്ടുവരുന്ന സമയത്ത് നിൻ്റെ വീട്ടിൽ പുളിപ്പ് വല്ലതും ബാക്കിയുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം ചെന്ന്, കാര്യം എന്താണ്, ഇത് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ഉത്സവമാണ്. പുളിപ്പ് ബാക്കിയുണ്ടെങ്കിൽ ആദ്യം അത് കംപ്ലീറ്റ് ക്ലിയർ ചെയ്തെങ്കിലേ പറ്റൂ. ഇതേപോലെ നീ ആരാധനയ്ക്ക് വേണ്ടി യാഗവസ്തുവുമായിട്ട് വരുമ്പോൾ, എങ്ങനെയുള്ള യാഗവസ്തുവാണ്? പാപപരിഹാരത്തിന് വേണ്ടിയുള്ള യാഗവസ്തുവുമായിട്ട് വരുമ്പോൾ, ആരാധന കഴിച്ചേച്ച് പോയാൽ കർത്താവ് നിൻ്റെ പാപം ക്ഷമിക്കുമെന്ന് ചിന്തിച്ചാൽ തെറ്റിപ്പോയി. ആരാധനയേക്കാൾ വലുതാണ് ബന്ധം, ആരാധനയേക്കാൾ വലുതാണ് സാഹോദര്യം. നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് പലപ്പോഴും ഉണ്ടാകുന്നൊരു പ്രശ്നം ആരാധനയാണ് വലുതെന്നുള്ള ഒരു ചിന്തയാണ്. ഇവിടെ കൃത്യതയോടുകൂടെ കർത്താവ് ഓർപ്പിക്കുകയാണ്, നീ ആരാധനയ്ക്ക് ചെല്ലുമ്പോൾ നിൻ്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നിയാൽ, നിൻ്റെ സഹോദരനുമായിട്ടുള്ള ബന്ധം ശരിയല്ലെന്ന് നിനക്കൊരു ഓർമ്മ വന്നാൽ, പല സമയത്തും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ നമ്മളെ ഓർപ്പിക്കും, ഇന്ന വ്യക്തിയുമായിട്ടുള്ള നിൻ്റെ ബന്ധം ശരിയല്ല. അപ്പോൾ നമ്മൾ പലപ്പോഴും പറയുന്നത് എന്താ, അത് ഞാൻ പിന്നെ പറയുന്നത് ശരിയായിക്കോളാം കർത്താവ്, ഇപ്പം ഞാനൊന്ന് ആരാധിക്കട്ടെ എന്നാണ്. പക്ഷെ കർത്താവ് പറയുന്നത്, നീ ആരാധനയ്ക്ക് കൂടിയില്ലെങ്കിലും വേണ്ടുകയില്ല, നീ എന്ത് ചെയ്യുക? ആദ്യം ചെന്ന് നിൻ്റെ സഹോദരനോട് കാര്യങ്ങൾ പറഞ്ഞ് നിരന്നുകൊള്ളുക, പിന്നെ വന്ന് ആരാധന കഴിച്ചാൽ മതി. യാഗമാണ്, ആരാധനയാണ് വലുത് എന്നുള്ള ഒരു നോർമൽ ജൂയിഷ് അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ നേരെ വിപരീതമായിട്ടാണ് കർത്താവ് ഇവിടെ പറയുന്നത്. പഴയ നിയമത്തിലാണെങ്കിലും ശൗലിൻ്റെ കാര്യം നമുക്കറിയാമല്ലോ. ശൗൽ യുദ്ധത്തിന് പുറപ്പെടാൻ ചെന്ന സമയത്ത് ശൗൽ തന്നെ കയറി യാഗം കഴിക്കുന്നു, ഇത് നമുക്കറിയാം. പക്ഷെ ശൗൽ എന്തുകൊണ്ടാണ് യാഗം കഴിച്ചത്? അവൻ അഹങ്കാരം കാണിച്ചതാണെന്ന് പറയാൻ പറ്റത്തില്ല. ശരിക്കും അവിടെ എഴുതിയിരിക്കുന്നത്, ശമൂവേലിനോട് അവൻ പറയുകയാണ്, ജനം എന്നെ വിട്ടുപിരിയുന്നു എന്നും യാഗം കഴിക്കാൻ നീ വരുവാൻ താമസിക്കുന്നുവെന്നും ഞാൻ കണ്ടതുകൊണ്ട് ഞാൻ കയറി യാഗം കഴിച്ചെന്നാണ്. അവൻ്റെ മനസ്സിലെ പൂർണ്ണമായ ഒരു തിരിച്ചറിവുണ്ട്, യുദ്ധത്തിന് മുമ്പ് എന്ത് ചെയ്തിരിക്കണം? യാഗം കഴിച്ചിരിക്കണം. ഭയങ്കര റിലീജിയസ് ആണ് അവൻ. കാര്യം യാഗം കഴിക്കാതെ പോയി കഴിഞ്ഞാൽ എന്തുണ്ടാകത്തില്ല? യുദ്ധം ചെയ്യിക്കാൻ പറ്റത്തില്ല. അപ്പം ജനങ്ങൾ വന്നിരിക്കുകയാണ് യുദ്ധത്തിന് വേണ്ടി. ശമൂവേലാണ് ഈ പറഞ്ഞ സമയം കഴിഞ്ഞിട്ട് എന്ത് ചെയ്തിട്ടില്ല? വന്നിട്ടില്ല. അപ്പം ഇവൻ്റെ റിലീജിയസ് മൈൻഡിൽ നിന്ന്, കള്ളത്തരമൊക്കെ കാണുമായിരിക്കും, അത് വേറെ കാര്യം, പക്ഷേ ഇവൻ്റെ റിലീജിയസ് മൈൻഡിൽ നിന്ന് അവൻ പറയാണ്, അയ്യോ ആളുകളെ, നിങ്ങളാരും പോകല്ലേ, കുഞ്ഞുങ്ങളെ നിൽക്കേ, ശമൂവേൽ ഇപ്പം വരുമായിരിക്കും എന്ന് പറഞ്ഞ് എന്താ ഫൈനൽ കോൾ കൊടുത്തിട്ടും ശമൂവേൽ കാണുന്നില്ല. ശമൂവേൽ ഇപ്പം വരുമായിരിക്കുമെന്ന് കുറേ നേരം കഴിഞ്ഞപ്പോൾ ജനങ്ങളൊക്കെ പറയാൻ തുടങ്ങി, എന്നാൽ ഞങ്ങൾ പോവാം, ഇനി യുദ്ധമൊക്കെ പിന്നെ. കാര്യം അന്ന് ഈ ഒരു സംഘടിതമായ സൈന്യമൊന്നുമില്ല, ഒന്നാമത്തെ കാര്യം. അതുകൊണ്ട് യുദ്ധം ചെയ്യണമെന്ന് പറയുമ്പോഴത്തേക്ക് പെട്ടെന്ന് ആളുകളെല്ലാം കൂടെ, നാട്ടുകാരെല്ലാം ചെറുപ്പക്കാരെല്ലാം കൂടെ ഓടിക്കൂടിയാണ് യുദ്ധം ചെയ്യാൻ വരുന്നത്. അങ്ങനെ യുദ്ധം ചെയ്യാനായിട്ട് വന്ന പടയാളികളായ ജനങ്ങൾ, സിവിലിയൻ സോൾജേഴ്സ്, വേണമെങ്കിൽ യു ക്യാൻ കോൾ ഇറ്റ് ലൈക്ക് ദാറ്റ്, ആ സിവിലിയൻസ് എല്ലാം കൂടെയാണ് വന്നിരിക്കുന്നത്. പക്ഷേ ദേ ആർ സോൾജേഴ്സ്, പക്ഷെ അവർ ട്രെയിൻഡ് ഒന്നുമല്ല. അപ്പോൾ ഇവർ ആവേശത്തോടുകൂടി യുദ്ധം ചെയ്യാൻ വന്നു. പക്ഷേ അന്നേരം എല്ലാവരും ഓർക്കുന്നത് പശുവിനെ അഴിച്ചു കെട്ടിയില്ല, അല്ലെങ്കിൽ എ ലോട്ട് ഓഫ് തിങ്സ് ദേ വർ ഡൂയിങ്. അവർ പറഞ്ഞില്ല, ഇനി ശമൂവേൽ വരട്ടെ, നമുക്ക് പിന്നെ പെതിയെ പോകാം. പക്ഷേ ജനം ചിതറുന്നു എന്ന് കണ്ടപ്പോഴത്തേക്ക് അവൻ പറഞ്ഞു, എന്നൊരു കാര്യം ചെയ്യാം, പേടിക്കണം, നമുക്കൊരു കാര്യം ചെയ്യാം, ഞാൻ തന്നെ യാഗം കഴിച്ചോളാം. അപ്പോൾ അവൻ്റെ ആ റിലീജിയസ് മൈൻഡിൽ നിന്നാണ് ഇവൻ എന്ത് ചെയ്യുന്നത്? ചാടിക്കയറി യാഗം കഴിക്കുന്നത്. കാര്യം അവൻ ചിന്തിച്ചു യാഗമാണ് ഏറ്റവും വലുതെന്ന്. ശമൂവേലിനോട് പറയുന്നത് അതാണ്, യാഗം കഴിക്കാതെ എങ്ങനെയാണ് യുദ്ധത്തിന് പോകാൻ പറ്റുന്നത്? നിന്റെ വരവ് താമസിക്കുന്നു, യുദ്ധം ചെയ്യണ്ടേ, അതുകൊണ്ട് ഞാൻ കയറി യാഗം കഴിച്ചെന്നുള്ളതേ ഉള്ളൂ. ശൗൽ എന്താ പറയുന്നത്? അനുസരിക്കുന്നത് യാഗത്തെക്കാളും, ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത്, ഉത്തമമായത്. പ്രയോറിറ്റി തിരിഞ്ഞു മറിയുക. എന്താണ് പ്രയോറിറ്റി? പ്രയോറിറ്റി അനുസരണമാണ്, അല്ലാതെ യാഗമല്ല. പ്രയോറിറ്റി ശ്രദ്ധിക്കുന്നതാണ്, അല്ലാതെ മുട്ടാടുകളുടെ മേധസ്സല്ല. ഇത് തന്നെ കർത്താവ് ഇവിടെ പറയുന്നത്. കർത്താവ് യാഗം കഴിക്കണ്ട എന്ന് പറഞ്ഞില്ല, ആരാധിക്കണ്ട എന്ന് പറഞ്ഞില്ല, യോഗത്തിന് പോകണ്ട എന്ന് പറഞ്ഞില്ല, പാട്ട് പാടണ്ട എന്ന് പറഞ്ഞില്ല, കൈ കൊട്ടണ്ട എന്ന് പറഞ്ഞില്ല, അന്യഭാഷ പറയരുതെന്ന് പറഞ്ഞില്ല, ഒന്നുമില്ല. കർത്താവ് പറഞ്ഞ എല്ലാം നല്ലതാണ്, എല്ലാം ആവശ്യമാണ്. പക്ഷേ പ്രയോറിറ്റി സെറ്റ് ചെയ്യുമ്പോൾ
കൈയടിക്കുന്നതും അന്യഭാഷ പറയുന്നതൊന്നും അല്ല പ്രയോറിറ്റി. എന്ത്? നിൻ്റെ സഹോദരനുമായി നിനക്കുള്ള ബന്ധമാണ് പ്രയോറിറ്റി. ഇത് നമ്മൾ മനസ്സിലാക്കിയായിരുന്നെങ്കിൽ എങ്ങനെയാണ് നമുക്ക് പ്രശ്നം ഉണ്ടാകുന്നത്? നമ്മുടെ വീടുകളിലും നമ്മുടെ സഭയിലും നമ്മുടെ സമൂഹത്തിലും ഒക്കെ എന്തോരം ഡിഫറൻ്റ് ആയിരുന്നേനെ നമ്മുടെ ലൈഫ്. അതുകൊണ്ട് കർത്താവ് പറയുന്ന ഈ കാര്യം, അവിടെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് നിൻ്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ന് തോന്നിയാൽ അതാ ഏറ്റവും വലിയ പ്രശ്നം. പലപ്പോഴും ആളുകൾ പറയുന്നത് അതിപ്പോൾ ഞാനെങ്ങനെ അറിയുന്നു, എനിക്കാരോടും ഒരു പ്രശ്നവും ഇല്ല. നമ്മളെപ്പോഴും പറയും എനിക്കാരോടും ഒരു പ്രശ്നവും ഇല്ല, അതുകൊണ്ട് ഞാൻ പിന്നെ എനിക്ക് പ്രശ്നം ഉണ്ടായെങ്കിലല്ല ഉള്ളൂ. പക്ഷേ കർത്താവ് പറയുന്നത് നിനക്ക് ആരോടെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ പറഞ്ഞു തീർക്കാനല്ല പറയുന്നത്. അതായിരുന്നെങ്കിൽ വളരെ ഈസി ആയിരുന്നു. പക്ഷെ ഇവിടെ എന്താ പറയുന്നത്? നിൻ്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും ഉണ്ടെന്ന് നിനക്ക് തോന്നിയാൽ മതി. ആ സഹോദരനോട് വല്ല പ്രശ്നമുണ്ടോ? എന്താ കഴിഞ്ഞ പ്രാവശ്യം കണ്ടപ്പോൾ എന്നെ മിണ്ടാതെ പോയത്? എന്താ അദ്ദേഹം സംസാരിച്ചപ്പോഴത്തേക്ക് ഫോണിൽ കൂടി അങ്ങനെ പറഞ്ഞത്? ചെറിയ കാര്യമാണ്. എൻ്റെ സഹോദരന് എൻ്റെ സഹോദരിക്ക് എന്നോട് എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നിയാൽ ഞാൻ യാഗവസ്തു അവിടെ വെച്ചേച്ച് ആദ്യം പോയി എന്ത് ചെയ്യണം? എൻ്റെ സഹോദരനോട് നിരന്നു കൊള്ളണം. അവിടെ നമ്മൾ വെട്ടിലാകുന്ന ഒരു കാര്യം ഇതാണ്. എന്നു വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സഹോദരൻ എന്നോട് എന്തെങ്കിലും ഉണ്ടോ എന്ന് തിരിച്ചറിയേണ്ട ചുമതല വരെ എൻ്റെയാണ്. ഇറ്റ് ഈസ് മൈ റെസ്പോൺസിബിലിറ്റി ടു നോ വെദർ മൈ ബ്രദർ ഹാസ് സംതിങ് അഗൻസ്റ്റ് മീ. അല്ലാതെ അവൻ പറയുകയല്ല. പലപ്പോഴും ആളുകൾ പറയത്തില്ല, അത് ഞാൻ സെൻസ് ചെയ്തേ പറ്റുള്ളൂ. അതാണ് സാഹോദര്യം. എൻ്റെ സഹോദരൻ എന്നോട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സെൻസ് ചെയ്യാൻ കഴിയത്തക്ക രീതിയിലുള്ള സെൻസിറ്റിവിറ്റിയാണ് ആത്മീയത എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് സ്പിരിച്വാലിറ്റി. ആ സ്പിരിച്വാലിറ്റി സൂക്ഷിക്കുമ്പോൾ സഹോദരനും എനിക്കും മധ്യത്തിൽ ഒന്നുമില്ലാത്ത ഒരു സ്റ്റേജിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു? ഞങ്ങളുടെ ഇടയ്ക്കുള്ള കാര്യത്തെ നീക്കിക്കളയേണ്ടതിന് അവനുമായിട്ട് ചെന്ന് നിരന്നുകൊള്ളുന്നു, റെക്കൺസൈൽ ചെയ്യുന്നു. ശരിക്കും നമ്മൾ നീതീകരണത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ പഠിച്ച വാക്കുണ്ടല്ലോ, സെദാക്ക എന്ന് പറയുമ്പോഴത്തേക്ക് സീയിങ് ദാറ്റ് ദർ ഇസ് നത്തിങ് ബിറ്റ്വീൻ യു ആൻഡ് ദി അതർ പേഴ്സൺ. അതാണ് റെക്കൺസിലിയേഷൻ എന്ന് പറയുന്നത്. അതാണ് നിരപ്പ് പ്രാപിക്കുക എന്ന് പറയുന്നത്. എനിക്കും ദൈവത്തിനും മധ്യത്തിൽ എന്തുണ്ടോ അതിനെയെല്ലാം മാറ്റി എനിക്കും ദൈവത്തിനും മധ്യത്തിൽ ആക്സസ് ഉണ്ടാക്കുന്നതാണ് ദൈവത്തോടുള്ള എൻ്റെ നിരപ്പെന്ന് പറയുന്നത്. ഞാൻ ദൈവത്തോട് നിരന്നാൽ മാത്രം പോരാ, ആരോടും നിരക്കണം, എൻ്റെ സഹോദരനോടും നിരക്കണം. എന്താണ് നിരക്കുക എന്ന് പറഞ്ഞാൽ എനിക്കും എൻ്റെ സഹോദരൻ്റെ മധ്യത്തിൽ ഇടയ്ക്കൊന്നുമില്ല എന്ന് തിരിച്ചറിയുന്നതായ ഒരവസ്ഥ. ഐ നീഡ് ടു നോ ദാറ്റ് ദർ ഇസ് നത്തിങ് in between me and my brother. നോക്ക്, that is my responsibility. എനിക്കാണ് മനുഷ്യനും ഇടയിൽ, എൻ്റെ സഹോദരനും ഞാനും ഉള്ള ബന്ധത്തിൽ എനിക്ക് എന്തുണ്ടാകാൻ പാടില്ല? യാതൊരു തടസ്സവും ഉണ്ടാകാതെ ഉള്ള ഒരു ആത്മീയ അവസ്ഥ. ദാറ്റ് ഈസ് സ്പിരിച്വാലിറ്റി. അപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? നമ്മുടെ സ്വർഗസ്ഥ പിതാവിനെ പോലെ പെർഫെക്റ്റ് ആകുവാനായിട്ട് പറ്റുന്നത്. ഞാനും ദൈവവുമായിട്ടുള്ള ബന്ധം മാത്രം നോക്കിയാൽ എനിക്കൊരിക്കലും എൻ്റെ സ്വർഗസ്ഥ പിതാവിനെ പോലെ പ്യുവർ ആകാനായിട്ട്, പെർഫെക്റ്റ് ആകാനായിട്ട്, സൽഗുണപൂർണ്ണനാകാനായിട്ട് കഴിയത്തില്ല. ഇത് പലപ്പോഴും നമ്മളെ വെട്ടിലാക്കുന്ന ഒരു വലിയൊരു പ്രശ്നമാണ്. കാരണം നമ്മളിൽ മിക്കവരും ചിന്തിക്കുന്നത് ഒരു ഈസ്റ്റേൺ ചിന്ത അനുസരിച്ച് അതൊരു വിഷയമല്ല, എൻ്റെ ചുറ്റുപാടുള്ളവർ എനിക്ക് വിഷയമല്ല. പക്ഷേ ക്രിസ്ത്യാനിറ്റിയിൽ അതല്ല. ക്രിസ്ത്യാനിറ്റിയിൽ നിരപ്പ് എന്ന് പറയുന്നത് എന്താണ്? ദൈവവും മനുഷ്യനും തമ്മിൽ മാത്രമല്ല, മനുഷ്യനും തമ്മിലാണ്. ഇത് രണ്ടുമുണ്ട്. അങ്ങനെ ഒരു ഡിഫറെൻറ്റ് ഫേസ് ഉണ്ട്. ഇനി മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് അങ്ങനെ നീ നിരപ്പ് പ്രാപിക്കുക. ഇനി അതിന് കഴിയുന്നില്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രോബ്ലമാണ് പറയുന്നത്. വീണ്ടും അടുത്ത വാക്യം വേഴ്സ് 25 നമ്മൾ വായിക്കുമ്പോൾ, നിന്റെ പ്രതിയോഗിയോടുകൂടെ വഴിയിൽ ഉള്ളപ്പോൾ തന്നെ വേഗത്തിൽ അവനോട് ഇണങ്ങിക്കൊള്ളുക, അല്ലാഞ്ഞാൽ പ്രതിയോഗി നിന്നെ ന്യായാധിപൻ ചേവകനും ഏൽപ്പിച്ചിട്ട് നീ തടവിലായിപ്പോകും. ഒടുവിലത്തെ കാശ് പോലും കൊടുത്തു തീരുവോളം നീ അവിടെ നിന്ന് പുറത്തു വരികയില്ല എന്ന് ഞാൻ സത്യമായിട്ട് എന്നോട് പറയുന്നു. നിന്റെ പ്രതിയോഗിയും നീ ഒരുമിച്ച് കോർട്ടിലേക്ക് പോകുമ്പോഴെന്ന് അവിടെ പറയുന്നത്. യഹൂദന്മാർക്ക് അത് ദേ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. അതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ചോദിക്കാം, പ്രതിയോഗിയുമായിട്ട് ഒരുമിച്ചാണ് നമ്മൾ കോർട്ടിൽ പോകുന്നതെന്ന്. ശരിക്കും ഇവിടെ പറയുന്നത് ഒരു കടക്കാരനെ വഴിയിൽ വെച്ച് കടം വാങ്ങിച്ച ആൾ കാണുകയാണെങ്കിൽ, അതൊക്കെ നമ്മളെ ഉപമയിൽ വാസ്തവത്തിൽ കാണുന്നുണ്ടെന്ന്, വഴി വെച്ച് കണ്ടപ്പോഴത്തേക്ക് അവൻ്റെ തൊണ്ടയ്ക്ക് പിടിച്ച് ഞെക്കി എന്നൊക്കെ പറയുമ്പോൾ അതൊരു കോമൺ കാര്യമാണ്. ഞാനോട് കടം വാങ്ങിച്ചു കഴിഞ്ഞാൽ എന്നെ വഴിയിൽ വെച്ച് ഞാനത് കൊടുക്കാതെ മുങ്ങി നടക്കുകയാണെങ്കിൽ വഴിയിൽ വെച്ച് കണ്ടാൽ എൻ്റെ കുത്തിന് പിടിച്ച്, നമ്മൾ പറയുമല്ലോ, കുത്തിന് പിടിച്ച് എന്നെ വലിച്ചുകൊണ്ട് അവനെ എവിടെ കൊണ്ടുപോകാൻ പറ്റും? ന്യായാധിപ സഭയുടെ മുമ്പിൽ കൊണ്ടുപോകാനുള്ള അവകാശം അവനുണ്ട്.
സം കൈൻഡ് ഓഫ് അറസ്റ്റ്. അതിന് പോലീസ് വരണമെന്നില്ല, പിടിച്ചുകൊണ്ട് പോകാം. കൊണ്ടുപോകുന്ന കൂട്ടത്തിൽ നീ എന്ത് ചെയ്തോണെന്നാണ് പറയുന്നത്? നിരന്നുകൊള്ളണം. ഇല്ലെങ്കിൽ എന്ത് പറ്റും? കോർട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ നിനക്ക് ചിലപ്പോൾ ഊരിപ്പോരാൻ കഴിയത്തില്ല. ഒടുവിൽ എന്ത് ചെയ്യണം? അവസാനത്തെ പണം കൊടുത്തു വീട്ടുവോളം നീ അവിടെ തന്നെ തടവിൽ കിടക്കേണ്ടി വരും. ഇത് പറയുന്നത് സഹോദരനോടുള്ള ബന്ധത്തിലാണ്. വേദപുസ്തകത്തിൽ കടം എന്ന് പറയുന്നത് വാസ്തവത്തിൽ പാപം, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ എന്നൊക്കെ പറയുമ്പോൾ അന്യോന്യമുള്ള അവരുടെ ബന്ധങ്ങളിലെ വിള്ളൽ, ഇതെല്ലാം ഇതിനകത്ത് പ്രസക്തമാണ്. ഞാനും പ്രതിയോഗിയും ഒരുമിച്ച് പോകുമ്പോൾ, അതായത് വെൻ യു ഹാവ് ടൈം, വെൻ ദർ ഈസ് യെറ്റ് ടൈം, നാളെ സമയം കിട്ടണമെന്ന് നിർബന്ധമില്ല. ഇതാണ് വാസ്തവത്തിൽ കർത്താവ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം. നിന്റെ സഹോദരനോട് നിരക്കാനായിട്ട് ഇപ്പോൾ നിനക്ക് സമയമുണ്ട്, നാളെ നിനക്ക് സമയം കിട്ടണമെന്ന് നിർബന്ധമില്ല. നിനക്ക് നിന്റെ സഹോദരനോട് നിരക്കാൻ സമയം ഉള്ളപ്പോൾ തന്നെ എന്ത് ചെയ്തോണം? നിരന്നോണം. നാളെ എന്ത് സംഭവിക്കും നമ്മളെങ്ങനെ അറിയുന്നത്? നാളെ ഞാനുണ്ടായിരിക്കുമോ എൻ്റെ സഹോദരൻ ഉണ്ടായിരിക്കുമോ എന്നാരറിഞ്ഞു? എപ്പോഴാണ് കർത്താവിൻ്റെ വരവെന്നറിയുന്നു? നമ്മൾ നിരക്കുവാനുള്ള സമയം ലഭിച്ചിട്ട് നിരപ്പിന് വേണ്ടി നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാതെ നമ്മുടെ മരണം സംഭവിക്കുകയോ കർത്താവ് വരികയോ ചെയ്താൽ പിന്നീട് ഒരു പണിയും നടക്കത്തില്ല. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് കർത്താവ് എൻ്റെ ഹൃദയത്തിൽ അങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കർത്താവ് ചോദിക്കുന്നത്, ഐ ഗേവ് യു ടൈം. വഴിയിൽ ഒരുമിച്ചുണ്ടായിരുന്നല്ലോ നിങ്ങൾ, നീയും നിന്റെ പ്രതിയോഗിയും കൂടെ ഒരുമിച്ച് പോകുമ്പോൾ വഴിയിൽ വെച്ച് നിരന്നുകൊള്ളുവിൻ. ദാറ്റ് മീൻസ് യു ആർ ടുഗദർ, യു ഹാവ് പോസിബിലിറ്റി, യു ഹാവ് ടൈം. ഗാഡ് ഹാസ് ഗിവൺ യു ടൈം. കർത്താവ് ഇന്ന് രാത്രി നമുക്കൊരു സമയം തന്നിരിക്കുക. എന്തിനാണെന്നറിയാമോ? നിരപ്പ് പ്രാപിക്കാനായിട്ട്. ഇപ്പോൾ നിരപ്പ് പ്രാപിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നാളെ അതിന് കഴിയണമെന്ന് നിർബന്ധമില്ല. സംഹാവ് നമ്മൾ ന്യായാധിപ സഭയുടെ മുമ്പിൽ നിന്ന് കഴിഞ്ഞാൽ പിന്നീട് അതിന് നമുക്ക് അപ്പീലില്ല നമ്മൾ പറയുമല്ലോ. പിന്നെ നമുക്ക് എന്തേ ഉള്ളൂ? അവൻ നിന്നെ, അവിടെ എഴുതിയിരിക്കുന്നത്, അല്ലാഞ്ഞാൽ പ്രതിയോഗി നിന്നെ ന്യായാധിപനും ന്യായാധിപൻ ചേവകനും ഏൽപ്പിച്ചിട്ട് നീ തടവിലായി പോകും, ഒടുവിലത്തെ കാശ് പോലും കൊടുത്തു തീരുവോളം നീ അവിടെ നിന്ന് പുറത്തു വരികയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിന്നോട് പറയുന്നു. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ വഴിയിൽ ആയിരിക്കുന്ന സമയത്ത്, തടവിന് പുറത്തായിരിക്കുമ്പോൾ കൊടുത്തു വിട്ടാൻ കഴിയാത്തത് തടവിൽ കിടന്നുകൊണ്ട് ആര് കൊടുത്തു വിട്ടാൻ? മനമര്യാദയൊക്കെ ഇവിടെ ജീവിക്കുന്ന സമയത്ത് നമുക്ക് കൊടുത്തു വിട്ടാൻ പറ്റുന്നില്ലെങ്കിൽ, നിരപ്പ് പ്രാപിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെന്താ തടവിലായതിനു ശേഷമാണ് അത് പറ്റുന്നത്? ഇറ്റ് വിൽ നെവർ ഹാപ്പൻ. അതിൻ്റെ അർത്ഥം നിൻ്റെ ലൈഫ് തീർന്നെന്നാണ് പറയുന്നത്. അതുകൊണ്ട് കർത്താവ് ഇവിടെ പറയുന്നത് എന്താണ്? ഇപ്പോൾ സമയമുണ്ട്. എന്തിന്? നിരപ്പ് പ്രാപിക്കാൻ. ഇപ്പോൾ നീ എന്ത് ചെയ്തു കൊള്ളണം? നിരപ്പ് പ്രാപിച്ചു കൊള്ളണം. ബിക്കോസ് വേറെ ഒന്നിനും നമുക്കിനി സമയമില്ലാത്തൊരു സ്റ്റേജിലേക്ക് വന്നിരിക്കുകയാണ്. ഇച്ചിരി ഫാസ്റ്റായിട്ട് ഞാൻ പോട്ടെ. മത്തായി സുവിശേഷത്തിൽ അതിൻ്റെ അടുത്തതായിട്ട് നമ്മൾ വായിക്കുമ്പോൾ വേഴ്സ് 27 to 28 നമ്മളിവിടെ വായിക്കുന്ന 27 28 വാക്യങ്ങൾ വായിക്കുമ്പോൾ, വ്യഭിചാരം ചെയ്യരുത് എന്ന് അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവനെല്ലാം അവളോട് ഹൃദയം കൊണ്ട് വ്യഭിചാരം ചെയ്തു പോയി. വ്യഭിചാരം ചെയ്യരുത് എന്ന് നിങ്ങൾ പൂർവ്വന്മാരുടെ അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. നേരത്തെ കൊലപാതകത്തെക്കുറിച്ച് പറഞ്ഞതുപോലെ തന്നെയുള്ളൊരു വിഷയമാണ്. എന്ത്? പ്രവൃത്തിപദത്തിൽ വരുന്നത് വരെയും ഒരാളെ വ്യഭിചാരി എന്ന് വിളിക്കാൻ കഴിയാത്ത നിലയിലാണ് യഹൂദന്മാരുടെ ഓറൽ അല്ലെങ്കിൽ സ്ക്രൈബൽ ലോ കിടക്കുന്നത്. നമുക്ക് ഹൃദയത്തിൽ എന്തും ചെയ്യാം, എന്തും ചിന്തിക്കാം, ഒന്നുമില്ല. അതൊന്നും നമ്മളെ അഫക്റ്റ് ചെയ്യുന്നില്ല. പക്ഷെ കർത്താവ് പറഞ്ഞു, നിൻ്റെ ഹൃദയത്തിൻ്റെ മോഹങ്ങൾ നിൻ്റെ ശരീരത്തിൽ പ്രതിഫലിച്ചോ ഇല്ലയോ എന്നുള്ളതല്ല വിഷയം. ഹൃദയത്തിൻ്റെ ആഴത്തിലുള്ള നിൻ്റെ മോഹങ്ങൾ വരെയും ദൈവം എന്ത് ചെയ്യുന്നുണ്ട്? കണക്കിടുന്നുണ്ട്. ഇത് സ്ത്രീയും പുരുഷനും എല്ലാം വിഷയമാണ്. അല്ലാതെ ഇത് സ്ത്രീയോട് വിചാരം ചെയ്തു പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തിരിച്ചുകൊണ്ട്, അല്ലാതെ ഇതിപ്പം പുരുഷന്മാർക്ക് വേണ്ടി മാത്രമുള്ള സന്ദേശമായിട്ട് ആരും ചിന്തിക്കൊന്നും വേണ്ട. എല്ലാവർക്കും ഉള്ള സന്ദേശമാണിത്. ഹൃദയത്തിൽ വ്യഭിചാരം ചെയ്താൽ, അതാണ് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട വിഷയം. കാര്യം ഇവിടെ കർത്താവ് പറയുന്നത് എന്താണ്? ദിസ് ഹാപ്പൻസ് ഇൻ യുവർ ഹാർട്ട് ഫസ്റ്റ്. നിന്റെ മോഹങ്ങൾ എവിടെയാണ് ഉണ്ടാകുന്നത്? ഇറ്റ് ഹാപ്പൻസ് ഇൻ യുവർ ഹാർട്ട്. നിന്റെ ഹൃദയത്തിലാണ്. ആ മോഹത്തിൻ്റെ പരിണിതഫലമാണ് വാസ്തവത്തിൽ പാപം. അതുകൊണ്ടാണ് നമ്മൾ യാക്കോബിൻ്റെ ലേഖനത്തിൽ പാപത്തെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നതായ ഒരു, നമുക്ക് മനസ്സിലാക്കാൻ യാക്കോബ് ഉപയോഗിച്ചിരിക്കുന്ന ഒരു കാര്യം 14-ാമത്തെ വാക്യത്തിൽ, അല്ലെങ്കിൽ 13 മുതലുള്ള വാക്യം, 1-ാം അധ്യായത്തിൻ്റെ 13 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, പരീക്ഷിക്കപ്പെടുമ്പോൾ താൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നു എന്ന് ആരും പറയരുത്. പരീക്ഷിക്കപ്പെടുമ്പോൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് ഡസൻറ്റ് സേസ് അബൌട്ട് ടെസ്റ്റ്, ഇറ്റ് ഈസ് ടെംപ്റ്റേഷൻ. എന്നാൽ പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ വാക്യമെന്ന് പറയുമ്പോൾ അവിടെ ടെസ്റ്റാണ്. രണ്ടിനും ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പരീക്ഷ എന്നുള്ള വാക്കാണ് മലയാളത്തിൽ. പക്ഷേ രണ്ടും രണ്ട് വാക്കുകളാണ്.
ടെസ്റ്റ് കൊടുക്കുന്നത് ദൈവമാണ്, പക്ഷേ ടെംപ്റ്റ് ചെയ്യുന്നത് ദൈവമല്ല. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കണം. നമുക്ക് ശോധന തരുന്നത് ദൈവമാണ്, പക്ഷേ പ്രലോഭനം തരുന്നത് ആരല്ല? ദൈവമല്ല. അതുകൊണ്ട് നിങ്ങൾ ആരും ചോദിക്കണ്ട, കർത്താവേ ഈ കൈക്കൂലി കൊടുക്കാൻ നീ എന്തിനാ എന്നെ പ്രേരിപ്പിക്കുന്നത്, കൈക്കൂലി വാങ്ങിക്കാൻ എന്തിനാ എന്നെ പ്രേരിപ്പിക്കുന്ന ആരും ചോദിക്കണം. കർത്താവ് അത് ചെയ്തൊന്നുമില്ല. കാര്യം കർത്താവ് ഒരിക്കലും തെറ്റ് ചെയ്യാനായിട്ട് ഒരാളെ എന്ത് ചെയ്യത്തില്ല? ടെംപ്റ്റ് ചെയ്യത്തില്ല. അതാണ് ഇവിടെ പറയുന്നത്. പരീക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നു എന്ന് ആരും പറയരുത്. ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവനാകുന്നു, അവൻ ആരെയും പരീക്ഷിക്കുന്നതുമില്ല. ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവൻ, അഥവാ അവൻ്റെ ജീവിതത്തിൽ, ദൈവത്തിൻ്റെ ജീവിതത്തിൽ ഒരിക്കലും എന്തുണ്ടായിട്ടില്ല? ഒരു ഈവിൾ റിയലൈസ് ചെയ്തിട്ടില്ല, സംഭവിച്ചിട്ടില്ല. എന്ന് തന്നെയല്ല, ഒരിക്കലും പാപം ചെയ്യാൻ അവൻ ഒരാളെയും എന്ത് ചെയ്യത്തില്ല? പ്രേരിപ്പിക്കത്തുമില്ല. അങ്ങനെ ചെയ്താൽ അത് ദൈവമല്ല ചെയ്യുന്നത്. എങ്ങനെയാണ് ഒരാൾ പരീക്ഷിക്കപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ അവിടെ എഴുതിയിരിക്കുന്നത് പിശാചാണെന്ന് പറയുന്നതിനേക്കാൾ ഉപരി, പിശാചിന് തീർച്ചയായിട്ടും അവൻ്റെ പദ്ധതിയുണ്ട്, അത് വേറെ കാര്യം. പക്ഷേ ഇവിടെ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്, ഇതിനകത്ത് നമ്മൾ വെറുതെ അങ്ങ് പ്രലോഭിപ്പിക്കുമ്പോൾ എപ്പോഴും നമ്മൾ പിശാചിനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് അർത്ഥമൊന്നുമില്ലെന്ന് അവിടെ പറയുന്നത്. ഇവിടെ മോഹത്തെ കൃത്യതയോടുകൂടെ ഒരു വിചാരണ നടത്തുകയാണ്. എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാൽ ആകുന്നു. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം മുഴുത്തിട്ട് മരണത്തെ പെറുന്നു. എൻ്റെ പ്രിയ സഹോദരന്മാരെ, വഞ്ചിക്കപ്പെടരുത്. മോഹം നമ്മുടെ മനസ്സിലുണ്ടാകുന്നു. ഇവിടെ പറയുന്നത് മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം മുഴുത്തിട്ട് മരണത്തെ പെറുന്നു. ഇവിടെ ഗർഭധാരണത്തെ അല്ലെങ്കിൽ അതൊരു ഒരു ഉദാഹരണം പോലെ പറയുകയാണ്. ഗർഭധാരണം നടക്കുന്നത് എപ്പോഴും ഒരു ഇൻഗ്രീഡിയൻ്റ് അല്ലെങ്കിൽ ഒരാളുടെ ഒരു കാര്യമല്ല ആണ്. ഗർഭധാരണത്തിൽ എപ്പോഴും രണ്ട് കാര്യങ്ങൾ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. ഒരു പുഷ്പത്തിലാണെങ്കിലും പരാഗണം നടക്കണമെങ്കിൽ എന്താണ്? രണ്ട് കാര്യങ്ങൾ അതിനകത്ത് ഉൾക്കൊണ്ടിട്ടുണ്ട്. ഈവൻ ഹ്യൂമൻ എനിവേർ എപ്പോഴും ഗർഭധാരണത്തിൻ്റെ ഒരു പ്രത്യേകത, ഒരാൾ മാത്രം നിശ്ചയിച്ചാൽ, ഒരു സ്ത്രീ മാത്രം നിശ്ചയിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഗർഭധാരണം നടക്കത്തില്ല. ഗർഭധാരണം നടക്കണമെങ്കിൽ രണ്ട് വ്യക്തികളുടെ ഇച്ഛകൾ അല്ലെങ്കിൽ രണ്ട് വ്യക്തികളുടെ ഇച്ഛകൾ പ്രവർത്തിച്ചെങ്കിലേ പറ്റുള്ളൂ. അപ്പോൾ ഇതിനകത്ത് ഒരു കാര്യമെന്ന് പറയുന്നത് ഇറ്റ് ഈസ് മൈ ഡിസയേഴ്സ് ഓർ മൈ കവച്ചസ്നെസ്, എൻ്റെ മോഹങ്ങൾ. എൻ്റെ മോഹം വിടർന്നു നിൽക്കുകയാണ്. ആ മോഹം വിടർന്നു നിൽക്കുമ്പോൾ പിശാച് അവൻ വരുന്നു. പിശാച് വന്നിട്ട് എന്നിലേക്ക് തരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സജഷൻസ് ആണ്. അതിനെ നമ്മൾ വാസ്തവത്തിൽ ടെംപ്റ്റേഷൻസ് പറയുന്നത്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, പിശാച് മാത്രം നിശ്ചയിച്ചാൽ നമ്മളെ കൊണ്ട് പാപം ചെയ്യിക്കാൻ പറ്റത്തില്ല. നമ്മുടെയൊക്കെ ചിന്ത പിശാച് എന്നെ കൊണ്ടങ്ങ് പാപം ചെയ്യിച്ചെന്നാണ് പറയുന്നത്. അങ്ങനൊന്നും പിശാചിന് നമ്മളെ കൊണ്ട് പാപം ചെയ്യിക്കാൻ പറ്റത്തില്ല. പിശാചിന് മാക്സിമം ചെയ്യാൻ പറ്റുന്നത് ടെംപ്റ്റ് ചെയ്യുകയാണ്. അതിന് ഒന്നുകൂടെ മെച്ചപ്പെട്ട വാക്ക് പറഞ്ഞാൽ സജഷൻസ് തരികയാണ്. ഏദൻ തോട്ടത്തിൽ ഹൗവ പാപം ചെയ്തതെന്തോ? പിശാച് എന്താ പഴം പറിച്ചിട്ട് ഹൗവായുടെ വായിലോട്ട് കുത്തി തിന്നടി എന്ന് പറഞ്ഞു കൊടുത്തതാണ്? ഒന്നുമല്ല. എന്താ സംഭവിക്കുന്നത്? സജഷൻസ്. നീ പഴം ഒന്ന് നോക്കിക്കേ, നീ ഇത് നോക്കിക്കേ, ഇത് കാഴ്ചയ്ക്ക് എത്ര മനോഹരമാണ്. ഇറ്റ് ഈസ് ഗുഡ് ടു സീ ആൻഡ് ഇറ്റ് ഇസ് സോ ടേസ്റ്റി. നിനക്കറിയാമോ, ഇറ്റ് ഇസ് സോ ടേസ്റ്റി. ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ലല്ലോ, ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക്. ഇറ്റ് ഈസ് സോ ടേസ്റ്റി. ഇറ്റ് ഈസ് ഗുഡ് ടു സീ. ഇറ്റ് ഈസ് ടേസ്റ്റി ഫോർ യുവർ ടങ് ആൻഡ് ഓൾസോ ഇത് കഴിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് അറിയാമോ? നീ നന്മതിന്മകളെക്കുറിച്ച് അറിവുള്ളവരായിട്ട് നിങ്ങൾ ആരെ പോലെ ആകും? ദൈവത്തെ പോലെ ആകും. സജഷൻസ് കൊടുത്തിട്ട് ഇവനങ്ങ് പിന്മാറുകയാണ്. അത്രേ ഉള്ളൂ. സജഷൻസ് കൊടുത്തതേ ഉള്ളൂ. സാത്താൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വളരെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. പിന്നെ അവൻ ആ സീനിൽ പോലും ചിലപ്പോൾ കാണത്തുമില്ല. അവൻ ചെയ്യാനുള്ള ചെയ്തിട്ട് അവനങ്ങ് പോകും. ചില്ലറ കാര്യം. ഞാനൊരു തമാശയുടെ കഥയാണ്. ഒരു ഗ്രാമത്തിൽ ഒരു വർഗീയ കലാപം ഉണ്ടാക്കാനായിട്ട് പിശാച് പ്ലാൻ ചെയ്തു. അതെങ്ങനെയാണ് പിശാച് വർഗീയ കലാപം ഉണ്ടാക്കിയെന്നുള്ളതിനെക്കുറിച്ചൊരു കഥയുണ്ട്. അവനൊരു ഹോട്ടലിൽ ചെന്നു. കഥയാണ് കേട്ടോ, അല്ലാതെ നടന്ന കാര്യമൊന്നുമല്ല. പക്ഷേ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അവൻ ആ ഹോട്ടലിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ഹോട്ടൽ നടത്തുന്നത് ഒരു ഹിന്ദുവാണ്, ഒരു മുസ്ലിമാണ് അവിടെ ഈ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇവന് കുക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പം എണ്ണയ്ക്കകത്ത് ഇങ്ങനെ ജിലേബി കോരിക്കൊണ്ടിരിക്കുക.
അപ്പോൾ ആ സമയത്ത് സാത്താൻ ചെന്നിട്ട് ചെയ്തത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ചെറിയ അലുവായുടെ കഷണം എടുത്ത് ഭിത്തിയിൽ ഒട്ടിച്ച് വെച്ചു. ഒട്ടിച്ച് വെച്ചിട്ട് സാത്താൻ അവൻ്റെ പാട്ടിന് പോയി. അപ്പോൾ ഈ അലുവായുടെ കഷണം കണ്ടപ്പോഴത്തേക്ക് അവത്തേൽ ഒരു ഈച്ച വന്ന് പറ്റിയിരുന്നു. അപ്പോൾ ഈച്ചയെ കണ്ടപ്പോൾ ഒരു ഗൗളി, ഒരു പല്ലി ഇതിനെ പിടിക്കാനായിട്ട് വന്നു. അപ്പോൾ ഇതിനെ പിടിക്കാനായിട്ട് ചാടിയതാണ്. പക്ഷേ ചാടിയപ്പോഴത്തേക്ക് ഇതിന് പിടുത്തം കിട്ടിയില്ല. ഗൗളി എന്ത് ചെയ്യുന്നറിയാമോ? ഈ താഴെ നിന്ന് ജിലേബി കോരിക്കൊണ്ടിരുന്ന ഇവൻ്റെ കയ്യെ വന്നു വീണു. അവൻ്റെ കയ്യെ വന്ന് വീണ് കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ പെട്ടെന്ന് എന്ത് ചെയ്തു? ഗൗളി ഇപ്പം ഇതങ്ങ് കുടഞ്ഞപ്പോഴത്തേക്ക് ഓണർ അവിടുന്ന് എന്തോ എടുക്കാനായിട്ട് അടുക്കളയിലോട്ട് മറ്റേ പോകുമായിരുന്നു. ഈ എണ്ണ അയാളുടെ ദേഹത്ത് തെറിച്ചു. ഈ എണ്ണ അയാളുടെ ദേഹത്ത് തെറിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇയാൾ ദേഷ്യം വന്നിട്ട് ഇവനോട് ഒറ്റ പൊട്ടിലങ്ങ് പൊട്ടിച്ചു. പ്രശ്നം എന്താണെന്നറിയാമോ? ഹിന്ദുവായ ഓണർ എന്തുവാ മുസ്ലിമായ ജോലിക്കാരനെ തല്ലി. അപ്പോഴത്തേക്ക് മുസ്ലിങ്ങളെല്ലാം കൂടെ വന്ന് ഇവൻ്റെ കട തല്ലി പൊട്ടിച്ചു. അപ്പോൾ ഹിന്ദുക്കളെല്ലാം കൂടി അവിടെ മുസ്ലിങ്ങളുടെ കട തല്ലി പൊട്ടിച്ചു. ഒന്നും പറയണ്ട, ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ഗ്രാമം മുഴുവൻ ശരിക്കും കലാപം ഉണ്ടായി. പിശാച് എന്തോ ചെയ്തു? ഒരു ചെറിയ അലുവാ കഷ്ണം കൊണ്ടുപോട്ടിച്ചു. അല്ലാതെ അവൻ എന്തോ ചെയ്തെന്ന് പറ. അവനൊരു ചെറിയൊരു അലുവാ കഷ്ണം കൊണ്ടുപോയോ ഭിത്തിയിൽ ഒട്ടിച്ചതേ ഉള്ളൂ. ഇത്രയും ചെയ്തുള്ളൂ. ഇതുപോലെയാണ് പിശാച് പല സമയത്തും നമുക്ക് ആവശ്യമുള്ള സജഷൻസൊക്കെ തന്നേച്ച് അവൻ മുങ്ങുന്നതാണ്. പിന്നെ ബാക്കിയുള്ള ജോലി മുഴുവൻ ചെയ്യുന്നത് നമ്മളാണ്. ഇവിടെ നമ്മളുടെ മോഹങ്ങൾ ഇങ്ങനെ വിടർന്ന് നിൽക്കുമ്പോഴത്തേക്ക് അവൻ വന്നിട്ട് എന്ത് ചെയ്യുന്നു? കുറച്ച് സജഷൻസ് പറയുന്നു. സജഷൻസ് പറയുമ്പോൾ ഈ സജഷൻസ് നമ്മൾ സ്വീകരിച്ചില്ലെങ്കിൽ മോഹം എന്ത് ചെയ്യത്തില്ല? ഗർഭം ധരിക്കത്തില്ല. ശരിക്കും ഇതിനകത്ത് രണ്ടും കൂടെ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ എൻ്റെ മോഹങ്ങളും പിശാചിൻ്റെ സജഷൻസും കൂടെ ഫ്യൂസ് ചെയ്യുമ്പോഴാണ് വാസ്തവത്തിൽ ഗർഭധാരണം നടക്കുന്നത്. ഇതിൽ ഒരു വ്യക്തിക്ക് മാത്രം ഒരിക്കലും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എൻ്റെ മോഹങ്ങൾ വിരിഞ്ഞു നിൽക്കുന്നില്ലെങ്കിൽ സാത്താൻ്റെ സജഷൻസ് വന്നാൽ വല്ല പ്രശ്നമുണ്ടോ? ഇല്ല. മോഹം ഗർഭം ധരിക്കത്തില്ല, അതുകൊണ്ട് തന്നെ പാപത്തെ പ്രസവിക്കത്തില്ല. എന്നാൽ തിരിച്ച് സാത്താൻ്റെ എൻ്റെ മോഹങ്ങൾ വിരിഞ്ഞു നിൽക്കുമ്പോൾ സാത്താൻ സജഷൻസ് കൊണ്ടുവന്നില്ലെങ്കിൽ ഗർഭം ധരിക്കത്തില്ല. സാത്താൻ സജഷൻസ് കൊണ്ടുവരുമ്പോൾ എൻ്റെ മോഹം വിരിഞ്ഞു നിന്നില്ലെങ്കിലും പറ്റത്തില്ല. അപ്പോൾ എൻ്റെ മോഹങ്ങൾ വിരിഞ്ഞു നിൽക്കുകയും സാത്താൻ സജഷൻസ് കൊണ്ടുവരികയും ചെയ്യുകയാണ്. ഇതിലേതെങ്കിലും ഒന്നില്ലെങ്കിൽ എന്തുണ്ടാകത്തില്ല? പാപം ഉണ്ടാകത്തില്ല. എന്നാൽ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ സാത്താനോട് പറയാൻ പറ്റത്തില്ല, എന്തുവാ നീ സജഷൻസും കൊണ്ടൊന്നും വന്നേക്കരുതെന്ന് പറയാൻ പറ്റത്തില്ല. കാര്യം അവൻ്റെ ജോലി അവൻ ഭംഗിയായിട്ട് ചെയ്യും. അവൻ്റെ പണിയേ അതാണ്. അതുകൊണ്ട് അവൻ എപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കും? സജഷൻസ് ഇങ്ങനെ എറിഞ്ഞുകൊണ്ടേയിരിക്കും. പിന്നെ പാപത്തിൽ വീഴാതിരിക്കണമെങ്കിൽ ഒറ്റ കാര്യം ചെയ്താൽ മതി. എന്താണ്? നമ്മുടെ മോഹങ്ങളെ വിടിയിക്കാതിരുന്നാൽ മതി. അത്രേ ഉള്ളൂ. അല്ലാതെ ഒരിക്കലും. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഈ മോഹമാണ് സജഷൻസ് വന്നു കഴിയുമ്പോൾ പാപമായിട്ട് പരിണമിക്കുന്നത്. അതുകൊണ്ട് കർത്താവ് പറയുന്ന കാര്യം ഇതാണ്: ഒരു പ്രവൃത്തിയുടെ പദത്തിലേക്ക് ആക്ച്വൽ വേൾഡിൽ എന്ത് സംഭവിക്കുന്നുള്ളതല്ല, റിയൽ വേൾഡിൽ നിന്റെ മോഹങ്ങളാണ് ആക്ച്വൽ വേൾഡിൽ പാപമായിട്ട് പരിണമിക്കുന്നത്. അതുകൊണ്ട് സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവനെല്ലാം ഓൾറെഡി റിയൽ വേൾഡിൽ എന്ത് ചെയ്ത് കഴിഞ്ഞു? പാപം ചെയ്ത് കഴിഞ്ഞു. ഇവിടെ മറ്റൊരു ആസ്പെക്റ്റും കൂടെ ഉണ്ട്. ആ ആസ്പെക്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ, എന്തുകൊണ്ടാണ് ഒരു സ്ത്രീയെ കാണുമ്പോൾ ഒരു പുരുഷൻ മോഹിക്കുകയും ഒരു പുരുഷനെ കാണുമ്പോൾ ഒരു സ്ത്രീ മോഹിക്കുകയും ചെയ്യുന്നത്? ബിക്കോസ് നാച്ചുറൽ അട്രാക്ഷൻ അല്ല ഞങ്ങൾ പറയുന്നത്. മോഹം എന്ന് പറയുന്ന ആ നികൃഷ്ടമായ വികാരത്തെക്കുറിച്ചാണ്. Why it happens? You know why? Because we see the other party as an object, not as a person. എപ്പോഴും ഇക്കാര്യത്തിൽ പ്രതിസന്ധി ഉണ്ടാകുന്നത് ഒരു വ്യക്തിയെ ഒരു ഉപഭോഗ വസ്തു എന്ന നിലയിൽ നമ്മൾ കാണുമ്പോഴാണ്. ഒരു വ്യക്തിയെ, ഒരു സ്ത്രീയെ ദൈവത്തിൻ്റെ ഇമേജിൽ സൃഷ്ടിക്കപ്പെട്ട ദൈവത്തിൻ്റെ സൃഷ്ടി എന്ന നിലയിലാണ് നമ്മൾ കാണുന്നതെങ്കിൽ നമുക്ക് എന്തുണ്ടാകുന്നില്ല? ഒരു ഉപഭോഗ വസ്തു എന്ന നിലയിൽ, അല്ലെങ്കിൽ എനിക്ക് ഉപയോഗിക്കാൻ കൊള്ളാവുന്ന ഒരു വസ്തു എന്ന നിലയിൽ, വ്യക്തിയായിട്ടല്ല കാണുന്നത്. ഇതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം. മനുഷ്യൻ്റെ എല്ലാം പ്രശ്നം അതാണ്. മനുഷ്യനെപ്പോഴും മറ്റുള്ളവരെ കാണാൻ പരിശ്രമിക്കുന്നത് വ്യക്തിയായിട്ടല്ല, പിന്നെന്തായിട്ടാണ്? ദൈവത്തിൻ്റെ ഇമേജിൽ സൃഷ്ടിക്കപ്പെട്ടൊരു വ്യക്തിയായിട്ടല്ല, പ്രത്യുത എനിക്ക് ഉപയോഗിക്കാൻ കൊള്ളാവുന്ന ഒരു വസ്തു എന്ന നിലയിലാണ്. സ്ത്രീകളും അത് തന്നെ. ഭർത്താക്കന്മാരെ കുറിച്ച് പലപ്പോഴും ചിന്തിക്കുന്നത് എനിക്ക് സുഖമായിട്ട് ജീവിക്കാനും എനിക്ക് എന്നും ചുരിദാർ വാങ്ങിച്ചു തരാനും ഒക്കെ കൊള്ളാവുന്ന
ഒരു വസ്തു എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു ഓബ്ജക്റ്റ് എന്ന നിലയിലാണ് പലപ്പോഴും കാണുന്നത്. അപ്പോഴാണ് വാട്ട് ഹാപ്പൻസ്, ബാക്കി തെറ്റൊന്നും വേണ്ട, അതിന് മുമ്പേ തന്നെ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു, ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട ഒരു വ്യക്തിയെ വസ്തുവായി കാണുമ്പോൾ തന്നെ നമ്മളിൽ അപജയം സംഭവിച്ചു കഴിഞ്ഞു. അടിസ്ഥാനപരമായി നമ്മൾ പാപം ചെയ്തു കഴിഞ്ഞു. അത് ഹൃദയത്തിൻ്റെ ആഴത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. God never want me to see somebody else as an object, because he's not an object. He's a person. My wife is a person. Your husband is a person. Your boss is a person. Your subordinate is a person. നിങ്ങളുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന ഒരു ജോലിക്കാരി, നിങ്ങൾക്ക് പണിയെടുത്ത് തരാനായിട്ട് വരുന്ന, നിങ്ങൾക്ക് ഉപകാരം ചെയ്യാൻ വരുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയാവുന്ന ഒരു വ്യക്തിയായിട്ട് വീട്ടു ജോലിക്കാരിയെ കണ്ടാലും നിങ്ങൾ വ്യഭിചാരം ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ? നമ്മളുടെ വീട്ടിൽ പണിയെടുക്കുന്ന സ്ത്രീയെ എനിക്ക് ഉപകാരം ചെയ്യാൻ വരുന്ന ഒരു ഓബ്ജക്റ്റായിട്ട് കണ്ടാൽ ഞാൻ വാസ്തവത്തിൽ എന്ത് ചെയ്യുകയാണ്? വ്യഭിചാരം ചെയ്യുന്നതിന് തുല്യമാണ്. നിങ്ങളുടെ ബോസിനെ ഒരു ഓബ്ജക്റ്റായിട്ട് കണ്ടാൽ നിങ്ങൾ വാസ്തവത്തിൽ അദ്ദേഹത്തെ ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട ഒരു വ്യക്തിയായിട്ടല്ല കാണുന്നത്. ഇറ്റ്സ് എ സെയിം വിത്ത് എവറി റിലേഷൻഷിപ്പ്. അതുകൊണ്ട് നിങ്ങളുടെ പിതാവ് ആകുന്നത് പോലെ നിങ്ങൾ സൽഗുണപൂർണനാകുവാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഓരോ വ്യക്തിയോടും സൂക്ഷിക്കുന്ന റിലേഷൻ എങ്ങനെയുള്ളതായിരിക്കണം? ഓരോ വ്യക്തിയെയും കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് അദ്ദേഹത്തെ? ഒരു ഓബ്ജക്റ്റായിട്ടല്ല. എ പേഴ്സൺ who is created in the image and likeness of my father. He is my brother, he is my sister. He is not an object, he is a person. He is my brother, she is my sister. See, ഈ ഒരു വലിയ ബന്ധം നമ്മളവിടെ കാണുകയാണ്. മാന്യത കാണിക്കാൻ ഈസിയാണ്, വിശുദ്ധരാകാൻ പ്രയാസമാണ്. ഞാൻ ഈ ഭാഗം എഴുതിയപ്പോൾ എൻ്റെ മനസ്സിൽ വന്നൊരു വാക്യാണ് എഴുതുന്നത്. മാന്യത കാണിക്കാൻ ഈസിയാണ്, പക്ഷേ വിശുദ്ധയാകുവാൻ പ്രയാസമാണ്. പല സമയത്തും നമ്മൾ വളരെ മാന്യരാണ് ഔട്ട്വേർഡ്ലി, പക്ഷേ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നമുക്ക് എന്ത് നഷ്ടപ്പെട്ടിരിക്കുന്നു? വിശുദ്ധി നഷ്ടപ്പെട്ടിരിക്കുന്നു. കാര്യം നമ്മുടെ റിലേഷൻ, ഇവിടെ പറയുന്നതെല്ലാം വ്യക്തികളുമായിട്ടുള്ള റിലേഷനാണ്. ഒന്ന്, നിൻ്റെ സഹോദരനോട് ഉള്ള നിൻ്റെ ബന്ധം. രണ്ട്, നിൻ്റെ ഓപ്പോസിറ്റ് സെക്സിനോടുള്ള നിൻ്റെ ബന്ധം. ഓരോ വ്യക്തികളോടുമുള്ള നിൻ്റെ ബന്ധം. നിനക്കുള്ള ഒരു ഉപഭോഗ വസ്തു എന്നതുപോലെ മറ്റൊരു വ്യക്തിയെ കാണുമ്പോഴുണ്ടാകുന്ന പ്രതിസന്ധി, ഇതെല്ലാം സൽഗുണപൂർണനായ പിതാവിൻ്റെ സ്വഭാവത്തോട് അനുരൂപരാകുന്നതിൽ നമ്മളെ മാറ്റിക്കളയുന്നതാണ് നമ്മൾ ഓർക്കണം. അതുകൊണ്ട് എൻ്റെ റിലേഷൻസ് ഞാൻ എത്ര ആഴത്തിൽ സൂക്ഷിക്കണം എന്നുള്ളത് നമ്മൾ ഓർക്കണം. അതിനോട് ചേർന്നാണ് 28 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കർത്താവ് പറയുകയാണ്, എന്നാൽ വലങ്കണ്ണ് നിനക്ക് ഇടർച്ച വരുത്തുന്നുവെങ്കിൽ അതിനെ ചൂഴ്ന്നെടുത്ത് എറിഞ്ഞു കളക. നിന്റെ ശരീരം മുഴുവൻ നരകത്തിൽ വീഴുന്നതിനേക്കാൾ നിന്റെ അവയവങ്ങളിൽ ഒന്ന് നശിക്കുന്നത് നിനക്ക് പ്രയോജനമുള്ളത്. വലം കൈ നിനക്ക് ഇടർച്ച വരുത്തുന്നുവെങ്കിൽ അതിനെ വെട്ടി എറിഞ്ഞു കളക. നിന്റെ ശരീരം മുഴുവൻ നരകത്തിൽ പോകുന്നതിനേക്കാൾ അവയവങ്ങളിൽ ഒന്ന് നശിക്കുന്നത് നിനക്ക് പ്രയോജനമത്രേ. നോക്കുക, നമ്മളുടെ ശരീരത്തിൻ്റെ അവയവങ്ങളോടുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കണം എന്നുള്ളതാണ്. ശരിക്കും ഇവിടെ പറയുന്നത് വെട്ടിക്കളയുക എന്ന് പറയുമ്പോൾ ശരിക്കും ആ അവയവത്തെ നിർജീവമാക്കുന്നതിനെക്കുറിച്ചാണ് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് പോകുന്നതിനെ തടയുക എന്നാണ് പറയുന്നത്. ഇറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് നാളെ നിങ്ങൾ കണ്ണ് ചൂഴ്ന്നെടുത്ത് കളയുക, കൈ വെട്ടിക്കളയുക എന്നുള്ളതല്ല. ഇവിടെ കർത്താവ് പറയുന്നത് അതിൻ്റെ ഒരു സ്പിരിച്വൽ മീനിങ്. ശരിക്കും ഇതിൻ്റെ ഒരു ഇൻ്റർപ്രിട്ടേഷൻ തന്നെ പറയാം. ഇൻഫാക്ട് റോമൻസ് ചാപ്റ്റർ 12 വേഴ്സ് 1 and 2 പൗൽ പറയുന്നത് എന്താണ്? നിങ്ങളുടെ ശരീരത്തെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പിൻ. സാക്രിഫൈസ് ചെയ്യാണ്, യാഗമാക്കുകയാണ്. എൻ്റെ ശരീരത്തെ ഞാൻ എന്ത് ചെയ്യുകയാണ്? യാഗമാക്കുകയാണ്. ഞാൻ ഐ ഹാവ് എ ലോങ് സീരീസ് ഓഫ് സെർമൺസ് ഓൺ ദാറ്റ്. സമർപ്പണം എന്ന് പറഞ്ഞൊരു മെസ്സേജ് അതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുകയല്ല. ബട്ട് സ്റ്റിൽ അതിൻ്റെ ആ ഒരു ഭാഗം ഞാൻ മാത്രം പറയാം. എന്താണ് യാഗമാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു യാഗവസ്തുവിനെ ദൈവത്തിന് അർപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായി പറയുന്നത് ഇനി ഈ യാഗവസ്തുവിൻ്റെ ഉടമസ്ഥാവകാശം എനിക്കല്ല എന്നാണ്. സോ വൺസ് യു ഓഫർ an animal in a sacrifice
to a god or a deity, you know what happens? Then it doesn't belong to you. That time onwards, ഈ യാഗമൃഗം ആരുടെ വകയാണ്? ഏത് ദൈവത്തിന് യാഗം അർപ്പിച്ചോ ആ ദൈവത്തിൻ്റെ വകയാണ്. എന്നാൽ യാഗത്തെക്കുറിച്ച് പറയുമ്പോഴൊരു പ്രത്യേകതയുണ്ട്. നമ്മളൊരു ആനിമൽ സാക്രിഫൈസ് ആയിരുന്നില്ല പണ്ടുണ്ടായിരുന്നത്. സപ്പോസ് ഒരു യാഗമൃഗത്തെ യാഗമർപ്പിക്കുന്നത് ഒരു ഓൾട്ടർനേറ്റീവ്, അല്ലെങ്കിൽ നമ്മൾ പണ്ട് ഞങ്ങൾ ഈ മാരാമൺ കൺവെൻഷൻ, അപ്പം ഞങ്ങൾ ഈ മർത്തോമ അവിടെയുള്ള ഞങ്ങളുടെ 4-5 മർത്തോമ സഭകൾ കൂടിയാണ് അന്ന് പണ്ട് ഈ ഓലയാണ് മാരാമൺ കൺവെൻഷന് വേണ്ടി എന്താണ് ഓല പന്തല ഇടുന്നത്. അപ്പോൾ ഓല പന്തലിടാൻ പണ്ട് കാലത്ത് ഞാൻ ഓർക്കുന്നുണ്ട്, പണ്ട് നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ 10-100 മടൽ ഓല എന്താണ് മെടഞ്ഞ് ജോലിക്കാരുടെ കൊടുത്തു വിടും, നമ്മുടെ വീട്ടിൽ നിന്നുള്ള 100 മടൽ. അപ്പോൾ അങ്ങനെ 100 കണക്കിന് കുടുംബങ്ങളിൽ നിന്ന് ഓരോരുത്തരുടെ കഴിവനുസരിച്ച് 10 മടൽ, 5 മടൽ, 50 മടൽ, 100 മടൽ ഓലയൊക്കെ ഓലക്കീറുകളുമായിട്ട് അവിടെ പോകും. പക്ഷേ ഇപ്പോഴ് ഈ ഓലക്കീറും ഒന്നും നടക്കുന്ന കാര്യമൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുമെന്നറിയാമോ? ശരി, 100 ഓല കൊടുക്കുന്നതിന് പകരം 300 രൂപ അല്ലെ 500 രൂപ ഞാൻ കൊടുത്തു. അപ്പോൾ എനിക്ക് ദൈവത്തിന് എന്തെങ്കിലും കൊടുക്കേണ്ടതിന് അതിന് കൊടുക്കാൻ രൂപയ്ക്ക് പകരം വസ്തുവിന് പകരം രൂപയോ കൊടുക്കുന്നത് പോലെ കർത്താവിന് എന്തെങ്കിലും കൊടുക്കാനുള്ള ആഗ്രഹത്തിന് വേണ്ടി അർപ്പിക്കുന്നതല്ല ഒരു യാഗമൃഗം. ഒരു യാഗമൃഗത്തെ യാഗമർപ്പിക്കുമ്പോൾ അതൊരു സിമ്പലാണ്. ആ സിമ്പൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ദൈവത്തോട് പറയുന്ന കാര്യം, ദൈവമേ ഇവിടെ കിടക്കേണ്ടത് ഞാനാണ്, എനിക്ക് പകരം ഞാൻ എന്ത് ചെയ്യുകയാണ്? ഈ മൃഗത്തെ ഇവിടെ നിൻ്റെ മുമ്പിൽ അർപ്പിക്കുകയാണ്. എന്താണ് അതിൻ്റെ പ്രത്യേകത? ഇപ്പോൾ മുതൽ ഈ യാഗമൃഗം നിൻ്റെയാണ്, കാര്യം ഞാൻ ഇത് നിനക്ക് അർപ്പിച്ചു കഴിഞ്ഞു. അതിൻ്റെ അർത്ഥം എന്താണ്? ഈ യാഗാർപ്പണത്തിലൂടെ യാഗമൃഗത്തെ അല്ല, ഞാൻ എന്നെ തന്നെയാണ് നിനക്ക് തരുന്നത്. ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു സന്ദർഭമാണ് യാഗമെന്ന് പറയുന്നത്. യാഗം എന്താണ്? ഉടമസ്ഥാവകാശത്തിൻ്റെ കൈമാറ്റമാണ് വാസ്തവത്തിൽ യാഗം. ഉടമസ്ഥാവകാശത്തിൻ്റെ കൈമാറ്റം. അപ്പോൾ ഉടമസ്ഥാവകാശത്തിൻ്റെ കൈമാറ്റം നടന്നു കഴിഞ്ഞാൽ പിന്നീട് എനിക്ക് എൻ്റെ മേൽ യാതൊരു അവകാശവുമില്ല. ഒരു യാഗമൃഗം അർപ്പിക്കുമ്പോൾ അതിൻ്റെ പ്രത്യേകത, ദാറ്റ് ആനിമൽ ഈസ് ഡെഡ്. ബിക്കോസ് കൊന്നിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? യാഗം അർപ്പിക്കുന്നത്. പക്ഷേ നമ്മുടെ യാഗാർപ്പണം എന്താണ്? ജീവനുള്ള യാഗം. എൻ്റെ കണ്ണുകൾ ഞാൻ ചൂഴ്ന്നെടുത്ത് കളയുന്നില്ല, എൻ്റെ കൈകളെ ഞാൻ വെട്ടിക്കളയുന്നില്ല. പക്ഷേ എൻ്റെ കണ്ണുകളും കൈകളും കാലുകളും എൻ്റെ നാവും എൻ്റെ ചെവിയുമൊക്കെ ഞാൻ എന്ത് ചെയ്തിരിക്കുകയാണ്? യാഗമർപ്പിച്ചിരിക്കുകയാണ്. ഓണർഷിപ്പ് എൻ്റെ അല്ല. ഓണർഷിപ്പ് എൻ്റെ അല്ലെങ്കിൽ എനിക്കിഷ്ടമുള്ളതുപോലെ എൻ്റെ കൈകളെയും കണ്ണുകളെയും കാലുകളെയും ഉപയോഗിക്കാൻ എനിക്ക് അവകാശമില്ല. ഇനിയിപ്പോൾ എൻ്റെ കണ്ണുകൊണ്ട് എന്ത് കാണണമെന്നുള്ളത് ഞാനല്ല തീരുമാനിക്കുന്നത്. ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് മൈ ഐസ്. ഐ സാക്രിഫൈസ് മൈ ഐസ്. എൻ്റെ കൈകൾ കൊണ്ട് എന്ത് ചെയ്യണമെന്നുള്ളത് ഞാനല്ല തീരുമാനിക്കുന്നത്. ബിക്കോസ് മൈ ഹാൻഡ്സ് ആർ നോട്ട് മൈൻ. എൻ്റെ കാലുകൊണ്ട് എങ്ങോട്ട് പോകണമെന്നുള്ളത് ഇപ്പോൾ ഞാനല്ല തീരുമാനിക്കുന്നത്. ബിക്കോസ് മൈ ലെഗ്സ് ആർ നോട്ട് മൈൻ. ഐ ഹാവ് ഓഫേർഡ്, ഐ ഹാവ് സാക്രിഫൈസ്ഡ് ഇറ്റ് ആൻഡ് ഐ ഹാവ് ട്രാൻസ്ഫേർഡ് മൈ ഓണർഷിപ്പ്, the ownership of my body. I've given it to God. No longer I belong to me. Now I belong to God, Jesus. So now Jesus will decide what I shall do. ഞാൻ എന്ത് ചെയ്യണമെന്നുള്ളത് ആര് തീരുമാനിക്കും? It's not me, it's Jesus. ആ ഒരു തിരിച്ചറിവാണ് വാസ്തവത്തിൽ വിശുദ്ധ ജീവിതത്തിൻ്റെ താക്കോൽ എന്ന് പറയുന്നത്. എൻ്റെ ഓണർഷിപ്പ് ഞാൻ കൈമാറ്റം ചെയ്യുമ്പോഴാണ് ഞാൻ വിശുദ്ധ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത്. നമുക്കൊക്കെ വിശുദ്ധ ജീവിതം ജീവിക്കുവാനുള്ള എന്താണ് അതിൻ്റെ കീ എന്ന് പറയുന്നത് ഇതാണ്: സാക്രിഫൈസ് യുവർ ബോഡി ആസ് എ ലിവിങ് സാക്രിഫൈസ്. ഇറ്റ്സ് നോട്ട് എ ഡെഡ് സാക്രിഫൈസ്. ഞാൻ യാഗമാക്കപ്പെട്ടെങ്കിലും എൻ്റെ കൈ ഇപ്പോഴും ചലിക്കുന്നുണ്ട്, എൻ്റെ കണ്ണുകൾക്ക് കാണാൻ കഴിയും, എൻ്റെ ചെവി കൊണ്ട് ഞാൻ കേൾക്കുന്നുണ്ട്, എൻ്റെ നാവ് സംസാരിക്കാൻ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. ബട്ട് ഇറ്റ് ഈസ് നോട്ട് മൈൻ. എൻ്റെ ആണെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ളവർ ഉപയോഗിക്കാമായിരുന്നു, പക്ഷേ ഇത് യാഗമാക്കപ്പെട്ടിരിക്കുകയാണ്. നിങ്ങളുടെ കണ്ണ് നിങ്ങൾക്ക് ഇടർച്ച വരുത്തുന്നുവെങ്കിൽ ഒറ്റ മാർഗമേ ഉള്ളൂ: കണ്ണിനെ ചൂഴ്ന്നെടുത്ത് കളയുക എന്നല്ല, സാക്രിഫൈസ് യുവർ ഐസ്, സാക്രിഫൈസ് യുവർ ഹാൻഡ്സ്, സാക്രിഫൈസ് യുവർ ടങ്.
And then certainly what happens? No longer you belong to you, and you understand that your honor is not you. You have transferred your ownership to God. ദൈവത്തിന് നിങ്ങളുടെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് നിങ്ങളല്ല കാണുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. യോ പറയുന്ന പോലെ ഞാൻ എൻ്റെ കണ്ണുമായി ഒരു നിയമം ചെയ്തിരിക്കുന്നു. ഐ ഹാവ് സാക്രിഫൈസ് മൈ ഐസ്. ഞാൻ ഇനി ഒരു കന്യകയെ നോക്കുന്നത് എങ്ങനെ? ബിക്കോസ് ഐ ഹാവ് ഓൾറെഡി സാക്രിഫൈസ്. ഇറ്റ് ഈസ് നോട്ട് മൈൻ. നിയമം ചെയ്ത് കഴിഞ്ഞു, അല്ലെങ്കിൽ ഞാൻ കൊടുത്തു കഴിഞ്ഞു. ഇതാണ് വിശുദ്ധ ജീവിതത്തിൻ്റെ താക്കോൽ. കർത്താവ് പറയാണ്, നിങ്ങളെക്കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നിങ്ങളുടെ സ്വർഗസ്വപിതാവ് സൽഗുണപൂർണനാകുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണനാകണം. സ്വർഗസ്വപിതാവിനെ പോലെ സൽഗുണപൂർണനാകണമെങ്കിൽ എൻ്റെ ലൈഫ് ഞാൻ ജീവിച്ചുകൊണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ആദ്യം തൊട്ട് പറയുന്ന ഒരു കാര്യം എന്താണ്? ഈ ലൈഫ് എന്താ? ഈ ഗിരിപ്രഭാഷണത്തിൽ പറയുന്ന ജീവിതം ജീവിക്കണമെങ്കിൽ ആർക്ക് പറ്റത്തില്ല? ഒരു നാച്ചുറൽ മാൻ ഒരിക്കലും ജീവിക്കാൻ പറ്റത്തില്ല. ഒരു സ്വാഭാവിക മനുഷ്യൻ ഒരിക്കലും ജീവിക്കാൻ പറ്റത്തില്ല. ഒരു ആത്മിക മനുഷ്യന് മാത്രമേ ജീവിക്കാൻ പറ്റൂ. അത്രേ ദൈവം ഉദ്ദേശിക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് ശിഷ്യന്മാർക്ക് വേണ്ടിയുള്ള ഒരു സന്ദേശമാണ്. റീജനറേറ്റഡ് ആയിട്ടുള്ളവർക്ക് വേണ്ടിയുള്ള ഒരു സന്ദേശമാണ്. എൻ്റെ നാച്ചുറലായിട്ടുള്ള എൻ്റെ എൻ്റെ പ്രകൃതം, എൻ്റെ സ്വഭാവം, എൻ്റെ നേച്ചർ, ആ നേച്ചറിനെ ഞാൻ സാക്രിഫൈസ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ എൻ്റെ ആദാമ്യ പ്രകൃതത്തെ ഞാൻ ബാർട്ടർ ചെയ്തിരിക്കുകയാണ്. ബാർട്ടർ ചെയ്യുന്ന പറയുമ്പോൾ എന്താണ്? പണ്ട് കാലത്ത് പോലെ വിൽക്കുകയും വാങ്ങിക്കുകയും ചെയ്യുമ്പോഴത്തേക്ക് എന്താണ്? ഒരു വസ്തു കൊടുത്തിട്ട് മറ്റൊരു വസ്തു വാങ്ങിക്കുന്നത് പോലെ എൻ്റെ ആദാമ്യ പ്രകൃതത്തെ ഞാൻ എക്സ്ചേഞ്ച് ചെയ്തിരിക്കുകയാണ്. എന്തിനു വേണ്ടി? ഒരു സ്പിരിച്വൽ നേച്ചർ കർത്താവ് തന്നിട്ടുണ്ട്. യേശു എനിക്ക് വേണ്ടി ഒരുക്കി തന്നിരിക്കുന്ന വീണ്ടും ജനനത്തിലൂടെ എനിക്ക് ലഭിച്ച ആ പുതിയ സൃഷ്ടിയാകുവാൻ കർത്താവ് എനിക്ക് തന്ന അവസരത്തെ ഞാൻ ഉപയോഗിച്ചിരിക്കുകയാണ്. ഐ ആം എ ന്യൂ ക്രിയേഷൻ. ഞാൻ ഒരു പുതിയ മനുഷ്യനാണ്. എങ്ങനെയുള്ള പുതിയ മനുഷ്യൻ? ആത്മാവിൽ ജനിച്ച പുതിയ മനുഷ്യൻ. അങ്ങനെയാണ് എനിക്ക് ഈ ജീവിതം ജീവിക്കാൻ കഴിയുന്നത്. അല്ലെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല? എനിക്ക് ഈ ഒരു ജീവിതം ജീവിക്കാൻ കഴിയത്തില്ല. ഞാനൊരു വിശുദ്ധ ജീവിതം ജീവിക്കണമെങ്കിൽ അതിനെനിക്കൊരു പരാജയം ഉണ്ടാകുന്നതിന് എപ്പോഴും പിശാചിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മോസ്റ്റ് ഓഫ് ദ ടൈം ദാറ്റ്സ് വാട്ട് ഹാപ്പൻ. നമ്മൾ എപ്പോഴും പറയുന്ന, ഇറ്റ്സ് നോട്ട് ബിക്കോസ് ഓഫ് മീ, ഇറ്റ്സ് ദ ഡെവിൾ, ഇറ്റ്സ് ദ ഡെവിൾ. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താണ്? ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് ദ ഡെവിൾ, ഇറ്റ്സ് ബിക്കോസ് വി ഡു നോട്ട് സാക്രിഫൈസ് അവർ ബോഡി. നമുക്ക് എന്തുകൊണ്ടാണ് പരാജയങ്ങൾ ഉണ്ടാകുന്നത്? സാത്താൻ്റെ മാത്രം കുറ്റമല്ല. സാത്താൻ അവൻ്റെ ജോലി അത് ചെയ്യരുത് നമുക്ക് പറയാൻ പറ്റത്തില്ല. അവനെപ്പോഴും സജഷൻസുമായിട്ട് വരും. പക്ഷേ എന്താണ് ആവശ്യമായിരിക്കുന്നത്? ഐ നീഡ് ടു സാക്രിഫൈസ് മൈ ബോഡി. എൻ്റെ മോഹങ്ങളെ ഞാൻ എന്ത് ചെയ്യണം? തകർത്ത് കളയണം. മോഹങ്ങൾ കത്തി നിൽക്കുന്ന എൻ്റെ കണ്ണുകളെ ഞാൻ ചൂഴ്ന്നെടുത്ത് കളയണം. മോഹങ്ങൾ തിളച്ചു നിൽക്കുന്ന എൻ്റെ കാലുകളെയും കൈകളെയും ഞാൻ വെട്ടിക്കളയണം. പകരം അവിടെ എന്ത് ചെയ്യണം? ആത്മജനനത്തിലൂടെ, വീണ്ടും ജനനത്തിലൂടെ എനിക്ക് ലഭിച്ച പുതിയ മനുഷ്യനെ ഞാൻ ധരിക്കണം. മോഹങ്ങൾ കുത്തി നിറച്ചിരിക്കുന്ന എൻ്റെ നാച്ചുറൽ മാൻ, എൻ്റെ പഴയ മനുഷ്യനെ, അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ഞാൻ സാക്രിഫൈസ് ചെയ്യണം, ഞാൻ ഉരിഞ്ഞു കളയണം. എന്നിട്ട് പുതുജനനത്തിലൂടെ എനിക്ക് ലഭിച്ചിരിക്കുന്ന പുതിയ മനുഷ്യനെ, ആ ക്രിസ്തുവാനുരൂപമായ ആ പുതിയ മനുഷ്യനെ, ദൈവാനുരൂപമായ ആ പുതിയ മനുഷ്യനെ ഞാൻ ധരിക്കണം. ആ പുതിയ ജീവിതത്തിലൂടെ മാത്രമേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? എൻ്റെ സ്വർഗസ്ഥ പിതാവ് സൽഗുണപൂർണ്ണനായിരിക്കുന്നത് പോലെ എനിക്ക് സൽഗുണപൂർണ്ണൻ ആകുവാൻ കഴിയുകയുള്ളൂ. അടുത്ത വാക്യങ്ങളിലേക്ക് വരുമ്പോഴത്തേക്ക് അവിടെ ഇറ്റ് സെയ്സ് അബൌട്ട് ദ പ്രോബ്ലം ഓഫ് ഇൻ്റർപ്രിട്ടേഷൻ. ഒരു ഇൻ്റർപ്രിട്ടേഷൻ്റെ ഒരു വലിയ പ്രശ്നം അവിടെയും വരുന്നുണ്ട്. 31 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ആരെങ്കിലും ഭാര്യയെ ഉപേക്ഷിച്ചാൽ അവൾക്ക് ഉപേക്ഷണ പത്രം കൊടുക്കട്ടെ എന്ന് അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, പരസംഗം ഹേതുവല്ല ആയിട്ടല്ല, അത് ഭാര്യയെ ഉപേക്ഷിക്കുന്നവനെല്ലാം അവളെ കൊണ്ട് വ്യഭിചാരം ചെയ്യിക്കുന്നു. ഈ ഭാഗത്ത് വീണ്ടും ഈ ശാസ്ത്രിമാരുടെ അവരുടെ ഇൻ്റർപ്രിട്ടേഷൻ്റെതായിട്ടുള്ള ഒരു വലിയ പ്രശ്നമുണ്ട്. എന്നു വെച്ച് കഴിഞ്ഞാൽ, മോസസ് പറഞ്ഞു, ആരെങ്കിലും ഒരു സ്ത്രീയെ ഉപേക്ഷിക്കുകയാണെങ്കിൽ കാരണം കാണിച്ചുകൊണ്ട് എന്ത് ചെയ്യണം? ഒരു ഉപേക്ഷണ പത്രം കൊടുക്കണം, എന്നാൽ മാത്രമേ ഉപേക്ഷിക്കുവാൻ കഴിയത്തുള്ളൂ. അപ്പോൾ പിന്നെ ഇവരുടെ ഇൻ്റർപ്രിട്ടേഷൻ വരാൻ തുടങ്ങി. ഞാൻ രാവിലെ പറഞ്ഞോളൂ ഇൻ്റർപ്രിട്ടേഷൻ. ഓക്കെ, അപ്പോൾ കാരണം കാണിച്ചാൽ ഉപേക്ഷണ പത്രം കൊടുക്കാം അല്ലേ? അപ്പോൾ എന്ത് കാരണം?
അപ്പോൾ എന്തൊക്കെ കാരണം കൊണ്ട് ഉപേക്ഷിക്കാമെന്നുള്ളതിനെ കുറിച്ച് ശാസ്ത്രിമാർ എന്ത് ചെയ്യാൻ തുടങ്ങി? ഇൻ്റർപ്രറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. അതുകൊണ്ട് യേശുവിൻ്റെ കാലഘട്ടത്തിൽ പല റബിമാർ പല അഭിപ്രായം പറഞ്ഞു. പല അഭിപ്രായം പറഞ്ഞപ്പോൾ യേശുവിൻ്റെ അടുത്ത് ആളുകൾ വന്ന് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്: ഏത് കാരണവും ചൊല്ലി ഭാര്യയെ ഉപേക്ഷിക്കാമോ? മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നതാണ്. ഏത് കാരണവും ചൊല്ലി ഭാര്യ ഉപേക്ഷിക്കാമോ? എന്നറിയാമോ? ആ കാലയളവിലെ വലിയൊരു ഡിസ്കഷനായിരുന്നു. നിങ്ങളുടെ ഭാര്യ നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ, കറി വെച്ചപ്പോൾ, നമ്മുടെ നാട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടാൻ അടുക്കി പറ്റി. ഇഫ് യുവർ വൈഫ് ബേൺസ് യുവർ ഫുഡ്, ദാറ്റ്സ് ഓൾസോ എ റീസൺ. കാര്യം മോശം എന്താ പറഞ്ഞിട്ടുണ്ട്? ഉപേക്ഷണ പത്രം കൊടുത്താൽ മതി. ഉപേക്ഷണ പത്രത്തിന് ആകെ ആവശ്യമുള്ള കാരണം എന്താണ്? കാരണം കാണിച്ചിരിക്കണം. അപ്പോൾ ഏത് കാരണവും ചൊല്ലി ഭാര്യ ഉപേക്ഷിക്കാമോ? ഇഫ് യുവർ വൈഫ് ബേൺസ് യുവർ ഫുഡ്, നിങ്ങളുടെ ഭാര്യ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അത് കരിഞ്ഞു പോയാൽ ആ കാരണം പറഞ്ഞ് ഭാര്യ ഉപേക്ഷിക്കാം. അന്നത്തെ ഒരു ഡിസ്കഷനായിരുന്നു. ഇതിനെക്കുറിച്ചൊക്കെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്, അല്ലാതെ ഞാൻ മനസ്സിൽ നിന്ന് പറയുന്ന കാര്യങ്ങളല്ല. ഇതൊക്കെ റിട്ടേൺ ആയിട്ട് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളുണ്ട്. ദാറ്റ് വാസ് വൺ ഓഫ് ദ ഡിസ്കഷൻസ് എമംഗ് ദ റബീസ് ഓർ ദ സ്ക്രൈബ്സ്. അപ്പോൾ ഒരാൾ പറഞ്ഞു, യെസ്, കാര്യം മോശം എന്താ പറഞ്ഞിട്ടുണ്ട്? ഉപേക്ഷണ പത്രം കൊടുത്താൽ മതിയല്ലോ, നത്തിങ് എൽസ്. ഏത് കാരണം എന്നുള്ളത് മോശ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ചില സ്ക്രൈബ്സ് പറഞ്ഞു യെസ് യു ക്യാൻ, ചില സ്ക്രൈബ്സ് പറഞ്ഞു അത്രയും ചെറിയ കാരണം പറ്റത്തില്ല. പക്ഷെ അവർക്കൊരു ഫൈനലി ഒരു തീരുമാനമെടുക്കാൻ അവർക്ക് കഴിയുന്നില്ല. അപ്പം കർത്താവിൻ്റെ അടുത്ത് ഇവർ വന്ന് സംസാരിക്കുമ്പോൾ അവിടെ പറയുന്ന ഒരു കാര്യം, പരീശന്മാർ അവൻ്റെ അടുത്തിൽ വന്ന് ഏത് കാരണം ചൊല്ലി ഭാര്യ ഉപേക്ഷിക്കാമെന്ന് വിഹിതമോ എന്ന് പരീക്ഷിച്ച് ചോദിച്ചു. അതിനവൻ, സൃഷ്ടിച്ചവൻ ആദിയിൽ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചുവെന്നും അത് നിമിത്തം മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും എന്നും അരുളി ചെയ്തു എന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? അതുകൊണ്ട് അവർ മേലാൽ രണ്ടല്ല ഒരു ദേഹമത്രേ. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. പരീശന്മാർ അവനോട് പറയുകയാണ്, എന്നാൽ ഉപേക്ഷണപത്രം കൊടുത്തിട്ട് അവളെ ഉപേക്ഷിപ്പാൻ മോശ കൽപ്പിച്ചത് എന്താണെന്ന് ചോദിച്ചു. നാച്ചുറൽ ക്വസ്റ്റ്യൻ. മോശ പറഞ്ഞല്ലോ കുഴപ്പമില്ലെന്ന്. ഉടനെ കർത്താവ് പറയുന്ന വാക്കെന്താണ്? നിങ്ങളുടെ ഹൃദയകാഠിന്യം നിമിത്തമത്രേ ഭാര്യമാരെ ഉപേക്ഷിപ്പാൻ മോശ അനുവദിച്ചത്. എന്താ ഹൃദയകാഠിന്യം നിമിത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഉപേക്ഷണ പത്രം കൊടുത്തിട്ട് ഉപേക്ഷിക്കാമെന്ന് മോശ പറയാൻ കാര്യം, അത് പറഞ്ഞില്ലെങ്കിൽ അതുപോലും ചെയ്യാതെ നിങ്ങൾ ഉപേക്ഷിച്ച് കളയുമെന്നുള്ളത് കൊണ്ടാണ്. അതാണ് ഇവിടുത്തെ അർത്ഥം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മോശ ഉപേക്ഷണ പത്രം കൊടുക്കണമെന്ന് നിർബന്ധം പിടിച്ചെന്നാണ്. അതെങ്ങാണം പറഞ്ഞില്ലെങ്കിൽ അതുപോലും ചെയ്യാതെ നിങ്ങൾ എന്ത് ചെയ്തു കളയും? ഭാര്യ ഉപേക്ഷിച്ച് കളയും. കാര്യം നിങ്ങളുടെ ഹൃദയ കാഠിന്യം നിമിത്തം. എന്നിട്ട് അതിനോട് ചേർന്ന് പറയുകയാണ്, ആദിയിൽ അങ്ങനെ അല്ലായിരുന്നു. എന്താ അതിൻ്റെ അർത്ഥം? നിയമം എന്ന് പറയുന്നത് സീനായിലെ നിയമവും അല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യ ഉപേക്ഷിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ സീനായിൽ ദൈവം എഴുതി കൊടുത്തതായ 10 കൽപ്പനകളിൽപ്പെട്ട കാര്യമൊന്നുമല്ല. സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ മോശയുടെ ന്യായപ്രമാണത്തിൽ മോശ പറഞ്ഞതായ കാര്യമാണെന്ത്? അല്ലെങ്കിൽ പ്രാക്ടിക്കലായിട്ട് സിനായ് മലയിൽ വെച്ച് കൊടുക്കുന്ന കാര്യങ്ങളുടെ പ്രായോഗിക തലത്തിലുള്ള നിയമമാണ് വാസ്തവത്തിലൂടെ പറയുന്നത്. ആ പ്രായോഗിക തലത്തിലേക്ക് കാര്യങ്ങൾ വരുമ്പോഴുണ്ടാകുന്ന പ്രത്യേകത, മുന്നിലുള്ള വ്യക്തികളുടെ പ്രായോഗിക തലത്തിൻ്റെ പ്രത്യേകത എന്നല്ല, മുന്നിലുള്ള വ്യക്തികളുടെ മനസ്സും ചിന്തകളും ജീവിതവും സാഹചര്യങ്ങളൊക്കെ അനുസരിച്ചാണ് പ്രായോഗികമായ നിർദ്ദേശങ്ങളുണ്ടാകുന്നത്. എന്നാൽ ആദിയിൽ അങ്ങനെയല്ലായിരുന്നു. അതിൻ്റെ അർത്ഥം, നിയമം നമ്മൾ പഠിക്കേണ്ടത് സാഹചര്യങ്ങളിൽ എങ്ങനെ വ്യാഖ്യാനിക്കപ്പെട്ടു എന്നുള്ളതല്ല, അല്ലെങ്കിൽ പ്രായോഗികമായി ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ എങ്ങനെ പറഞ്ഞു എന്നുള്ളതല്ല, അതിനും അപ്പുറത്ത് ആദിയിൽ എങ്ങനെയായിരുന്നുള്ളതാണ്. വാട്ട് വാസ് ഇൻ ദ മൈൻഡ് ഓഫ് ഗാഡ്. ആദിയിൽ അങ്ങനെ അല്ലായിരുന്നു. ഹൃദയകാഠിന്യമുള്ള, ഞാൻ പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും. ദൈവം കൽപ്പന കൊടുത്തപ്പോൾ ദൈവം എന്ത് ചെയ്തില്ല? ഇതനുസരിച്ചാൽ അനുഗ്രഹമുണ്ടെന്നും ഇതനുസരിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ശാപമുണ്ടെന്നും പറഞ്ഞോ? ഇല്ല. എപ്പോഴാണത് പറഞ്ഞത്? കൽപ്പന അനുസരിക്കാത്ത ദുശാഠ്യമുള്ള ജനത്തോടാണ് പറഞ്ഞത്. എന്ത്? നിങ്ങൾ അനുസരിച്ചാൽ അനുഗ്രഹമുണ്ടെന്നും അനുസരിച്ചില്ലെങ്കിൽ ശാപമുണ്ടെന്നും. അല്ലാതെ ദൈവത്തിൻ്റെ ഒറിജിനൽ പ്ലാനിൽ എന്താണ്? ഹി ഈസ് ജസ്റ്റ് ഗിവിങ് ദ ലോ. ഇതേപോലെ തന്നെ ദുശാഠ്യമുള്ള ഒരു ജനത്തോട് പറയുമ്പോഴാണ് ഹൃദയകാഠിന്യം നിമിത്തം നിങ്ങൾ എന്താണ് ഓർത്തോണം, ഉപേക്ഷണപത്രം കൊടുത്ത് കാരണം കാണിക്കാതെ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? ഭാര്യയെ ഉപേക്ഷിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. അപ്പോൾ ഓക്കെ, നമ്മൾ ലെറ്റ്സ് കം ബാക്ക്. ഇവിടെ
5-ാം അധ്യായത്തിൽ കർത്താവ് ഇവിടെ പറയുന്നൊരു കാര്യമാണ്, ആരെങ്കിലും ഭാര്യയെ ഉപേക്ഷിച്ചാൽ അവൾക്ക് ഉപേക്ഷണപത്രം കൊടുക്കട്ടെ എന്നും അരുളി ചെയ്തിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, പരസംഗം ഹേതുവല്ലാതെ ഭാര്യയെ ഉപേക്ഷിക്കുന്നവനെല്ലാം അവളെ കൊണ്ട് വ്യഭിചാരം ചെയ്യിക്കുന്നു. ഇവിടെ മറ്റൊരു ആസ്പെക്റ്റ് കർത്താവ് പറയാണ്. അതായത് നിന്റെ ഒരു ആക്ട്, അതിൻ്റെ കോൺസിക്വൻസ് നിന്റെ ജീവിതത്തിൽ എന്താണെന്ന് മാത്രം ആലോചിച്ചാൽ പോരാ, മറ്റുള്ളവരുടെ ജീവിതത്തിൽ എൻ്റെ പ്രവൃത്തിയുടെ കോൺസിക്വൻസ് എന്താണെന്നും കൂടെ ആലോചിക്കുവാനുള്ള ഉത്തരവാദിത്വം എനിക്കുണ്ട്. ഞാൻ പറഞ്ഞ നിങ്ങൾ ഗ്രഹിക്കണം. ഞാനൊരു കാര്യം ചെയ്യണോ വേണ്ട എന്ന് തീരുമാനിക്കുന്നത്, അത് ചെയ്താൽ എനിക്കെന്ത് ഭവിക്കും എന്നുള്ള കാര്യം കൊണ്ട് അതിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല. പിന്നെ എന്തുകൂടെ നോക്കണം, എൻ്റെ ഒരു പ്രവൃത്തി മറ്റൊരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന കോൺസിക്വൻസ് എന്താണ്. അവർക്ക് ദോഷകരമായ ഒരു കാര്യം എൻ്റെ പ്രവൃത്തി മൂലം ഉണ്ടായാൽ ഞാൻ ആ ചെയ്യുന്നത് എന്താണ്? പാപമാണ്. അപ്പോൾ എത്ര ആഴത്തിൽ ഓരോ തീരുമാനത്തിനും മുമ്പ് നമ്മൾ കാര്യങ്ങളെ വിശകലനം ചെയ്യേണ്ടി വരുന്നതാണ്. ഞാൻ ഒരു സ്ത്രീയെ ഉപേക്ഷിച്ചാൽ, എൻ്റെ ഭാര്യയെ ഉപേക്ഷിച്ചാൽ, അങ്ങനെ ഉപേക്ഷിക്കാനായിട്ട് യാതൊരു രീതിയിലും ദൈവം എന്ത് ചെയ്യുന്നില്ല, അനുവദിക്കുന്നില്ല. ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കുക, അതേ ഉള്ളൂ. വിവാഹത്തെക്കുറിച്ച് ആകെ ഒരു നിയമവ്യവസ്ഥയിലുള്ളൂ. എന്താണ്? ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. വേർപിരിഞ്ഞാൽ ഉണ്ടാകുന്ന വലിയൊരു പ്രശ്നം, ഈ സ്ത്രീക്ക്, ഇപ്പോഴത്തെ കാലഘട്ടമല്ലല്ലോ, ഈ സ്ത്രീക്ക് എന്താണ്, അവൾക്ക് പിന്നെ ജീവിക്കണമെങ്കിൽ ഒരുപക്ഷെ വ്യഭിചാരം ചെയ്യേണ്ടി വരും. അവളുടെ ജീവിതത്തിൽ മുന്നോട്ടുള്ള അവളുടെ ജീവിതത്തെ മുഴുവൻ നശിപ്പിക്കുന്ന രീതിയിൽ അവളുടെ സ്പിരിച്വാലിറ്റിയെയും അവളുടെ ആത്മീയതയെ മാത്രമല്ല അവളുടെ ജീവിതത്തെയും എല്ലാം തകർക്കുന്ന ഒരു തീരുമാനമാണ് നിങ്ങളെടുത്തത്. ഒരുപക്ഷെ നിങ്ങൾക്കൊരു നീതിയോ ന്യായമോ എന്തെങ്കിലും പറയാനുണ്ടായിരിക്കുകയും ചെയ്യാം. നീതിയും ന്യായവും എത്ര പറയാനുണ്ടെങ്കിലും കോൺസിക്വൻസ് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു തീരുമാനം എടുക്കാനുള്ള അവകാശമില്ലെന്ന് കർത്താവ് പറയുന്നത്. അപ്പോൾ എൻ്റെ പ്രവൃത്തികളെ നീതിയുടെയും ന്യായത്തിൻ്റെയും കാര്യം പറഞ്ഞ് മാത്രം ഞാൻ വിശകലനം ചെയ്താൽ പോരാ, എൻ്റെ ഒരു പ്രവൃത്തി എന്നോട് ചേർന്ന് നിൽക്കുന്ന, അല്ലെങ്കിൽ എൻ്റെ പ്രതിയോഗിയുടെ, എൻ്റെ എതിരാളിയുടെ ജീവിതത്തിൽ എന്ത് കോൺസിക്വൻസ് ഉണ്ടാക്കുന്നു എന്ന് കൂടെ ഞാൻ ആലോചിക്കണം. ഞാനൊരു പാർട്ട്ണറുമായിട്ട് പിണങ്ങുകയാണെങ്കിൽ, അല്ലെങ്കിൽ എന്തുമായിക്കോട്ടെ, എനിത്തിങ്, അയൽവക്കക്കാരനുമായിട്ട് വഴക്കുണ്ടാക്കുകയോ അല്ലെങ്കിൽ നീതിക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലും കാര്യങ്ങൾ പറയുകയാണെന്ന് വെച്ചോ, നിങ്ങളുടെ സഭയിലോ പുറത്തോ എവിടെയും ആയിക്കോട്ടെ, നിങ്ങൾ എന്ത് ചെയ്തേ പറ്റുള്ളൂ? നിങ്ങളുടെ ഈ പ്രവൃത്തി അയാളുടെ ജീവിതത്തിൽ ഏതെങ്കിലും പ്രതിസന്ധി ഉണ്ടാക്കുമെങ്കിൽ അതും കൂടെ ആലോചിച്ച് മാത്രമേ നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. ബിക്കോസ് കർത്താവിൻ്റെ നിയമപ്രകാരം എൻ്റെ പ്രയോറിറ്റി എന്ന് പറയുന്നത് ഞാനല്ല, ഇറ്റ് ഈസ് അതേഴ്സ്. അതാണ് ക്രിസ്ത്യാനിറ്റിയുടെ പ്രത്യേകത. ക്രിസ്ത്യാനിത്വം എപ്പോഴും പ്രയോറിറ്റി കൊടുക്കുന്നത് എനിക്കല്ല, ആർക്കാണ്? മറ്റുള്ളവർക്കാണ്. ഞാൻ പലയിടത്തും ഉദ്ധരിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട്. വില്യം ബൂത്ത് നമുക്കറിയാവുന്ന ലോകത്തിൽ വളരെയേറെ പ്രയോജനപ്പെട്ട, ഉപകരിക്കപ്പെട്ട, അല്ലെങ്കിൽ കർത്താവിനാൽ ഉപയോഗിക്കപ്പെട്ട ഒരു വലിയ സുവിശേഷകനായിരുന്നു വില്യം ബൂത്ത്. സാൽവേഷൻ ആർമിയുടെ സ്ഥാപകനായിരുന്ന വില്യം ബൂത്ത്. വില്യം ബൂത്ത് എൻ്റെ പ്രസംഗങ്ങൾ ഒത്തിരി ആളുകൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്താൽ സ്വാധീനിക്കപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അവസാനത്തെ പ്രസംഗമാണെന്ന് ആർക്കും അറിയത്തില്ല. അദ്ദേഹം പ്രായമായ സമയത്ത് അദ്ദേഹം നേരത്തെ കൊടുത്ത പ്രോഗ്രാം അനുസരിച്ച് ഒരു പ്രസംഗത്തിന് പോകണമായിരുന്നു. പക്ഷേ യാത്ര ചെയ്യാൻ കഴിയാത്ത രീതിയിൽ അദ്ദേഹം ബെഡ് റിഡനായി. ഒടുവിൽ ഇദ്ദേഹം എന്ത് ചെയ്തു? പ്രസംഗം എഴുതി ഒരാളുടെ കൊടുത്തിട്ട് പറഞ്ഞു, എൻ്റെ പ്രസംഗം നീ അവിടെ പോയി വായിച്ചാൽ മതി എന്ന് പറഞ്ഞു. അദ്ദേഹം ആ ചർച്ചിൽ പോയി പ്രസംഗിക്കാൻ വേണ്ടി എൻവലപ്പ് തുറന്ന് വായിക്കാനെടുത്തപ്പോൾ ആ കടലാസിൽ ആകെ ഒരു വാക്കേ ഉള്ളൂ, അതേഴ്സ്, മറ്റുള്ളവർ. വില്യം ബൂത്തിൻ്റെ അവസാനത്തെ പ്രസംഗം, അതിൻ്റെ ടൈറ്റിലും അതിൻ്റെ കണ്ടൻറ്റും എല്ലാം ഒറ്റ വാക്കാണ്, എന്ത്? അതേഴ്സ്. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ അവസാനത്തെ പ്രസംഗം. ശരിക്കും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ യാഥാർത്ഥ്യം അതാണ്. വി ആർ നോട്ട് ലിവിങ് ഫോർ അവർ സെൽസ്, വി ലിവ് ഫോർ അതേഴ്സ്. മറ്റുള്ളവർക്ക് വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത്. അതാണ് ക്രിസ്തീയ ജീവിതം. കാര്യം യേശു കർത്താവ് തനിക്ക് വേണ്ടി തന്നെ ജീവിച്ചില്ല. ഹി വാസ് ലിവിങ് ഫോർ അതേഴ്സ്. വെൻ ഹി വാസ് ഡൈയിങ്, ഹി സ്ട്രെച്ച്ഡ് ഹിസ് ഹാൻഡ്സ്. ലോകത്തിലേക്ക് വരുന്ന ഏത് ചെറിയ കുഞ്ഞും കൈ ചുരുട്ടി പിടിച്ചാണ് വരുന്നത്. എന്ത് കിട്ടിയാലും കൈക്കകത്ത് ഒതുങ്ങുകയും ചെയ്യും. ഗിവ് എനിത്തിങ്, വിടത്തില്ല. അത് ഹ്യൂമൻ നേച്ചറാണ്. പക്ഷേ യേശു കർത്താവ് മരിക്കുമ്പോൾ ഹി വാസ് നോട്ട്
ചുരുട്ടിയ മുഷ്ടികളോടെ അല്ല യേശു കർത്താവ് മരിക്കുന്നത്, വിടർത്തിയ കൈകളോടുകൂടെ. കർത്താവ് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത വലിയ സന്ദേശം എന്താണ്? I was not living for myself. I was living for others. I have not kept anything for myself. I gave everything for you. നിങ്ങളുടെ പിതാവ് സൽഗുണപൂർണ്ണനാകുവാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ നിങ്ങളും ജീവിക്കേണ്ടത് മറ്റുള്ളവർക്ക് വേണ്ടിയായിരിക്കണം. ഓൺലി വെൻ യു ആർ ലിവിങ് ഫോർ അതേഴ്സ്, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നവന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമ്മുടെ പിതാവ് സൽഗുണപൂർണ്ണനായിരിക്കുന്നത് പോലെ നമുക്ക് സൽഗുണപൂർണ്ണനാകുവാൻ കഴിയത്തുള്ളൂ, അങ്ങനെ ജീവിക്കാനായിട്ട് കഴിയത്തുള്ളൂ. മുന്നോട്ടുള്ള വാക്യങ്ങൾ ഞാൻ ഓർപ്പിച്ച് മാത്രം പോകുകയാണ്. 33 മുതൽ 37 വരെയുള്ള വാക്യങ്ങൾ പറയുമ്പോൾ ഇറ്റ് സേസ് അബൌട്ട് അവർ ഇൻറ്റഗ്രിറ്റി. 33-ാമത്തെ വാക്യം മുതൽ കള്ളസത്യം ചെയ്യരുതെന്നും സത്യം ചെയ്തത് കർത്താവിനെ നിവർത്തിക്കണമെന്നും പൂർവ്വന്മാർ അളിച്ചത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞാൻ നിങ്ങളോട് പറയുന്നത്, ശേഷം സത്യം ചെയ്യരുത്, സ്വർഗത്തെ കൊണ്ടരുത്, അത് ദൈവത്തിൻ്റെ സിംഹാസനം, ഭൂമിയെ കൊണ്ടരുത്, അത് അവൻ്റെ പാദപീഠം, യെരൂശലേമിനെ കൊണ്ടരുത്, അത് മഹാരാജാവിൻ്റെ നഗരം, നിൻ്റെ തലയെ കൊണ്ട് സത്യം ചെയ്യരുത്, ഒരു രോമവും വെളുപ്പിക്കുവാനോ കറുപ്പിക്കുവാനോ നിനക്ക് കഴിയുകയില്ല, നിങ്ങളുടെ വാക്ക് ഉവ്വ് ഉവ്വ് എന്നും ഇല്ല ഇല്ല എന്നുമായിരിക്കട്ടെ. ഇൻറ്റഗ്രിറ്റി ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിലെ ഏറ്റവും അവൻ സൂക്ഷിക്കേണ്ട കാര്യമാണ്. ഇൻറ്റഗ്രിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ പറയുന്നതും നമ്മുടെ ജീവിതവും തമ്മിൽ. സാധാരണ ഇൻറ്റഗ്രിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ പറയുന്നത് ഹീ ഈസ് എ മാൻ ഓഫ് ഇൻറ്റഗ്രിറ്റി. നമ്മൾ ചിലപ്പം ആളുകളെ കുറിച്ച് പറയുന്നത് എന്താണ്? അവൻ പറയുന്നത് അവൻ ചെയ്തിരിക്കും, ചെയ്തിരിക്കും. അപ്പോൾ നമ്മളെന്ത് പറയും? ഈസ് എ മാൻ ഓഫ് ഇൻറ്റഗ്രിറ്റി. എന്നാൽ ക്രിസ്ത്യൻ ലെവലിൽ ഇൻറ്റഗ്രിറ്റി കുറച്ചുകൂടെ ആഴത്തിലുള്ളതാണ്. അവൻ പറയുന്നത് ചെയ്യുമെന്ന് മാത്രമല്ല, അവൻ ചിന്തിക്കുന്നതായിരിക്കും അവൻ പറയുകയും ചെയ്യുന്നത്. നിങ്ങളുടെ വാക്ക് ഉവ്വ് ഉവ്വ് എന്നും ഇല്ല ഇല്ല എന്നുമായിരിക്കട്ടെ. എന്ന് വെച്ചാൽ ഹൃദയത്തിൽ എന്തുണ്ടോ അത് മാത്രമായിരിക്കും നിങ്ങളുടെ നാവിൽ നിന്ന് പുറത്ത് വരുന്നത്. നിങ്ങൾ ഉദ്ദേശിക്കാത്ത ഒരു കാര്യവും നിങ്ങൾ സംസാരിക്കത്തില്ല. ഒരു വ്യാജ വാക്കും നിങ്ങളുടെ മനസ്സിൽ നിന്നുണ്ടാവുകയില്ല. ഞാനിതിൽ പറഞ്ഞൊരു കൊട്ടേഷൻ ഉണ്ടല്ലോ, ഡിപ്ലോമസിയുടെ പ്രത്യേകത പറഞ്ഞല്ലോ. വെൻ എ ഡിപ്ലോമാറ്റ് സേസ് യെസ് ഹി മീൻസ് വെയിറ്റ്, ആൻഡ് വെൻ ഹി സേസ് വെയിറ്റ് ഹി മീൻസ് നോ. ഒരു ക്രിസ്ത്യൻ അതല്ല. ഒരു ക്രിസ്ത്യാനിയുടെ വാക്ക് എങ്ങനെയാണ്? ഉവ്വ് ഉവ്വ് എന്നും ഇല്ല ഇല്ല എന്നും. ഞാൻ പറയുന്ന വാക്കുകൾ എൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്നുള്ളതായിരിക്കും. നിങ്ങളുടെ വാക്ക് ഉവ്വ് ഉവ്വ് എന്നും ഇല്ല എന്നും ആയിരിക്കട്ടെ. അതിന് അധികമായതൊക്കെ ദുഷ്ടനിൽ നിന്ന് വരുന്നു. അതിനധികമായതെന്ന് പറയുമ്പോൾ കാപഢ്യമാണ്. ഉവ്വ് ഉവ്വ് എന്നും ഇല്ല ഇല്ല, എൻ്റെ ഹൃദയത്തിലുള്ളത് മറച്ചു വയ്ക്കുന്ന, അങ്ങനെയുള്ള മറ്റു വാക്കുകൾ ഉപയോഗിക്കുന്നത്. അതിലധികം എന്ന് പറഞ്ഞാൽ അതാണ്. അത്രയുള്ള അതിനകത്തർത്ഥം. When I say yes, it should come from my heart. If I say yes and I had something else in my mind, ഞാൻ എന്ത് ചെയ്യുകയാണ്? കാപഢ്യം കാണിക്കുകയാണ്. അതെവിടെ നിന്ന് വരുന്നു? ദുഷ്ടനിൽ നിന്ന് വരുന്നു. നിർദോഷമെന്ന് നമ്മൾ ഒരുപക്ഷെ ചിന്തിച്ചേക്കാം. അല്ല, നിങ്ങളുടെ ഹൃദയത്തിൻ്റെ നമ്മൾ അങ്ങനെ പറഞ്ഞാൽ ഇപ്പം വലിയ കുഴപ്പമുള്ള കാര്യമൊന്നുമല്ലല്ലോ, അത് പറഞ്ഞുകൊണ്ടൊന്നും വലിയ തെറ്റൊന്നും പറ്റിയിട്ടൊന്നുമില്ലല്ലോ, ഞാനവനെ കളിപ്പിക്കാൻ വേണ്ടി ഒന്നും പറഞ്ഞൊന്നുമല്ലല്ലോ എന്നൊക്കെ പറയാം. നമുക്കങ്ങനെ ഒരു 100 കൂട്ടം എക്സ്ക്യൂസസ് കാണുമായിരിക്കും. പക്ഷേ കർത്താവ് പറയുന്നു, ഹൃദയത്തിൽ നിന്നല്ലാതെ ഒരു വാക്ക് നിങ്ങളുടെ നാവിൽ വന്നാൽ നിങ്ങളെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ആരാണ്? ദുഷ്ടനാണ്. മറ്റൊരാളോട് സംസാരിക്കുമ്പോൾ ശരിക്കും മീൻ ചെയ്യാതെ നിങ്ങളൊരു വാക്ക് ഉപയോഗിക്കുന്നുവെങ്കിൽ അത് എവിടെ നിന്ന് വരികയാണ്? ദുഷ്ടനിൽ നിന്നാണ് വരുന്നത്. നിങ്ങളുടെ ചിന്തയും നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ ഹൃദയവും എല്ലാം നിങ്ങളുടെ വാക്കിൻ്റെ പിന്നിലുണ്ടായിരിക്കണം. നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ വാക്കും, നമ്മളൊരാളെ സഹോദര എന്ന് വിളിച്ചാൽ സഹോദരനായിരിക്കണം, അല്ലെങ്കിൽ വെറുതെ വിളിക്കരുത്. വേറെ എന്തോ വിളിക്കാനാണെന്ന് വെച്ചാൽ നമ്മൾ പലപ്പോഴും വിളിക്കുന്നത്. പിന്നെ ചിലപ്പോൾ ഉണ്ടല്ലോ, നമ്മൾ ചീത്ത വിളിക്കാൻ പോലും സഹോദരൻ എന്ന് വിളിക്കും. ബ്രദറെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാമെന്ന് നമ്മൾ ചിലപ്പോൾ പറയും. വിളിക്കുന്നത് എന്താ? ബ്രദറെ. അത് ദുഷ്ടനിൽ നിന്ന് വരുന്നു, അത് ദൈവത്തിൽ നിന്നല്ല. ഇഫ് യു കോൾ സംബഡി ബ്രദർ, യു ഷുഡ് മീൻ ഇറ്റ്. നിങ്ങളുടെ വാക്ക് ഉവ്വ ഉവ്വ എന്നും ഇല്ല ഇല്ല എന്നും ആയിരിക്കട്ടെ. പിന്നീട് പറയുന്ന പ്രതികാരത്തെക്കുറിച്ചും മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചും ഒക്കെയാണ്. നിങ്ങൾക്കറിയാമല്ലോ, കണ്ണിന് പകരം കണ്ണ് എന്നും പല്ലിന് പകരം പല്ല് എന്നും അരുളി ചെയ്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, ദുഷ്ടനോട് എതിർക്കരുത്. നിന്റെ വലത്തെ ചെകിട്ടത്തടിക്കുന്നവനെ മറ്റേതും തിരിച്ചു കാണിച്ചു കൊടുക്കുക. നിന്നോട് വ്യവഹരിച്ച് നിന്റെ വസ്ത്രം എടുപ്പാൻ ഇച്ഛിക്കുന്നവന് നിന്റെ പുതപ്പും വിട്ടുകൊടുക്കുക. ഒരുത്തൻ നിന്നെ ഒരു നാഴിക വഴി നടക്കുവാൻ നിർബന്ധിച്ചാൽ 2 അവനോട് കൂടെ പോക. നോക്ക്,
അന്നത്തെ കാലത്ത്, യേശുവിൻ്റെ കാലത്ത് റോമൻ പടയാളികൾക്ക് അവർക്ക് ശമ്പളം കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ അവർ പണം ഉണ്ടാക്കിയിരുന്നത് പിടിച്ചു പറിച്ചിട്ടാണ്. പിന്നെ ഒത്തിരി റോമൻ പടയാളികൾക്ക് ഒത്തിരി പ്രിവിലേജസ് ഉണ്ടായിരുന്നു. സപ്പോസ് അയാളൊരു ചുമടെടുത്തുകൊണ്ട് പോകുന്ന കൂട്ടത്തിൽ യഹൂദനായ ഒരു വ്യക്തിയെ കണ്ടു കഴിഞ്ഞാൽ റോമൻ നിയമം അനുസരിച്ച്, അല്ലെങ്കിൽ അലിഖിതമായ ഒരു റോമൻ ലോ ഉണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിൻ്റെ ചുമടെടുത്ത് ഈ യഹൂദൻ്റെ തലയെ വെച്ച് കൊടുത്തിട്ട് പറയും നടക്കടാ എന്ന് പറയാം. എത്ര നടക്കാം? മാക്സിമം 1 മൈൽ. 1 മൈൽ കഴിയുമ്പോൾ എന്ത് ചെയ്യണം? നിനക്ക് പറയാം, സാറേ 1 മൈൽ നടന്നു കഴിഞ്ഞു, ഫിനിഷ്. നിയമപ്രകാരമുള്ളത് ഞാൻ ചെയ്തു. ഞാൻ പറഞ്ഞ മനസ്സിലായില്ല? ഇതാണ് ഇതിൻ്റെ പശ്ചാത്തലം. അതുകൊണ്ട് നിയമപ്രകാരം നിങ്ങൾ 1 മൈൽ നടക്കണം. അത് കാര്യം സർക്കാരിൻ്റെ നിയമമാണ്. എന്നാൽ ഇവിടെ കർത്താവ് പറയാണ്, 1 മൈൽ നിയമപ്രകാരം നടക്കാനുണ്ടായിരിക്കെ 1 മൈൽ നടക്കുന്നത് നീ ഒരു സാക്രിഫൈസ് അല്ല. എപ്പോഴാണ് നീ ആത്മീകനാകുന്നതെന്ന് ചോദിച്ചാൽ, നിയമത്തിനപ്പുറത്ത് പിന്നെ നടക്കാനാ. 1 മൈൽ നടന്നു കഴിയുമ്പോൾ അവൻ പറഞ്ഞു, ആ ശരി എന്നാ ഇങ്ങനെ അന്നേരം എന്ന് പറയുമ്പോഴത്തേക്ക്, വേണ്ട സാറേ ഞാൻ വീട്ടിൽ കൊണ്ടുതരാം, സാർ എടുക്കണ്ട ഞാൻ വീട്ടിൽ കൊണ്ടുതരാം എന്ന് പറയുന്നതാണ് സ്പിരിച്വാലിറ്റി. ഇത് മണ്ടത്തരമാണെന്നും നട്ടലില്ലായ്മയാണെന്നും ലോകക്കാർ പറയുമായിരിക്കും. പക്ഷെ ആത്മീയത അതാണ്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, നിയമത്തിനപ്പുറത്ത് നിങ്ങളോട് വ്യവഹാരം നടത്തി കോർട്ടിൽ കൊണ്ടുപോയി നിങ്ങളുടെ പുതപ്പെടുത്തുകൊണ്ട് പോകുന്നവനോട് നമ്മൾ ചോദിക്കുകയാണ്, പുതപ്പ് മാത്രം മതിയോ? വേണമെങ്കിൽ ഞാൻ എന്തുകൂടെ ചെയ്യാം, ഈ ഷർട്ടും കൂടെ അങ്ങ് തന്നേക്കാമെന്ന് പറയുന്നത്. ഞങ്ങളുടെ മിഷൻ ഫീൽഡിൽ ഒരു പ്രാവശ്യം ഒരാൾ വന്ന് കുറച്ച് നാൾ അവിടെ വന്ന് താമസിച്ചു. അവിടുത്തെ തന്നെ അവൻ നമ്മുടെ ഒരു സ്കൂട്ടറാണോ ബൈക്കാണോ, സ്കൂട്ടറാണെന്ന് തോന്നുന്നു, സ്കൂട്ടർ എടുത്തുകൊണ്ടങ്ങ് പോയി. കൊടുക്കത്തില്ല. മിഷണറി എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, എന്തുവാ ചെയ്യണ്ടേ? കേസ് കൊടുക്കണോ? അവന് കേസ് കൊടുക്കാനോ? പിന്നെന്താ വെച്ചാൽ ചെയ്യണ്ടേ? ഞാൻ പറഞ്ഞു, അവനെ വിളിച്ചിട്ട് പറ, നീ വണ്ടി കൊണ്ടുപോയാലും എന്താണെങ്കിലും അതെടുത്തോ, പിന്നെ എന്നാന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി, പേപ്പർ നിൻ്റെ പേരിലോട്ട് ആക്കി തന്നേക്കാം. അല്ല അവനെന്താ പറയണ്ടേ? ഇനി കർത്താവ് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ശരിക്കും അത് തന്നെയാണ് ചെയ്തത്. ഞങ്ങളുടെ മിഷണറി ചെയ്തത് അതാണ്. അവനെ വിളിച്ചു വരുത്തിയിട്ട് എന്ത് ചെയ്തു? വണ്ടിയുടെ പേപ്പർ അവൻ്റെ പേരിലാക്കി എടുത്തു. വണ്ടി എടുത്തുകൊണ്ട് പോയവനോട് പറയുകയാണ്, ഇത് പ്രായോഗികമാക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ എന്താണ് നമ്മുടെ ആത്മീയത? പറഞ്ഞു പോകാൻ വേണ്ടിയുള്ളതല്ലല്ലോ ഇത്. ആണോ? പറഞ്ഞു പോകാൻ വേണ്ടിയുള്ളതല്ല. നമ്മളെ ഉപദ്രവിക്കുന്നവർക്ക് അവിടെ അത് ഓരോ കാര്യങ്ങളും, നിൻ്റെ വസ്ത്രമെടുപ്പാൻ ഇച്ഛിക്കുന്നവന് നിന്നോട് വ്യവഹരിച്ച് നിൻ്റെ വസ്ത്രമെടുപ്പാൻ ഇച്ഛിക്കുന്നവന് നിൻ്റെ പുതപ്പം വിട്ടുകൊടുക്കുക. ഒരുത്തൻ നിന്നെ 1 നാഴിക വഴി പോകുവാൻ നിർബന്ധിച്ചാൽ അവനോട് കൂടെ പോവുക. നിന്നോട് യാചിക്കുന്ന ഏവനും കൊടുക്കുക. വായ്പ വാങ്ങുവാൻ ഇച്ഛിക്കുന്നവനെ ഒഴിഞ്ഞു മാറരുത്. കൂട്ടുകാരനെ സ്നേഹിക്കാമെന്നും ശത്രുവിനെ പകയ്ക്കാമെന്നും നിങ്ങളോട് എന്നും അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് പുത്രന്മാരായി തീരേണ്ടതിന് തന്നെ. അതാണ് വിഷയം. ഇഫ് യു വോണ്ട് ടു ബി ദ ചിൽഡ്രൻ ഓഫ് ദ ഹെവൻലി ഫാദർ, ഇതൊക്കെ ചെയ്താലേ പറ്റൂ. വേറെ ഒരു മാർഗവുമില്ല. ഇതാണ് ആത്മീയത. ലോകത്തിൻ്റെ കണ്ണുകളിൽ മണ്ടത്തരമായിരിക്കും, പക്ഷേ ഇതാണ് ആത്മീയത. അവൻ ദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും തൻ്റെ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെ മേലും നീതികെട്ടവരുടെ മേലും മഴ പെയ്യുകയും ചെയ്യുന്നുവല്ലോ. ഒരു ഡിസ്ക്രിമിനേഷനും ഇല്ലാതെ ദൈവം എന്ത് ചെയ്യുന്നു? ലോകത്തിലുള്ള സകല മനുഷ്യരെയും അവൻ്റെ സൂര്യനെ ഉദിപ്പിക്കുകയും സകല മനുഷ്യരുടെ മേലും അവൻ അവർക്ക് മഴ നൽകുകയും ചെയ്യുന്നുവല്ലോ. നിങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലം? ചുങ്കക്കാരും അങ്ങനെ തന്നെ ചെയ്യുന്നുവല്ലോ. സഹോദരന്മാരെ മാത്രം വന്ദനം ചെയ്താൽ നിങ്ങൾക്ക് എന്ത് വിശേഷം? ജാതികളും അങ്ങനെ തന്നെ ചെയ്യുന്നുവല്ലോ. ആകയാൽ നിങ്ങളുടെ സ്വർഗസ്ഥ പിതാവ് സൽഗുണപൂർണ്ണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണ്ണർ ആകുവിൻ. നമ്മുടെ ജീവിതം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ആത്യന്തികമായി കർത്താവ് ഉദ്ദേശിക്കുന്നത് എന്താണ്? വി നീഡ് ടു ബി പെർഫെക്റ്റ് ലൈക്ക് അവർ ഹെവൻലി ഫാദർ. വി നീഡ് ടു ബി ഹോളി ആസ് അവർ ഹെവൻലി ഫാദർ ഈസ് ഹോളി. അവൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നമ്മളും വിശുദ്ധരായിരിക്കണം. അവൻ പ്യുവറായിരിക്കുന്നത് പോലെ നമ്മളും പ്യുവറായിരിക്കണം. അവൻ ജീവിച്ചതുപോലെ നമ്മളും ജീവിക്കണം. അവനോട് ചേർന്ന് ജീവിക്കാൻ നമുക്ക് കഴിയണം. നിയമങ്ങൾക്കപ്പുറത്ത് ദൈവത്തിൻ്റെ സ്വഭാവം നമ്മൾ പ്രതിഫലിപ്പിക്കണം. വാക്കുകൾക്കപ്പുറത്ത്, ലെറ്റേഴ്സിനപ്പുറത്ത് ഹൃദയത്തിൽ ദൈവത്തിൻ്റെ ഹൃദയം എന്താണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം.